Good morning everyone. Welcome to Adda247 Malayalam channel. This is Rintu Sebastian and welcome to the Hindu editorial analysis of 25th August 2022. Namaskaram. Good morning. ഇന്ന് 6 മിനിറ്റ് ലേറ്റ് ആയല്ലേ? എനിവേസ് താമസം വയ്ക്കുന്നില്ല, നമുക്ക് നേരെ തുടങ്ങാം. ഇന്ന് എണീറ്റപ്പോഴും താമസിച്ചു, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഇന്നലെ വർക്കായിരുന്നു. നിങ്ങൾ കണ്ടായിരിക്കും, ഫുൾ ടൈം യൂട്യൂബിൽ നിങ്ങൾ എന്നെ കണ്ടു കാണുമായിരിക്കും. ഇന്നലെ ഫുൾ ടൈം യൂട്യൂബിൽ ഞാനുണ്ടായിരുന്നു. കാരണം അമ്മ അതുപോലെ വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്, അതാണ് കേട്ടോ വൈകിയത്. എനിവേസ് ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ സെഷൻ ഇന്ന്. അപ്പോൾ റെഗുലർ സെഷനാണ് രാവിലെ 8:30 മുതൽ 9:30 ഓർ 9:45, 10 വരെയൊക്കെ നമ്മൾ നീണ്ടുപോകും ബിക്കോസ് ഓഫ് എ ഡിസ്കഷൻ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സെഷനിലെ കോട്ട് ഇതാണ്: ലൈഫ് ഈസ് ഹാർഡ് ബട്ട് നോട്ട് ഇമ്പോസിബിൾ. ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ ലൈഫ് ഇസ് സംതിങ് ലൈക്ക് എ പസിൽ അല്ലേ? ലൈഫിനെ എന്താ പറയുക, പസിലെ അൺടാങ്കിൾ ചെയ്ത് അല്ലെങ്കിൽ അതിനൊന്ന് കൂട്ടി യോജിപ്പിച്ച് അതിനെ മീനിങ് ഫുൾ ആക്കാൻ വേണ്ടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക മനുഷ്യർ. അതാണ് മനുഷ്യൻ്റെ ലൈഫിൻ്റെ പർപ്പസ് ഓഫ് ലൈഫ് ഇസ് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ലൈഫിനെ നിങ്ങൾ മെനഞ്ഞെടുത്തതിനെ മീനിങ് ഫുൾ ആക്കി മാറ്റുക. ദാറ്റ് ഈസ് യുവർ പർപ്പസ്. അപ്പോൾ ലൈഫ് ഇസ് ഹാർഡ്, അത് ബുദ്ധിമുട്ടാണ്. അത് ചെയ്യാന്നുള്ളത് അത്ര സിമ്പിളായ കാര്യമല്ല. യു ഹാവ് ടു ടേക്ക് യുവർ ടൈം, യു ഹാവ് ടു പുട്ട് യുവർ എഫേർട്ട്, ഇൻവെസ്റ്റ് ചെയ്യണം, ടൈം ഇൻവെസ്റ്റ് ചെയ്യണം, എഫേർട്ട് ഇട്ട് കൊടുക്കണം അല്ലേ, നിങ്ങളുടെ എനർജി ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്കതിനെല്ലാം ഒന്ന് പാച്ച് ചെയ്ത് വരാൻ പറ്റുള്ളൂ. പക്ഷേ ഇറ്റ്സ് നോട്ട് ഇമ്പോസിബിൾ. അസംഭവ്യം എന്നൊന്നും നമുക്കതിനെ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അതിനുവേണ്ടി നമുക്ക് ഒരുപാട് ഹെൽപ്പൊക്കെ കിട്ടും. ഓരോരുത്തരുണ്ട് നമ്മുടെ ലൈഫിൽ, ഓരോരുത്തരായിട്ട് വരും. ഇതിന് ഈ ലൈഫിനെ ഒന്ന് മെനഞ്ഞെടുക്കാൻ വേണ്ടി ഹെൽപ്പായിട്ട് ഓരോരുത്തരായിട്ട് നമ്മുടെ ലൈഫിൽ വരും. അതാണ് ദ ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. സം പീപ്പിൾ റിയലി ആർ മാജിക്കൽ. അവർ നമ്മളെ എന്താ പറയുക, നിങ്ങളുടെ ലൈഫിനെ ഒരുപാട് നന്നാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ എംബ്രേസ് ദം ആൻഡ് ബി വിത്ത് ദം കേട്ടോ. ഡോണ്ട് മിസ് ദം. ഒരിക്കലും അവരെ മിസ് ചെയ്ത് കളയരുത്. ഓക്കെ, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ, നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ മറക്കണ്ട. ആപ്പ് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ചെറിയൊരു MB ഉള്ളൂ. ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഡെയിലി ക്വിസസും മോക്ക് ടെസ്റ്റുകളൊക്കെ കിട്ടും. ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾസ്, എക്സാം നോട്ടിഫിക്കേഷൻസ്, ഏതെങ്കിലും വീഡിയോസ് പോയാൽ അത് കിട്ടും. പവർ ക്യാപ്സ്യൂളായിട്ട് നിങ്ങൾക്ക് കിട്ടും, മാഗസീൻസ് കിട്ടും. സബ്ജക്ട് വൈസ് ക്വിസസ് ആണ് മോക്ക് ടെസ്റ്റുകളാണ് കിട്ടുന്നത്. അപ്പം ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകാം. ഒരു ജോബ് അലോട്ട്സ് മിസ്സാവില്ല. കറണ്ട് അഫയേഴ്സ് കിട്ടും ആൻഡ് പ്രീമിയം സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ ആപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. യു ക്യാൻ ഗോ ടു അവർ കോഴ്സസ് ഇതിലൂടെ. അങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ, നിങ്ങൾക്കറിയാം ഏതൊരു എക്സാം നോട്ടിഫിക്കേഷൻ വന്നാലും ഒന്നും മിസ് ഔട്ട് ആക്കാതെ നിങ്ങൾക്ക് അവസരങ്ങളെ പറ്റി പരിചയപ്പെടുത്തി തരുന്നു, നിങ്ങൾക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രത്യേകത. അതിപ്പോൾ ഏത് എക്സാം ആയിക്കോട്ടെ, നിങ്ങളിപ്പോൾ സ്റ്റേറ്റ് ലെവൽ എക്സാംസ്, കേരള PSC ആയിക്കോട്ടെ, ഇപ്പം ദേവസ്വം ബോർഡ് എക്സാം ആയിക്കോട്ടെ, സുപ്രീം കോർട്ട് എക്സാം, ഹൈക്കോർട്ട് ലെവൽ എക്സാം, അല്ലെങ്കിൽ നിങ്ങൾ SSC കണ്ടോ, ബാങ്കിങ്, ഇൻഷുറൻസ്, എല്ലാ എക്സാംസിനും ഇവിടെ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഫ്രീ യൂട്യൂബ് ക്ലാസ്സസ് ഫോർ എവറി സബ്ജക്റ്റ്. ഇതുപോലെ കിട്ടുന്ന വേറൊരു ചാനൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റില്ല. അതുപോലെ തന്നെ PYQ ഡിസ്കഷൻസ്, മോക്ക് ടെസ്റ്റുകൾ കണ്ടായിരിക്കും. ഇന്നലെ നമ്മൾ മോക്ക് ടെസ്റ്റ് ചെയ്തായിരുന്നു അല്ലേ. കോമ്പിനേഷൻ സെഷൻസ് ഉണ്ട്, സൂം ഇവൻറ്റ്സ് ഉണ്ട് അല്ലേ. അതുപോലെ മോട്ടിവേഷണൽ സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് സ്ട്രാറ്റജി ഒക്കെ കാണാം. ഫോം ഫില്ലിംഗ് സെഷൻസ് ഉണ്ട്, എക്സാം അനാലിസിസ് ഉണ്ട്. എല്ലാം എവിടെയുണ്ട്. എവറിത്തിങ് ഈസ് ഹിയർ, ഓൾ ഇൻ വൺ ആണ്, അണ്ടർ സിംഗിൾ അംബ്രല്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ സെഷൻ 25-ാം തീയതിയാണ്. ഇന്ന് നമ്മുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആൻഡ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ ഫസ്റ്റ് തിങ് ഈസ് അബൌട്ട് എല്ലാ എക്സാമിനും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഉപയോഗപ്പെടും. UPSC ആയിക്കോട്ടെ, കേരള PSCയോ SSCയോ, നിങ്ങൾ ഇൻഷുറൻസോ ബാങ്കിങ്ങോ, കോർട്ട് എക്സാംസ്, ഹൈക്കോർട്ടോ സുപ്രീം കോർട്ടോ ദേവസ്വം ബോർഡ് എക്സാമോ, ഏത് എക്സാമിനാണ് വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ വളരെ ഹെൽപ്ഫുള്ളാണ്. വേറെ എല്ലാം മാറ്റി വെച്ചോ, കുറച്ച് 4 വേർഡ്സ് പഠിക്കാതെ, അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഒബ്വിയസ്ലി ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് പത്രത്തിൽ നിന്നുള്ള വാർത്തയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ജനറൽ അവയർനെസ് കൂടും അല്ലേ. അത് കൂടാതെ നമ്മൾ പോലും അറിയാം നമ്മുടെ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, പലരും കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസിന് വേണ്ടിയിട്ട് ഈ സെഷൻ കാണാറുണ്ട്. അങ്ങനെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസ് കൂടും. ഗ്രാമർ സ്ട്രക്ചേഴ്സ് നമ്മൾ റീബിൽഡ് ചെയ്ത് പഠിച്ചെടുക്കുകയാണ്. അതുകൂടാതെ നമ്മൾ എന്തായാലും റീഡിംഗ് എബിലിറ്റി, അത് പ്രൈം ഫോക്കസ് ആണ്. വായിച്ച് നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നതിന് കോംപ്രിഹെൻഷൻ സ്കിൽസ് ഒരുപാട് കൂടും. പിന്നെ ജനറൽ അവയർനെസ് അറിയാലോ, അത് ഒബ്വിയസ്ലി. അത് കൂടാതെ റൈറ്റിംഗ്, ഫോമൽ റൈറ്റിംഗും സെറ്റാക്കാൻ ഈ ഒരു സെഷൻ നിങ്ങളെ വളരെ ഹെൽപ്ഫുൾ ആക്കും. എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. അപ്പോൾ ഇന്ന് August 25 ഇന്നത്തെ ആർട്ടിക്കിൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 2 ആർട്ടിക്കിളുണ്ട്. ഒന്ന് നമ്മുടെ ഫാമിലി മാറ്റേഴ്സ്, കോൺഗ്രസും അവിടുത്തെ ഗാന്ധി ഫാമിലിയെ പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. ആൻഡ് ആ ആർട്ടിക്കിൾ പറയുവാണെങ്കിൽ കുറച്ച് എന്താ പറയുക, കുറച്ച് പോസിറ്റീവായിട്ടാണ്. ലീഡർഷിപ്പിൽ നിന്ന് മാറിക്കൊടുക്കുന്നു, പുതിയ ആൾ ലീഡർഷിപ്പിലോട്ട് വരും. ഇപ്പോൾ ഫാമിലി ആ ഒരു റൂളിൽ നിന്ന് മാറുന്ന ഒരു രീതിയിലോട്ട് വരുന്നുണ്ട്. നമ്മുടെ രാജസ്ഥാൻ മിനിസ്റ്ററിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരനായിരിക്കും, ഗെഹ്ലോത്തിനായിരിക്കും മിക്കവാറും കൊണ്ടുവരാൻ പോകുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അറിയില്ല, വായിച്ചു നോക്കുക. അതൊരു നല്ലൊരു ആർട്ടിക്കിളാണ്, നമുക്കൊരു പോസിറ്റിവിറ്റി ഒക്കെ തരുന്നുണ്ട്. അപ്പോൾ ഇവരൊന്നും അതിൽ ഇൻ്റർഫിയർ ചെയ്യാതിരുന്നാൽ, പുതിയൊരു ലീഡർഷിപ്പ് വന്നാൽ ഒരു പക്ഷേ കോൺഗ്രസ്സിന് ഒരു സർവൈവൽ ഉണ്ടാവുമെന്ന് വിശ്വസിക്കാം നമുക്ക്. വരണം ഒരു നല്ലൊരു സ്ട്രോങ് ഒപ്പോസിഷൻ ഉണ്ടാവണം, എന്നാലേ കാര്യങ്ങൾക്കൊക്കെ ഒരു ഉഷാറാവുള്ളൂ അല്ലേ. ഇല്ലെങ്കിൽ ഇന്ത്യ
നമ്മൾ വിചാരിക്കുന്ന പോലെ നിൽക്കത്തില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട്. എനിവേസ് അത് നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ അതാണ് ഒരു കാര്യം. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, രണ്ടാമത്തെ ആർട്ടിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഇസ് അബൌട്ട് ആധാർ ലിങ്കിങ് വിത്ത് വോട്ടേഴ്സ് ID. നമ്മുടെ വോട്ടേഴ്സ് ID ആയിട്ട് ഇപ്പം ഇലക്ഷൻ്റെ കാര്യം വരുമ്പോഴേക്കുവേ വോട്ടേഴ്സ് ID ആയിട്ട് ആധാർ ലിങ്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട്. ഇത്ര നാൾ നമ്മൾ ബാങ്ക് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യണം അല്ലേ, ഫോൺ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യണം, എല്ലാമായിട്ട് ലിങ്ക് ഓഫ് ദി ലിങ്ക് ആയിരുന്നു അതാണ്. പക്ഷേ വോട്ടേഴ്സ് ID ആയിട്ട് ലിങ്ക് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ്, എന്തിനാ അതിൻ്റെ ആവശ്യം എന്നുള്ളത് ഇന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ആൻഡ് വെരി ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിളാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ റീഡിങ് പാസേജ് ഒക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഇത് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ അപ്പം ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് പിള്ളേരെ. അപ്പോൾ അതിൻ്റെ ക്ലാസ് ഒന്ന് നേരത്തെ വെക്കണം. അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കായിരുന്നു ഇന്ന്. അതായത് രാവിലെ കുറച്ച് സമയം അതിന് വേണ്ടി പോയി. യെസ് ഓക്കെ. അപ്പോൾ നമുക്ക് ആർട്ടിക്കിളോട്ട് പോകാമല്ലോ നേരെ. നമ്മുടെ വൊക്കാബുലറി, അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് നമ്മുടെ മറ്റ് കാര്യങ്ങളിലോട്ട് പോകാം. ഏത് നമ്മുടെ വൊക്കാബുലറീസ്, ആൻറ്റണിംസ്, സിനണിംസ്, കൺഫ്യൂസിങ് വേർഡ്സ്, റിലേറ്റഡ് വേർഡ്സ്, തിങ്സ്. എന്നിട്ട് ഡീറ്റെയിൽ അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകും നമ്മുടെ സ്പോട്ട് എറർ, ഇന്നലത്തെ ഹോംവർക്ക് ആൻഡ് ഇന്നത്തെ ഹോംവർക്ക് കൂടെ തന്ന് നമ്മൾ സെറ്റാക്കും അല്ലേ. എല്ലാവരും ഉഷാറാണല്ലോ? എല്ലാവരും ചിപ്പി എത്തിയോ? ചിപ്പി ആഫ്റ്റർ എ ലോങ് ടൈം അല്ലേ. ചിപ്പി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം, എന്താ പറയുക, ഒരുപാട് വർഷങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ചിപ്പി തിരിച്ചെത്തിയിരിക്കുന്നു. അങ്ങനെ ചിപ്പി തിരിച്ചെത്തി. ചിപ്പിയുടെ പനിയൊക്കെ കുറഞ്ഞോ? ഉഷാറാണോ? കാര്യങ്ങളൊക്കെ ഉഷാറായോ ഇപ്പം? യെസ്. മൈ മദർ ഓൾസോ വാച്ചസ് അനാലിസിസ് വിത്ത് മീ ആൻഡ് ഷീ സെഡ് ഈ അടുത്ത കാലത്ത് ഇത്ര നന്നായിട്ട് വൊക്കാബുലറി പഠിപ്പിക്കുന്ന ഒരാളെ കണ്ടിട്ടില്ലെന്ന്. ഓ മൈ ഗോഡ് പാർവതി, ഐ എം സോ ഓണേഡ്. അമ്മ താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര സന്തോഷം. അത് ഞാൻ ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്, അല്ലാതെ ഞാൻ പഠിപ്പിക്കുന്ന മേന്മയൊന്നുമല്ല. എനിക്ക് ഈ സ്റ്റുഡൻസ് ഇത്ര നല്ല സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. താങ്ക് യു. വേർഡ്സ് എഴുതാൻ കുറച്ച് ടൈം തരാം രാഹുൽ, തരാം. നീ ഒരു കാര്യം ചെയ്തോ, ഞാൻ എഴുതി സ്വറ പറഞ്ഞിരിക്കുന്ന സമയത്ത് നീ എഴുതി വെച്ചോ കേട്ടോ. ഞാൻ സമയം തരാം ഉറപ്പായിട്ടും. ഗുഡ് മോർണിംഗ് പീപ്പിൾ, എവ്രി വൺ. ഫിംഗർ പ്രിന്റ് വോട്ടിംഗ് ആണ്. യെസ്, സുഖമായിട്ടിരിക്കുന്നു സഫീറ. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ആൻഡ് ഐ ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ as well. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ ഇഡിയംസ്, ഫ്രേസസ്, വൺ വേർഡ്സ്, എക്സെട്ര. യെസ്, ഫസ്റ്റ് ഫ്രേസൽ വേർബ് ക്ലീൻ അപ്പ് ചെയ്യാം. ഒന്ന് യു ക്ലീൻഡ് അപ്പ് വെൽ, ലിറ്ററലി പറയില്ലേ, ഇന്നിച്ചിരി ഒന്ന് നന്നായല്ലോ, ഇന്നിച്ചിരി ഒന്ന് വാഷ് ചെയ്തല്ലോ എന്ന് ചോദിക്കില്ലേ, അതൊരു അർത്ഥമുണ്ട് ക്ലീൻ അപ്പ്. അല്ലാതെ അർത്ഥം എന്ന് വെച്ചാൽ റീസ്റ്റോർ ഓർഡർ, മൊത്തം കോളമായിട്ടിരിക്കുന്ന ഒരു അലങ്കോലമായിരിക്കുന്ന ഒരു സംഭവം. യു ക്ലീൻ അപ്പ് ഇറ്റ്, clean up the organization, you clean up the company, you clean up the room or whatever. Order ഒന്ന് റീസ്റ്റോർ ചെയ്യാന്നൊരു അർത്ഥമുണ്ട് ക്ലീൻ അപ്പിന്. വേറെ അർത്ഥമുണ്ട് ഐ ക്ലീൻഡ് ഇറ്റ് അപ്പ്, ഫിനിഷ് ചെയ്തു, ഗെറ്റ് റിഡ് ഓഫ് സംതിങ്, വേണ്ടാത്തവരെയോ ഓർ വേണ്ടാത്ത കാര്യങ്ങളോ ഗെറ്റ് റിഡ് ഓഫ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്തു എന്നൊരർത്ഥവും ക്ലീൻ അപ്പിനുണ്ട്. രണ്ട് അർത്ഥമാണ് നമ്മളിവിടെ പറയാം. മൂന്നർത്ഥമുണ്ട്. ലിറ്ററലി ക്ലീൻ അപ്പിന് വേറെ വാഷ് പറയല്ലോ, അതല്ലാതെ പിന്നെ ഉള്ള രണ്ടർത്ഥം ഇതും കൂടിയാണ്. അപ്പോൾ മൂന്നർത്ഥം ഓർത്തിരിക്കാം. യെസ്, കേശി ചായ കുടിച്ചു. നീ ചായ കുടിച്ചോടാ? ഞാൻ കുടിച്ചു. എടനാണോ? ഓക്കെ. സ്റ്റാർട്ടിങ് തന്നെ ഉത്തരത്തിൽ കയറി വിനു. എന്താ ചെയ്യുക, ഞാൻ ഇറങ്ങിയോ വിളിച്ചു ഇറക്കിയിട്ടുണ്ട്. എന്താ ചെയ്യാല്ലേ, ഞാൻ എന്താ ചെയ്യേണ്ടി വിനു? ഞാനിങ്ങനെ വേണ്ടാന്ന് വെക്കുമ്പോൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുക ആര്? എൻ്റെ മനസ്സ്. അടുത്ത് നോക്കിയേ, ഡെമോഗ്രാഫിക്. എന്താ ഡെമോഗ്രാഫിക് എന്ന വാക്കിൻ്റെ അർത്ഥം? ഡെമോഗ്രാഫിക് മീൻസ് റിലേറ്റിംഗ് ടു ദ സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ. അല്ലെങ്കിൽ ഇതിപ്പോൾ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ് ഞാൻ ഉപയോഗിച്ചേക്കണേ അല്ലേ. ഇത് ഡെമോഗ്രാഫിക് എന്ന് ഞാൻ റിലേറ്റിംഗ് ടു ദി ദിസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലാണ് ഉപയോഗിച്ചേക്കണേ. എന്നാൽ ഇതേ സാധനത്തിനെ നൗൺ ആയിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ദാറ്റ് മീൻസ് സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ, ഇപ്പൊ നമ്മൾ പറയാണ് ഒരു പ്രത്യേകിച്ച് ഒരു ഡെമോഗ്രാഫിക് എന്ന് പറയാം. ദ യങ് ഡെമോഗ്രാഫിക് ഓഫ് ഇന്ത്യ ഇസ് ഫ്രസ്ട്രേറ്റഡ് ഡ്യൂ ടു അഗ്നിപത് സ്കീം എന്നൊക്കെ പറയാം. എ പെർട്ടിക്കുലർ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ. യെസ്, പോപ്പുലേഷൻ ഒരു പെർട്ടിക്കുലർ സെഷൻ എന്ന് പറയാൻ പോപ്പുലേഷൻ യെസ് എന്നും പറയാം. നൗൺ ഫോർമുലേഷൻ ഉപയോഗിക്കാം. ഡെമോഗ്രാഫിക് നൗൺ ആയിട്ടും അഡ്ജക്റ്റീവ് ആയിട്ടും ഉപയോഗിക്കാവുന്ന ഒരു ടേമാണ്. ഓർത്തോള, യങ് ഡെമോഗ്രാഫിക് എന്ന് പറയുമ്പോൾ ഒരു യങ് അങ്ങനെ പറയില്ല നമ്മൾ. ഡെമോഗ്രാഫിക് അവിടെ നൗണ്, യങ് അവിടെ അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. അല്ലാതെ ഡെമോഗ്രാഫിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെമോഗ്രാഫിക് കണ്ടീഷൻസ് എന്നൊക്കെ പറയുമ്പോൾ ഈ പോപ്പുലേഷനിൽ ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പോപ്പുലേഷനിലെ സ്ട്രക്ചറിന്റെ കാര്യമാണ് പറയുന്നത്. ഓർത്താൽ മതി കേട്ടോ. ഇന്ത്യ അണ്ടർടേക്സ് massive 7-day campaign to clean up 75 beaches. That's great. We can clean up illegalities in our society. Yes, I'm going to cleaning in here after Gopika, I'm going to clean here this afternoon.
ഈ ഹിയറും ദേർ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അഡ്വേർബ് ആണ് മോളെ. അതിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും പ്രിപ്പോസിഷൻസ് ഇട്ട് കൊടുക്കരുത്. ഇപ്പോഴേ പഠിച്ചു വെച്ചോ, ഹിയറും ദേർ എന്നൊക്കെ പറഞ്ഞാൽ അഡ്വേർബ് ആണ്. ഇവിടെ ഒരു പ്രത്യേക സ്ഥലമല്ലോ, ഇവിടെ അവിടെ എന്നൊക്കെ പറയില്ല അതുപോലെ. അപ്പോൾ അങ്ങനെയുള്ള ഏത് പ്രിപ്പോസിഷൻ അഡ്വേർബിന് മുമ്പിലും പ്രിപ്പോസിഷൻ ഇട്ട് കൊടുക്കരുത്. പ്രിപ്പോസിഷൻ നമ്മൾ ഇട്ട് കൊടുക്കുന്ന എപ്പോഴാണ്? നൗണിന്റെ മുമ്പ് ഇട്ട് കൊടുത്തോ, പ്രൊനൗണിന്റെ മുമ്പ് ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല. അപ്പോൾ അത് ഇട്ട് കൊടുക്കരുത്. അപ്പോൾ ഇൻ ഹിയർ കൊടുക്കുക, ഇന്ന് കട്ടി ആദ്യം. പിന്നെ ഐ എം ഗോയിങ് ടു ക്ലീനിങ് പറയരുത്, ഐ എം ഗോയിങ് ടു ക്ലീൻ, ഞാൻ ക്ലീൻ ചെയ്യാൻ പോവുകയാണ്. ടു കഴിഞ്ഞിട്ട് V1 കൊടുക്കുക. ഐ എം ഗോയിങ് ടു ക്ലീൻ ഹിയർ ദിസ് ആഫ്റ്റർനൂൺ. കേട്ടോ കേട്ടോ, എടനാണല്ലേ? ഓക്കെ എടൻ. ഓക്കെ, യു ഷുഡ് ക്ലീൻ അപ്പ് ദ പാസ്റ്റ് ട്രാജഡീസ് ഫ്രം യുവർ മെമ്മറി ടു ഹാവ് ഇൻ എ പീസ്. യെസ് ആണല്ലേ, യു ഹാവ് ടു ബി ക്ലീൻ അപ്പ്. യെസ്, യു ഹാവ് ടു ക്ലീൻ അപ്പ്. I cleaned up the work before the deadline. That's great. Finished അല്ലേ? Oh, I cleaned up the mess അല്ലേ? ഞാനത് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറയില്ലേ? That's great, that's great. All right. Yes, that's great. ഒരു സെക്കൻഡേ, ഒരു മീറ്റിംഗ് ഉണ്ടെന്ന്, അതിൻ്റെ ഒരു ചെറിയൊരു തിരക്കായിരുന്നു. അടുത്ത് in order to do something, in order for doing that എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനമില്ലേ? in order to എന്ന് പറഞ്ഞൊരു ഫ്രേസ് ആണ്. അതിൻ്റെ അർത്ഥം ഇതാണ്, make something possible. In order to keep peace in the society, we must talk to them. In order to keep peace in the company, we must talk to them. ഒരു ടോക്ക് അവരുമായിട്ട് വേണം കേട്ടോ, കാരണം ഇല്ല പണിവാളം എന്ന് പറയില്ലേ. സോ ടു മേക്ക് സംതിങ് പോസിബിൾ ഫോർ എന്നാണ് ഇൻ ഓർഡർ ടുവിൻ്റെ അർത്ഥം. നമ്മൾ കേട്ട് പരിചയമുള്ള സ്ഥിരമായിട്ട് പറഞ്ഞൊരു കാര്യമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് തോന്നുന്നു നമ്മളെല്ലാം ഓക്കെ ആണല്ലേ? ആണല്ലോ, നമുക്ക് എന്തായാലും സെറ്റാന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡിൽ തേർഡ് ബാച്ചിലെ കുട്ടികൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ദേവസ്വം ബോർഡിൽ തേർഡ് ബാച്ചിലെ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷൻ പറയാനുണ്ട്. ഇന്ന് 12 മണിക്ക് വെക്കുന്ന ക്ലാസ് ഞാൻ 1 മണിക്കൂർ നേരത്തെ ആക്കുവാണേ. എന്താ വെച്ചാലേ, എനിക്കൊരു മീറ്റിംഗ് വന്നു 12 മണിക്ക്, അത് ലേറ്റ് നൈറ്റ് അറിഞ്ഞത്. അതൊന്ന് ഞാൻ ഇവിടെ ഇട്ടോട്ടെ, ഗ്രൂപ്പിലൊന്ന് ഇട്ടോട്ടെ പിള്ളേരെ. ഒരു സെക്കൻഡ് എനിക്ക് ഇത് തന്നെ. ഓക്കെ, അപ്പോഴേക്കും നിങ്ങൾ നോക്കി, അടുത്ത് നോക്കിയേ, സെറ്റ് സംതിങ് ഓർ സംബഡി അപ്പാർട്ട്. ഒരാളെയോ ഒരു വ്യക്തിയെയോ ഒരു കാര്യത്തെയോ നമ്മൾ അപ്പാർട്ടായിട്ട് മാറ്റി വെക്കുക, സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മേക്ക് സംതിങ് ഓർ സംബഡി ഡിഫറെന്റ് ആൻഡ് സ്പെഷ്യൽ. അവരെ നമ്മൾ സ്പെഷ്യൽ ആക്കി കൺസിഡർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ദാറ്റ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. സെറ്റ് സംതിങ് ഓർ സംബഡി അപ്പാർട്ട് എന്ന് പറഞ്ഞു. മേക്ക് സംതിങ് ഓർ സംബഡി ഡിഫറെന്റ് ആൻഡ് അപ്പാർട്ട്, സ്പെഷ്യൽ, അതിനെയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഈ മെസ്സേജ് കൂടെ ഒന്ന് അയക്കുന്നവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ. അടുത്ത ലുക്കറ്റ്. എന്താ ലുക്കറ്റ്? എനിക്കറിയാം, കുറച്ച് തിരക്ക് വന്നുകൊണ്ടാണ്, സോറിയേ. ലേറ്റ് നൈറ്റ് ആണ് ഇവർ അറിയിച്ചത്, അതുകൊണ്ടാണ്. ഓക്കെ, യെസ്. അപ്പോൾ തേർഡ് ബാച്ചിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തോണേ. 12 മണിയുടെ സെഷൻ ഞാൻ എത്ര മണിക്കാക്കി? 11 മണിക്ക്, 1 മണിക്കൂർ നേരത്തെ എടുക്കുന്നുണ്ട്. അപ്പോൾ ലൈവോ റെക്കോർഡായിട്ട് കാണുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നോക്കണം. 11 മണിക്കുള്ള സാധനത്തിൽ ഞാൻ 12 മണിക്ക് വരില്ല, 11 മണിക്കേ വരും, ചാടിക്കറി വരും. ഒന്ന് ഓർത്തോണം കേട്ടോ. അപ്പം നമുക്കതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ലുക്കറ്റ്. അടുത്ത് ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ എക്സാമിൻ സംതിങ് ക്ലോസ്ലി. ഒരു കാര്യത്തിനെ വെൻ യു ലുക്ക് അറ്റ് തിങ്സ് ഇറ്റ് വിൽ ബി ക്ലിയർ. വെൻ യു ലുക്ക് അറ്റ് തിങ്സ് ഇൻ ഡിഫറെൻറ്റ് വേ ഇറ്റ് വിൽ ബി ക്ലിയർ. നീ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് കണ്ടു നോക്കിയടാ, അപ്പം നിനക്ക് കുറച്ചൊരു ക്ലിയർ ആയിട്ട് തോന്നും എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ? അപ്പോൾ ലുക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. എക്സാമിൻ സംതിങ് ക്ലോസ്ലി, കുറച്ചുകൂടി നന്നായിട്ട് നോക്കിക്കേ, അതിനെയാണ് നമ്മൾ ലുക്കറ്റ് എന്ന് പറയാം കേട്ടോ. അടുത്ത സെറ്റു. ഇന്നലെ പറഞ്ഞു സെറ്റു, അത് തന്നെയാണ് സെറ്റു. കോൺഗ്രസ് ഇസ് സെറ്റു എന്നൊക്കെ പറഞ്ഞത് കാണാം. അപ്പോൾ സെറ്റു എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ബിഗിൻ വർക്കിംഗ് വിത്ത് എന്തൂസിയാസം ഓർ ഡിറ്റർമിനേഷൻ. സെറ്റാണല്ലേ, വർക്ക് ചെയ്യാൻ നമ്മൾ സെറ്റാണ്, നിങ്ങളോ എന്ന് ചോദിക്കില്ല, അതാണ് എന്തൂസിയാസം ഓർ ഡിറ്റർമിനേഷൻ വെച്ചിട്ട് നമ്മൾ സെറ്റാണെന്ന് പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാം, ഈ പറഞ്ഞ സെറ്റു എന്ന് പറയാം. അടുത്ത ലെറ്റ് ഡൗൺ. ലെറ്റ് ഡൗൺ കേട്ട് പരിചയം ഉണ്ടാവുമായിരിക്കും അല്ലേ? ഡോണ്ട് ലെറ്റ് മീ ഡൗൺ, ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. ഐ ഹെൽപ്പ് യു, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, ബട്ട് ഡോണ്ട് ലെറ്റ് മീ ഡൗൺ. ഇത്തവണ എന്നെ ഡിസപ്പോയിന്റ് ചെയ്യരുതേ, ഡിസപ്പോയിന്റ് ചെയ്യുക, നിരാശപ്പെടുത്തുക. ദാറ്റ് ഇസ് ലെറ്റ് ഡൗൺ. ലെറ്റ് സംബഡി ഡൗൺ മീൻസ് യു ഡിസപ്പോയിന്റ് ദാറ്റ് പേഴ്സൺ, അതാണ്. അല്ലെങ്കിൽ ഫെയിൽ ടു സപ്പോർട്ട് എ പേഴ്സൺ. ഫെയിൽ ടു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
നമ്മൾ വിചാരിക്കും അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കും, പക്ഷെ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, അവരെ പ്രതീക്ഷിച്ച് വെച്ചിരുന്നു, എക്സ്പെക്ട് ചെയ്തിരുന്നു അവർ ഹെൽപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ദേ ലെറ്റ് us ഡൗൺ, ഹി ലെറ്റ് മീ ഡൗൺ എന്നൊക്കെ പറയില്ലേ അവസാനം. ലെറ്റിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞുതരാം. ലെറ്റ് എന്ന വേർബിൻ്റെ V1, V2, V3 ഒക്കെ ലെറ്റ് തന്നെയാണ് കേട്ടോ. അതാണ് ഇപ്പം ഞാൻ ഹി ലെറ്റ് മീ ഡൗൺ പറഞ്ഞത്, ശ്രദ്ധിച്ചു വേണം. ലെറ്റ് മീ ഡൗൺ, ലെറ്റ് ഇസ് എ വേർബ്, V1, V2, V3 ലെറ്റ് കേട്ടോ. അടുത്ത ടേൺ ഡൗൺ. എന്താ ടേൺ ഡൗണിൻ്റെ മീനിങ്? ടേൺ ഡൗൺ മീൻസ് ഡോണ്ട് ടേൺ ഇറ്റ് ഡൗൺ, ഇറ്റ്സ് എ നൈസ് ഓഫർ, നല്ലൊരു ഓഫറാണ്. ടേൺ ഡൗൺ ചെയ്യല്ലേ വെച്ചാൽ റിജക്റ്റ് ചെയ്ത് കളയല്ലേടാ, വിട്ട് കളയല്ലേടാ, ദാറ്റ് ഇസ് ടേൺ ഡൗൺ. വേറെ അർത്ഥമുണ്ട് ടേൺ ദ വോളിയം ഡൗൺ, ആ വോളിയം ഒന്ന് കുറച്ചേ, ലെസൺ ചെയ്യ്, റിഡ്യൂസ് ചെയ്തേ, ലോവർ ചെയ്തേ എന്നൊക്കെയും കൂടെ അർത്ഥം എന്തിനുണ്ട് ഈ പറയുന്ന ടേൺ ഡൗൺ. രണ്ടർത്ഥം പറയാണ്, ലോവർ ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക, ഓർ റിജക്റ്റ് ചെയ്യുക അല്ലെ. റിജക്റ്റ് ചെയ്യുക, ടേൺ ഡൗൺ ചെയ്യുക മീൻസ് റിജക്റ്റ് ചെയ്യാം. അതുകൂടെ ഉണ്ട് കേട്ടോ, ഓർത്ത് വെച്ചോണം. ദാറ്റ് ഇസ് ടേൺ ഡൗൺ. ക്ലിയർ അല്ലേ? ഇനിയിപ്പോൾ നിങ്ങളുടെ സെൻറ്റൻസ് വായിച്ചേക്കാം. തിരക്ക് കഴിഞ്ഞ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രശ്നമില്ല കേട്ടോ, എല്ലാവരും നമുക്ക് പോകാം. യെസ്, ഓക്കെ. ഗുഡ് മോർണിംഗ് ആദർശേ, ഗുഡ് മോർണിംഗ്. ക്ലീൻ അപ്പ് ദിസ് റൂം ഇമീഡിയറ്റ്ലി ആൻഡ് ദാറ്റ്സ് എൻ ഓർഡർ ബൈ മദർ. അടിപൊളി. അമ്മ പറഞ്ഞോ? എൻ്റെ വീട്ടിൽ പിന്നെ അമ്മ പറയാറില്ല, ഞാൻ ഈ വീട്ടിലെ ക്ലീനിങ്ങിൻ്റെ ആണ്. ക്ലീനിങ് ഇസ് മൈ ഫോർട്ടെ, അതെൻ്റെ സ്ട്രെങ്ത് ആണ്, ഞാൻ ആർക്കും വിട്ടു കൊടുക്കില്ല. India is the world's second most populous country and religiously, culturally and demographically diverse. എനിക്കൊരു പ്രശ്നമുണ്ട് ക്ലീനിൻ്റെ. ഞാൻ ലോസിഡ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, എനിക്ക് ഇച്ചിരി കമ്പൾസീവ് ഡിസോർഡർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് കുറച്ചെടുത്തു ഞാനിപ്പോൾ ഭയങ്കര ഇതായിട്ട്. ചിലരുടെ കാറിലൊക്കെ കയറുമ്പോൾ, അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറിൽ കയറുമ്പോഴേ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കോൺഷ്യസ് ആവും. ബിക്കോസ് ക്ലീൻ എന്തെങ്കിലും ഒരു കുപ്പിയോ അല്ലെങ്കിൽ റബ്ബിഷോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എനിക്ക് എപ്പോൾ ഡിസ്കംഫർട്ടാണ്, ഭയങ്കര ഇതാണ്. എൻ്റെ അവിടെ വർത്തമാനം പറയുന്നൊന്നും ശ്രദ്ധിക്കുക, അപ്പം മൊത്തം എന്നെ അതെടുത്ത് കളയണം. അപ്പം ഒരു ദിവസം എൻ്റെ അനിയത്തി അറിഞ്ഞുകൊണ്ട് ചെയ്തു, കാറിൽ അവൾ എന്ത് ചെയ്തു, കുറച്ച് പേപ്പറും മിഠായി കവറും ഒക്കെ എടുത്തിട്ടു അറിഞ്ഞുകൊണ്ട്. അന്ന് അവൾ സംസാരിക്കുക, എനിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് വെപ്രാളം. ഞാനാണെങ്കിൽ അവൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതിൻ്റെ കാലിൻ്റെ ഇടയിലൂടെ കൈയിട്ടിട്ട് ആ മിഠായി കവറൊക്കെ എടുക്കാൻ നമ്മൾ അവിടെ നിർത്തുന്നോ, അവളെന്നെ ഭയങ്കര ഭീഷണിപ്പെടുത്തി. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര ഉടക്കായി അന്നൊരു ദിവസം. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് കൂടുതലാണ്, അത് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദേശിച്ചു. അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ട്. ഇന്ത്യ ഇസ് ദി വേൾഡ് സെക്കൻഡ് മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ റിലീജിയസ്ലി, കൾച്ചറലി ആൻഡ് ഡെമോഗ്രാഫിക്കലി ഡൈവേഴ്സ്. യെസ്, വെരി ഗുഡ്. ആസ് എ പാർട്ട് ഓഫ് ശുചിത്വ Sagaram, yes. Sundarathiram, Kerala government decided to clean up plastic and waste materials in coastal areas. Great. Good morning, Anju. Good morning. The town's demographics suggest demographic എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. Suggest അവിടെ ഗോപിക demographic എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഇങ്ങനെ പറയുന്ന ഒരു പർട്ടിക്കുലർ സെഷൻ പറഞ്ഞല്ലേ. സോ യു ക്യാൻ നോട്ട് സേ ഗ്രൂപ്പ്സ് ഡെമോഗ്രഫിക്സ് പറയുമോ എന്ന് ചോദിച്ചാൽ ലെറ്റ് മീ സീ. അതിന് പ്ലൂറൽ ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ. അതിപ്പോൾ ഡെമോഗ്രഫിക്സ് ഇപ്പോൾ പ്ലൂറൽ സെൻസിലല്ലേ പറഞ്ഞേക്കണേ. ഞാൻ എൻ്റെ പ്ലൂറൽ ഉണ്ടോ നോക്കട്ടെ, ഉണ്ടോന്നൊന്ന് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഞാൻ അങ്ങനെ ഇല്ലെങ്കിലോ ലെറ്റ് മീ സീ. പറയാം ഡെമോഗ്രഫിക്സ് പറയാം കേട്ടോ. ഡേറ്റ എന്നൊരു അർത്ഥത്തിലാണ് അത് പറയുന്നത്. സജസ്റ്റ് ദാറ്റ് restaurant will do well here. There, all right, that's great. In order to achieve a goal, hard work is inevitable part in life. അല്ല പ്രവി is in വേണ്ട അവിടെ. In order to achieve our goal, hard work is inevitable part in our life എന്ന് കൊടുത്താൽ മതി കേട്ടോ. Anaka, good morning. Indian government should clean up existing social evils. Great. She went on grinding on her preparation in order to secure financial freedom. That's great. I'm going to clean up here this afternoon. That's great, Gopika. Great. എൻ്റെ പൊന്നെ രജനത്തിലോ സ്വച്ഛ് ഭാരത് മിഷൻ is help to അല്ല. സ്വച്ഛ് ഭാരത് മിഷൻ ഈസ് എ ഹെൽപ്പ്, ഒരു ഹെൽപ്പാണ്, ഒരു സഹായമാണ് ടു ക്ലീൻ അപ്പ് ദ സിറ്റീസ് കേട്ടോ. അവിടെ വെറും ഹെൽപ്പ് നീ കൊടുക്കരുത്. അവിടെ നമുക്കതിനെ കോമൺ നൗൺ ആയതുകൊണ്ട് അതിനെ എ എന്ന ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനെ സ്വച്ഛ് ഭാരത് മിഷൻ ഈസ് എ ഹെൽപ്പ് ടു ക്ലീൻ അപ്പ് ദ സിറ്റീസ് കൊടുക്കണം. ഓക്കെ, ഇറ്റ് ഈസ് നീഡ് ടു ക്ലീൻ അപ്പ് അവർ പൊളിറ്റിക്കൽ സിസ്റ്റം. യെസ്, ഇറ്റ് ഈസ് എ നീഡ്. നേരത്തെ ഇറ്റ് ഈസ് എ നീഡ്, ഒരു ആവശ്യമാണ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇതാക്കണേ. ഇപ്പം ഇതിനോട് പറഞ്ഞ പോലെ കേട്ടോ അഞ്ജു, ശ്രദ്ധിക്കണേ. I meditate in order to relax. That's great. Partiality often sets my sister apart. That's great. Triple meaning. Okay. Triple meaning ആണല്ലോ അല്ലേ, അത് കൊള്ളാം. Good morning, Veena. Good morning. Yes. He turned and looked at her. അടിപൊളി, അത് കൊള്ളാം. Mothers are cleaned up all household chores early morning. അനുപേ, grammatical mistakes. Mothers clean up സാധാരണ ചെയ്യുന്ന പരിപാടിയല്ലേ. അപ്പൊ എന്നെ കൊടുക്കണം mothers clean up all household chores early in the morning or in the early morning എന്ന് കൊടുത്താലും ഓക്കെയാണ്.
I watch editorial every day in order to improve vocabulary. That's great. Good for you. In order to preserve historical cities and monuments, certain demographic areas are prohibited from visiting. Yes. Nandisha, good morning. Suprabhadam. We will look at our books at the 11th hour of examination, even though the books plural, were in our custody for a long time. Books were in our custody for a long time. Keta Pravi, she wanted divorce from him who always lets her down. That's great. Okay. All right. Yes. Everyone is hardworking in order to get success. Yes, they are. He turned down my work. He turned down alla mole. He turns down singular alle here. Appa turns down kodukka allengil turned down കഴിഞ്ഞു reject ചെയ്തു. He turned down. Turned subject to singular എങ്കിൽ verb singular ആണ്. അത് ബേസിക് കാര്യം കേട്ടോ. നമ്മൾ കോൺകോഡിൽ ആദ്യം പഠിക്കേണ്ട കാര്യമാണ്. സബ്ജക്ട് ടു സിംഗുലർ എങ്കിൽ verb singular ആയിരിക്കണം. അപ്പോൾ he singular ആയതുകൊണ്ട് turns down കൊടുക്കാം. ഇല്ല past tense കൊടുത്തേ turn down കൊടുക്കുക കേട്ടോ. Students are set to tech fest activities. Yes, great. I looked at Anaga in Huntingal, but it turned out to be I'm in a wrong place. That's great. It turned out that I'm in a wrong place to be. I'm in a വേണ്ട. To be in a wrong place എന്ന് പറഞ്ഞു. എന്നാലും അവിടെ അങ്ങനെ കൊടുത്താൽ മതി. I let down my family when they face a huge financial crisis. അമലേ, oh my god, കുറ്റബോധം ഉണ്ടോടാ? ചുമ്മാ പറഞ്ഞ സെന്റൻസ് അല്ലേ. I set my best friend apart whenever he come to my house. അടിപൊളി, കൊള്ളാം. She had been let down badly in the past. All right, set apart good from bad. That is great. BJP partisans are in prospect of winning, but people let down in recent election. People let them down. People let them down. കേട്ടോ, let into objective ആണ് കേട്ടോ വിനു. I turned down the offer. Yes. In order to attain secularism, we need to turn down the caste and religion. Yes. Don't allow failures to let down you. Let down you alla Aishwarya. Let you down. Don't let me down എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കണം. Don't allow failures to let you down. Weather the storm and be happy. That's great. In order to achieve a healthy nature, we should clean up the environment in our vicinity. That's great. Yes. I asked him to turn down the heating. ഷമ്മാസ് നീ അവനെ ടാക്കോ അല്ലേ? അതിന്റെ ആവശ്യമില്ല. അടിപൊളി. In order to clean up the city, government initiated several schemes which mainly focus on young demographics. Yes. Don't turn down this year's SSC opportunity because this is the right time to get a job. Yes, it is. Adarshe pakka. Police looked at the evidence carefully. Let's set to do something. Okay, that's great. Let us set to our dreams. Okay. காலை வணக்கம். ஹாய், காலை வணக்கம். வணக்கம். நல்லா இருக்கியா? അടിപൊളി. The demographic of coastal region of Trivandrum is frustrated by the losses ആണെങ്കിൽ LOSSES ആ ജസ്റ്റിൻ നീ ആ പഴയ ജസ്റ്റിൻ തന്നെയാണോ? പഴയ നമ്മുടെ ജസ്റ്റിൻ ആണോ? long time no see. Frustrated by the losses. LOSSES ആണ് losses ആണെങ്കിൽ due to encroaching sea. മലയാളം ട്രാൻസ്ലേറ്റർ ആണോ? എൻ്റെ മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഗൂഗിളിൽ പോലും ആവില്ല. പിന്നെ അതാ ഞാനിപ്പോൾ ചിരിച്ചത്. We can turn down negative thoughts in our life. Yes. The verdict let people down. Yes. സ്ക്രൈബിന് വെച്ചോന്നു. സ്ക്രൈബിന് വെക്കാൻ ഇവൻ എന്ത് ക്വാളിറ്റി ആണോ ഉള്ളത്? നീ എന്നെ പറയുന്നത്. ടീച്ചർ ലുക്സ് അപ്പ് സ്റ്റുഡൻസ് ഇൻ എക്സാം ഹാൾ. യെസ് ആണ്. ഗ്രേറ്റ്. ലുക്സ് അറ്റ് അല്ലേ? എക്സാമിൻ്റെ സ്റ്റുഡൻസ് അല്ലേ? അപ്പം ലുക്സ് അറ്റ് വരും അവിടെ അല്ലേ? അതല്ലേ വേണ്ടത്? ഷൈനി അല്ലേ? നമുക്കതല്ലേ വേണ്ടേ? അടുത്ത സെറ്റിലോട്ട് പോകാം. നെക്സ്റ്റ് സെറ്റ് ഇസ് ടേൺ ഔട്ട്. ഇന്നലെയും പറഞ്ഞു ടേൺ ഔട്ട് അല്ലേ? അതേ സാധനം ഇന്നും ഉണ്ട്. ടേൺ ഔട്ട് ചെയ്യാൻ മീൻസ് ഹാപ്പൻ ഇൻ എ പെർട്ടിക്കുലർ വേ. ഇങ്ങനെ ഒരു അതിൽ റിസൾട്ട് ഇൻ എ പെർട്ടിക്കുലർ വേ, ഇന്ന രീതിയിലായി മാറാം. ബി ദിസ് റിസൾട്ട്, ഈ ഒരു പെർട്ടിക്കുലർ റിസൾട്ട് വരിക ഓർ ഇന്ന രീതിയിലായി മാറുക. ദാറ്റ് ഇസ് ടേൺ ഔട്ട്. ഞാൻ പറഞ്ഞില്ലേ ദ സെഷൻ ടേൺ ഔട്ട് വെൽ, അടിപൊളിയായിട്ട് നടന്നു എന്നൊക്കെ പറയില്ലേ? അത് ചിലപ്പോൾ അത് മോശമായി കടന്നെങ്കിൽ മോശമായിട്ട്. ദ സെഷൻ ടേൺ ഔട്ട് ടെറിബിളി. എൻ്റെ പൊന്നടാവേ സെഷൻ ഒന്നും പറയണ്ടായിരുന്നു. അങ്ങനെയും പറയാം. പിന്നെ ടേൺ ഔട്ടിന് ഒരു അർത്ഥമുണ്ട്, ലൈറ്റ് എക്സ്റ്റിങ്വിഷ് ചെയ്യാന്നൊരു അർത്ഥമുണ്ട്, ഓഫ് ആക്കുക എന്നുള്ള അർത്ഥം. പിന്നെ ബക്കിൾ അണ്ടർ സംതിങ്. ബക്കിൾ അണ്ടർ സംതിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാറുണ്ട് ബക്കിൾ അണ്ടർ പ്രഷർ, ഇതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. ബക്കിൾ അണ്ടർ സംതിങ് മീൻസ് ഡു സംതിങ് ഈവൻ ഇഫ് യു ഡോണ്ട് വോണ്ട് ടു. എനിക്ക് താല്പര്യമില്ല പക്ഷെ നിവൃത്തിയോടുകൊണ്ട് ചെയ്യുന്ന എന്നൊക്കെ പറയില്ലേ? ദാറ്റ് ഈസ് ബക്കിൾ അണ്ടർ സംതിങ്. I don't want to buckle under something. Buckle under this, buckle under pressure. I don't want to buckle under responsibility. I don't want to buckle under family pressure, something like that. എന്തു നിങ്ങൾക്ക് പറയാം? ബക്കിൾ എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ഭയങ്കര പ്രഷറിലാണ്. പുള്ളിക്ക് താല്പര്യമില്ല ലീഡർഷിപ്പിൽ നിൽക്കാനായിട്ട്, കോൺഗ്രസിന്റെ കാര്യം പറയുവാണെങ്കിൽ. പക്ഷേ he is buckling under pressure. That means he is doing something because even if he don't want to do it, എനിക്ക് താല്പര്യമില്ല എന്നാലും പ്രഷർ കാരണം നിൽക്കുന്ന ഒരു അവസ്ഥ. അതിനെപ്പറ്റിയാണ് ഇന്ന് ആർട്ടിക്കിൾ പറയുന്നത്. അതാണ് ഈ ബക്കിൾ അണ്ടർ സംതിങ് കേട്ടോ, ഓർത്തോണേ. അപ്പോൾ അടുത്ത് നോക്കിയേ, അറ്റ് ദ ഹെൽം. എന്താ അറ്റ് ദ ഹെൽം? അറ്റ് ദ ഹെൽം മീൻസ് ഇൻ ചാർജ് അല്ലെങ്കിൽ ഇൻ കൺട്രോൾ.
ഞാനാണ് നിയന്ത്രിക്കുന്നത് അല്ലെ, ലീഡർഷിപ്പിലുള്ളത് അറ്റ് ദ ഹെൽം. ഐ എം അറ്റ് ദ ഹെൽം ഓഫ് എഡിറ്റോറിയൽ സെഷൻ എന്ന് വെച്ചാൽ ഞാനാണ് എഡിറ്റോറിയൽ സെഷൻ ലീഡ് ചെയ്യുന്ന ആള്, ചാർജ് ചെയ്യുന്ന ആള് അല്ലെ. ഐ എം ഇൻ ചാർജ് ഓഫ് എഡിറ്റോറിയൽ സെഷൻസ് ലൈക്ക് ദാറ്റ് കേട്ടോ. ലെറ്റ് മീ സി അടുത്ത സെന്റൻസുകൾ നോക്കട്ടെ. ആസ് എ മാനേജർ ടേൺ ഡൗൺ ഹെർ പ്രസന്റേഷൻ ഷീ ലെറ്റ് ഡൗൺ. അല്ലല്ല, ആസ് എ മാനേജർ ടേൺ ഡൗൺ ഹെർ പ്രസന്റേഷൻ, അവളുടെ പ്രസന്റേഷൻ ടേൺ ഡൗൺ ചെയ്തപ്പോ ഷീ വാസ് ലെറ്റ് ഡൗൺ. കീർത്തി അവള് ഡിസപ്പോയിന്റഡ് ആയി, അങ്ങനെയല്ല ഉദ്ദേശിക്കുന്ന കീർത്തി. അപ്പോൾ അവരുടെ പാസീവ് കൊടുത്തേ ഷീ വാസ് ലെറ്റ് ഡൗൺ കൊടുക്കണം കേട്ടോ. പീപ്പിൾ ഹാവ് ടു ക്ലീൻ അപ്പ് ദെയർ മെസ്. യെസ് രാഹുലെ, യെസ് ഡെഫിനറ്റ്ലി. അസംബ്ലി ക്ലീൻസ് അപ്പ് എക്സിസ്റ്റിംഗ് തിങ്സ് ഇൻ ലോസ്. ഗ്രേറ്റ് ഗ്രേറ്റ്. യെസ് യെസ് യെസ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എംസിലം എന്താ പേരെന്താ ശരിക്കും? എനിക്ക് ആ പേര് പോലും വായിക്കാൻ പറ്റില്ല. ക്യാൻ യു ടെൽ മീ യുവർ പേര്, നെയിം? It turned out that she was a friend of my sister, and thank you so much. I'm really honored. I'm glad to help her. She was a friend of my sister. That is great, Gopika. Even though the proposal was good, the company turned out the proposal without any hesitation. All right. India may witness the highest ever voter turnout since independence in the ongoing elections. Yes. Chippini ilanjid njan annu എൻ്റെ പൊന്നടവ ഇല്ലാഞ്ഞിട്ട് ഞാൻ അന്ന് ഇവിടെ മലയാളം പറഞ്ഞു കൊടുക്കല്. എൻ്റെ പൊന്നെ, നിന്റെ മലയാളം നിർത്തിക്കോ, നിന്റെ കീബോർഡേ പ്രശ്ന. എൻ്റെ പൊന്നിനെ കൊയസ് സിനോണിം ആയിട്ട് യൂസ് ആക്കോ? ബക്കിൾ ഉണ്ട്. പറയാം. പ്രഷറൈസ് ആവുക, പറയാം. കൊയസ് ഉണ്ടടാ, പറയാം. കറക്റ്റ് ആണ്. Rintu ma'am's boisterous session turned out gloomy students to get up from their laziness. ആണോ? താങ്ക് യു. യെസ് വിനു, ഞാൻ വീണ്ടും ഉത്തരത്തിൽ കയറുന്ന തോന്നുന്നു കേട്ടോ. അനുപമ എസ് പുതിയ ആളാണോ? ഹായ്, ഹലോ, ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണല്ലോ. വെൽക്കം ടു ദ ക്ലബ്. He's beginning to buckle under the pressure of work. That's great. CEO is at the helm of company. That is great. Sometimes you have to buckle under unreal talks. It is so difficult to manage. Yes. My dream turn out real. Yes, that's great. My dream turn out real പറയണ്ട. My dream turn out to be real. My dream turned out to be real എന്ന് പറയണം കേട്ടോ. കാരണം റിയൽ അഡ്ജക്റ്റീവ് അല്ലേ, അഡ്ജക്റ്റീവിന് മുമ്പിൽ ഒരു വേർബ് നമുക്ക് കൊടുക്കണ്ടേ. അപ്പോൾ ടേൺ ഔട്ട് എങ്ങനെ ടേൺ ഔട്ട് ചെയ്തു? ടു ബി റിയൽ എന്നിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കാൻ കറക്റ്റ് ആവും. Yes, let me see. India's healthcare system is buckling as a record surge in COVID-19 cases puts pressure on hospital beds and drains oxygen supplies. Yes, I am buckle under അല്ല ലിൻഡോ. I am നമ്മൾ പ്രൈമറി ഓക്സിലറി പഠിച്ചപ്പോൾ ഞാൻ എന്നിട്ട് പറഞ്ഞു ബി ഫോർമുലേഷനോട് V1 വരുവോടാ? ബി ഫോർമുലേഷനോട് ഒരിക്കലും V1 വരില്ല. ബി ഫോർമുലേഷനോടെ V3 വരാൻ പാസീവായിട്ട്, അല്ലെങ്കിൽ ING ഫോം വരണം, V4 വരണം. I am buckling under എന്ത്? അണ്ടർ വാട്ട്? അണ്ടർ എന്ത് പറ? ഐ എം ബക്ലിംഗ് അണ്ടർ പ്രഷർ, ഐ എം ബക്ലിംഗ് അണ്ടർ റെസ്പോൺസിബിലിറ്റി, ഐ എം ബക്ലിംഗ് അണ്ടർ ബർഡൻ, ഐ എം ബക്ലിംഗ് അണ്ടർ സംതിങ്, വർക്ക്, trying to get government jobs, trying to കഴിഞ്ഞിട്ട് വേർബ് കൊടുക്കണം, trying to get government jobs due to my personal problems. അപ്പൊ ഇന്ന് അങ്ങനെ കൊടുക്കണം കേട്ടോ. അമൃത, good morning, welcome. Yesterday I told my parents that I can't buckle under the proposal you came up with. അടിപൊളി, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പറ്റത്തില്ല എനിക്കിന്നല്ലേ, എന്നെ കൂടെ പറ്റില്ല. Yes, sometimes buckle under relevant matters made perplexed us. ഗുരുദാസെ കുറച്ചായി വന്ന് അതിന്റെ കാണാനുണ്ട്. വെൽക്കം അഗൈൻ. സംടൈംസ് ബക്ലിംഗ് നീ കൊടുത്തേക്കുന്ന നൗണായിട്ട് കൊടുക്കുവാണെങ്കിൽ വേർബിനെ ഒരിക്കലും സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കത്തില്ല. വേർബിനെ എപ്പോഴാണ് സബ്ജക്റ്റ് ആയിട്ട് കൊടുക്കുക? ഇഫ് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ ജെറണ്ട്. എങ്ങനെ കൊടുക്കണം? സംടൈംസ് ബക്ലിംഗ് അണ്ടർ റെലവന്റ് മാറ്റേഴ്സ്. മേക്ക് സംടൈംസ് അല്ലടാ, മേക്സ് സാധാരണ ഇല്ലേ. അപ്പൊ മേക്ക് ഓർ പെർപ്ലെക്സസ് അത് മതി, കൺഫ്യൂസസ് അത് മതി. അവിടെ മേക്കും മെയ്ഡ് ഒന്നും വേണ്ട കേട്ടോ. സംടൈംസ് ബക്ലിംഗ് അണ്ടർ റെലവന്റ് മാറ്റേഴ്സ് പെർപ്ലെക്സസ് അത് മതി കേട്ടോ. പെർപ്ലെക്സസ് അത് കൊടുക്കണേ. Yeah, the ship's captain was at the helm. Yes, Rintu ma'am is at the helm of editorial sessions in Adda247. Yes, I am. Yeah, I didn't expect her to turn out as perfect as she did. That's great. Even though Governor is the head of state, but he's buckling under political pressure. Ardi never. Even though അതുപോലെ തന്നെ ഈവൻ ദോ, ഓൾ ദോ, അതിൻ്റെ കൂടെ ഒരിക്കലും ബട്ട് ഉപയോഗിക്കരുത്. ദാറ്റ് ഇസ് റോങ്. നിങ്ങൾ അവിടെ ഒരു കൺജങ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്, കോർഡിനേറ്റിംഗ് കൺജങ്ഷൻ അവിടെ കൊടുക്കണമെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ആൻഡ് ഇറ്റ് ഇസ് ഓൺലി യെറ്റ് മാത്രമേ കൊടുക്കത്തുള്ളൂ. എന്ത് കൊടുക്കണം? ഈവൻ ദ ഗവർണർ ഇസ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, ഹീസ് ബക്ലിംഗ് അണ്ടർ പ്രഷർ, പൊളിറ്റിക്കൽ പ്രഷർ എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. ഇനി ഇല്ലെങ്കിൽ ബട്ട് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് അവിടെ യെറ്റ് ആക്കുക. യെറ്റ് ഹീസ് ബക്ലിംഗ് അണ്ടർ പ്രഷർ. എന്നിട്ടും നീ ആസാനം കേട്ടോ. മൈ നെയിം ഇസ് കാശി. കാശി എന്നാണ് പേര്, അടിപൊളി പേര്, എനിക്ക് ഇഷ്ടപ്പെട്ടു. കാശിനാഥൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കാശി അടിപൊളി പേര്, കാശി. ഹായ് കാശി. ഐ വാസ് ബക്കിൾഡ് അപ്പ് വിത്ത് ന്യൂ വർക്ക്സ്. ഇല്ല, അതിലെ വർക്ക് എന്ന് പറയുന്നത് പണി, ജോലി ഈസ് അൺകൗണ്ടബിൾ ആണ്. ഒരിക്കലും വർക്ക്സ് എന്ന് പറയരുത്, വർക്ക് എന്ന് പറയണം കേട്ടോ.
ബിക്കോസ് എന്താണ് നമ്മുടെ ജോലി എന്ന് പറയുന്നത് ഒരു അൺകൗണ്ടബിൾ ആണ്, എണ്ണാൻ പറ്റത്തില്ല. എത്ര ജോലി ഉണ്ടെന്ന് ചോദിക്കുമോ, എത്ര എണ്ണം പറയുമോ? ഇല്ല. നമ്മളങ്ങനെ പറയണം, എണ്ണി നോക്കണം അല്ലേ? എണ്ണി നോക്കുക വർക്ക് ഇല്ല. വർക്ക് നമ്മളെപ്പോഴും എന്താ പറയുക, യോ എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ടെന്നല്ലേ പറയാം മലയാളത്തിൽ പോലും. സോ ദാറ്റ്സ് ഇറ്റ് കേട്ടോ, അത് ഓർക്കുക. പിന്നെ ഏതാണ് നോക്കട്ടെ. My mother is at the helm of my house. That's great, Arya. Virat Kohli's form is buckling under pressure. That's great. When she buckled under her family situation, her marriage turned out എങ്ങനെ അമലെ? turned out well or turned out terrible? എന്താണ് കൊടുക്കേണ്ടത് അവിടെ? ഒബ്ജക്റ്റ് അല്ല, എങ്ങനെ ടേൺ ഔട്ട് ചെയ്തു. യു ക്യാൻ ഗിവ് അഡ്ജക്റ്റീവ് കൊടുക്കും കേട്ടോ. അഡ്ജക്റ്റീവ് കൊടുത്താൽ സെറ്റ് ആവും. ഓക്കെ, ടേൺ ഔട്ട് സ്മോൾ കിഡ്സ് ആർ ടേൺ ഔട്ട് സ്മോൾ കിഡ്സോ? രാഹുൽ ടേൺ ഔട്ട് സ്മോൾ കിഡ്സ് പറയില്ലടാ, അത് പറയില്ല. ടേൺ ഔട്ട് ഇതിൽ ടേൺ എന്താ? വേർബ് അല്ലേടാ, വേർബ് അല്ലേ? അപ്പൊ വേർബ് വെച്ച് സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യില്ല. ഇങ്ങനെ കൊടുത്തോ, ടേണിംഗ് ഔട്ട് സ്മോൾ കിഡ്സ് ആർ ബക്ലിംഗ് അണ്ടർ. അവിടെയും പ്രശ്നമാണല്ലോ, അല്ലല്ല അത് പണിയാണല്ലോ, സെന്റൻസ് മൊത്തം പ്രശ്നമാണ്. അങ്ങനെ പറ്റില്ല. ബക്ലിംഗ് ഇങ്ങനെ പറയാം, സ്കൂൾ കിഡ്സ് ആർ ബക്ലിംഗ് അണ്ടർ പേരൻസ് പ്രഷർ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ അല്ലെങ്കിൽ മൊത്തത്തിൽ സെന്റൻസിന്റെ പ്രശ്നമായി. യങ് ഗേൾ is buckled under the pressure of marriage proposals. Yes, കൊള്ളാം. Following the demise of the team under ഹിയോ അല്ലല്ല, following the demise of the team team leader അല്ല, അണ്ടർ ഞാൻ വായിച്ചത്, സോറി. Following the demise of the team leader, ഇവിടെ ഒരു കോമ ഇട്ട് കൊടുക്കണേ. ജോർജ് ഇല്ലാത്ത ഭാഗ്യം, ജോർജ് ഇപ്പോൾ ഓടിച്ചാണ്. ടീം ലീഡർ ഹി വാസ് ഫോഴ്സ്ഡ് ടു ബി അറ്റ് ദ ഹെൽം ഓഫ് ദ ടീം. ദാറ്റ്സ് ഗ്രേറ്റ്. ജോമി, പണിയൊക്കെ തീർന്നോ? ഗുഡ് മോർണിംഗ്. സംടൈംസ് ബക്ലിംഗ് അണ്ടർ റെലവന്റ് മാറ്റർ പെർപ്ലെക്സസ് അസ് നമ്മളെ. പെർപ്ലെക്സ് വേർബ് ട്രാൻസിറ്റീവ് ഒബ്ജക്റ്റ് കൊടുക്കടാ. ഷീസ് അറ്റ് ദ ഹെൽം ഓഫ് ഓഫീസ്. എടാ ഇല്ലടാ റജിന, ആ പാട്ട് പാടാൻ ഞാൻ. എടാ നീ നമ്മുടെ കാശി, ഇതിപ്പോ വേറെ ഇതിൽ കയറിയോ? നീ കൊള്ളാലോ, ആ കാശി തന്നെ അല്ലേ? ഇപ്പൊ രാവിലെ ചായ കുടിച്ച കാശി അല്ലേ? ഓ ശരി, കാശി, എൻ്റെ കാശി, കൊള്ളാം. ഓക്കെ, അപ്പം എന്താ പറഞ്ഞേ, റജിനെ നമ്മുടെ പാട്ട് കേൾക്കാനുള്ള സമയം കിട്ടില്ല. ഞാൻ എങ്ങനെ എല്ലാ ദിവസവും യൂട്യൂബ് കാണുന്നില്ലേ? രാവിലെ യൂട്യൂബ്, വൈകുന്നേരം യൂട്യൂബിൽ ഒരു സെഷൻ, പിന്നെ രാത്രി യൂട്യൂബിൽ സെഷൻ. അതുകൊണ്ട് വേണ്ടത് എന്താ അല്ലേ? അതെ, അയ്യോ അത് തന്നെ ശ്രീദേവി, എൻ്റെ ഉള്ള ഗായിക ഉണരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് നാക്കടച്ചത്. ഡ്യൂറിംഗ് സ്കൂൾ ടൈം റിന്റു മിസ് വാസ് അറ്റ് ദ ഹെൽം ഓഫ് എ ക്ലാസ്. എപ്പോഴൊന്നുമില്ല, എന്നാലും കുറച്ച് അല്ലേ? യെസ്, UN chief calls on India to be at the helm of global leadership on climate action. That's great. Students, those who are writing board exams, buckle under pressure. Buckle under pressure അല്ല, students who are അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? who are writing board exams. buckle under pressure പറയുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ? Do it. Yes, that's right. തെറ്റൊന്നുമില്ല. It's my duty not to let my parents down. കൊള്ളാലോ. That's it. She buckled under marriage even though she wasn't ready for it. All right. മറന്നു പോയോ? നോട്ട് മറന്ന്. എൻ്റെ പിന്നെ അവനെ തിരുത്താൻ പോലെ എൻ്റെ ലിൻഡോ. റെജിനെ തിരുത്തരുതേ, അവൻ്റെ കീബോർഡേ പ്രശ്നമാണ്. യെസ്, ദ ജോബ് ടേൺ ഔട്ട് ടു ബി ഹാർഡർ ദാൻ വി തോട്ട്. ഓൾ റൈറ്റ് ദിനിൽ, ദാറ്റ്സ് ഗ്രേറ്റ്. കുറെ ആയാലോടെ നിന്നെ ലൈവിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ കാണാറുള്ളൂ. ഇന്ന് രാത്രി കണ്ടായിരുന്നു ഞാൻ, അല്ലാതെ ലൈവിൽ കാണുന്നില്ലല്ലോ. എന്നാ പറ്റി? കുറെ ആയി ഇപ്പോൾ കണ്ടിട്ട്. ഇന്നലെ നമ്മൾ ക്ലാസ് കണ്ടു ഒബ്വിയസ്ലി, അല്ലാതെ കണ്ടില്ല നിന്നെ. അതായത് നമ്മുടെ റെഗുലർ സെഷനിൽ കാണുന്നില്ല. ടേക്ക് ഓവർ അറ്റ് ദ ഹെൽം സിനോണിം വരുമോ? ഇല്ലില്ല, ടേക്ക് ഓവർ വരില്ല. ടേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി അല്ലേ? റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ആൻഡ് ഇൻ ചാർജ് ഇസ് ഡിഫറെന്റ്. അതറിയാം. യെസ്, ഹൈക്കോർട്ട് ട്രാൻസ്ലേറ്ററിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് അനുശ്രീ? ഹൈക്കോർട്ട് ട്രാൻസ്ലേഷൻ ആവണമെങ്കിൽ അനുശ്രീ അറിയേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു ഡിഗ്രി ഹോൾഡർ ആയിരിക്കണം. ദാറ്റ്സ് ഇറ്റ്, വേറെ ഒന്നും വേണ്ട. ഒരു ഡിഗ്രി, ഏതെങ്കിലും ഒരു ഡിഗ്രി കേട്ടോ. യെസ്, ഞാൻ രണ്ടിനും ഉണ്ടെന്നോ? നീ 2 ഫോണിൽ നിന്നാണ് കയറുന്നത്. എൻ്റെ പൊന്നടാവേ, കൊള്ളാലോ. ഈവൻ ദോ ഹി ഡിഡ്ന്റ് പുട്ട് ഹിസ് ഹോൾസം എഫേർട്ട് ഫോർ ദ പ്രസന്റേഷൻ, ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി പെർഫെക്റ്റ്. ദാറ്റ്സ് ഗ്രേറ്റ് ഉമ, ദാറ്റ്സ് ഗ്രേറ്റ്. അടനോട് പറ, കടുവണ്ട വെക്കാം, പറയാം അടവെക്കാം. എൻ്റെ പൊന്നെ, അവൻ്റെ മലയാളം. യെസ്, പാടാലോ? ഞാൻ പാട്ട് കേൾക്കാൻ വേണ്ടി ഞാൻ ഈ ലൈവിൽ വരുന്നത്. പാട്ട് കേൾക്കാനാണോ വരുന്നത്? കേപ്പിക്കുട്ടൻ, നീ പാട്ട് കേൾക്കാൻ വേണ്ടിയാണോ ലൈവ് വന്നത്? ഞാൻ പാട്ട് പഠിക്കുന്ന അവസാനം അവർ എഡിറ്റോറിയൽ പാട്ടല്ലേ, അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ എഡിറ്റോറിയൽ വേണ്ടെന്ന് പറഞ്ഞാലോ? എൻ്റെ പൊന്നെ, പിന്നെ എനിക്ക് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ പീപ്പിൾ, യു ആർ വാച്ചിങ് എഡിറ്റോറിയൽ സെഷൻ ഫ്രം Adda247 മലയാളം. എൻ്റെ പേര് റിന്റു സെബാസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വൊക്കാബുലറി ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ഇടുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അപ്പൊ നമുക്ക് മറ്റു വേർഡ്സിലോട്ട് പോകാം. 17% ഡിസ്കൗണ്ട് നമ്മുടെ കോഴ്സുകൾക്കുള്ളവരെ മറക്കണ്ട. കൂപ്പൺ കോഡ് അറിയാലോ, Y314. Y314 കോഡ് ഉപയോഗിക്കാം. നമ്മുടെ കോഴ്സുകൾ ഒരുപടി ഉണ്ട്. നിങ്ങൾക്ക് നമുക്ക് സ്റ്റെനോ വിളിച്ചു അങ്ങ് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എക്സാം എന്തായാലും പുറപോലെ നടക്കും. SSC, CGL, CHSL, MTSന് വേണ്ടി നമ്മൾ കംപ്ലീറ്റ് ഒരു പ്രിപ്പറേഷൻ ബാച്ച്, 5 മാസത്തെ ബാച്ച് ഉണ്ട്. താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ജോയിൻ ചെയ്യുക. ജൂലൈ 1 തുടങ്ങിയതാണ്. ലൈവ് ഉണ്ട്, റെക്കോർഡുണ്ട്.
കുറേ ആയിട്ടില്ല. കാരണം വെച്ചാൽ ആഴ്ചയിൽ 4 ദിവസമേ ക്ലാസ് ഉള്ളൂ. തിങ്കൾ, ബുധൻ, വെള്ളി ആൻഡ് ശനി. അപ്പോൾ ധൈര്യമായിട്ട് വന്ന് ജോയിൻ ചെയ്യുക. 2300 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ കൂപ്പൺ കോഡ് മറക്കണ്ട, Y314, Y314. അതിൻ്റെ ഇടയ്ക്ക് നെറ്റ് ഒന്ന് പണി തന്നല്ലേ, ചെറുതായിട്ട് നെറ്റ് ഒന്ന് പണി തന്നു. ബട്ട് ഐ എം ബാക്ക്, ഐ ഗസ്. തിരിച്ചു വന്നല്ലോ ഞാൻ, ബഫറിങ് തിരിച്ചു പോയല്ലോ അല്ലേ. ഇതാണ് ഈ പ്രശ്നം. ഈ നെറ്റന്മാരെന്ന് ഞാൻ വിളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട്. ഉണ്ടാക്കണം ഞാൻ അല്ലേ, ഒടക്കണം, ഞാൻ മൊട്ട കാണിക്കണം. എന്താ ചെയ്യുക? മൂവിങ് ഓൺ ടു ദ വേർഡ്സ്. അപ്പൊ മാൻഡേറ്ററി എന്ന വേർഡ് നമുക്ക് ആദ്യം പഠിക്കാം. മാൻഡേറ്ററി എന്ന വേർഡ് ഇന്നലെയും പഠിച്ചു, ഇന്നും പഠിക്കാൻ പോവാണ്. ഒബ്ലിഗേറ്ററി, കമ്പൽസറി, ബൈൻഡിങ് അല്ലെങ്കിൽ റിക്വയർഡ്. നോക്കണം കേട്ടോ. ദാറ്റ്സ് മാൻഡേറ്ററി, നിർബന്ധമാണ് എന്ന് നമ്മൾ പറയും. അടുത്ത റിലേറ്റീവ്ലി. എന്താ റിലേറ്റീവ്ലി? റിലേറ്റീവ്ലി എന്ന് പറയുന്ന അഡ്വേർബ് ആണ്. അതിന്റെ അർത്ഥം ഇതാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നലെയാണോ മിനിയാണോ എന്നാ ഞാൻ പറഞ്ഞത്. റിലേറ്റീവ്ലി എന്ന് പറയുന്നത് ഓൾറെഡി കമ്പാരറ്റീവ് സെൻസ് വരുന്ന സാധനം. അപ്പോൾ റിലേറ്റീവ്ലി ഒരിക്കലും കമ്പാരറ്റീവ് ഡിഗ്രി ഉപയോഗിക്കരുത്, അത് ഡബിൾ കമ്പാരിസൺ ആയിപ്പോയും. അപ്പോൾ റിലേറ്റീവ്ലി എന്ന വാക്കിന്റെ അർത്ഥം കമ്പാരറ്റീവ്ലി, പ്രൊപ്പോർഷനേറ്റ്ലി, ക്വയറ്റ്, ഫെയർലി എന്നൊക്കെ പറയുന്ന സാധനമാണ്. റിലേറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ക്വയറ്റ്, ഫെയർലി അല്ലെങ്കിൽ പ്രൊപ്പോർഷനേറ്റ്ലി, കമ്പാരറ്റീവ്ലി എന്നൊക്കെയാണ് കേട്ടോ അർത്ഥം. നോക്കട്ടെ, സെന്റൻസ് നോക്കട്ടെ. ദിസ് മോർണിംഗ് ഐ ക്ലീൻഡ് അപ്പ് മൈ ഡ്യൂട്ടി, ദാറ്റ് ഇസ് ഗ്രേറ്റ്. ഇന്നലത്തെ വൈറ്റസ് നല്ലതായിരുന്നു. 8:30 PM സെഷൻ, താങ്ക് യു. ക്ലാസ് കഴിഞ്ഞ് പറയാൻ പറ്റിയില്ല, സാരമില്ല, ഇറ്റ്സ് ഓക്കെ. എപ്പോൾ നിങ്ങൾ പറഞ്ഞാലും ഇറ്റ്സ് ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര കോമ്പിനേഷനാണ്. ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതുകൊണ്ട് അപ്പോൾ സാർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നമുക്കൊരു ഡ്യുവൽ സെഷൻ ചെയ്താലോ. ഞാൻ പറഞ്ഞു പിന്നെന്താ, ഞങ്ങൾക്ക് അറിയാതെ ക്ലിക്ക് ചെയ്യുന്നു. കാരണം ഞങ്ങൾ എങ്ങനെയാണോ സാധാരണ സംസാരിക്കുക അതായിരുന്നു ഇന്നലെ നിങ്ങൾ ആ സെഷനിൽ കണ്ടത്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് ആ ഒരു വൈബ് കിട്ടിയത്. നോട്ട് എഴുതണ്ടേന്നോ? ഓ, നോട്ട് എഴുതണ്ടേ? ഓ, അതിന് വേണ്ടിയിട്ടാണോ നീ രണ്ടിൽ നിന്ന് കയറിയത്? ഓ, മിടുക്കനാണല്ലോ കാശി. ഐ എം അറ്റ് ദ ഹെൽം ഓഫ് മൈ ഹൗസ് ബിക്കോസ് മൈ മോം ഇസ് ബക്കിൾ അണ്ടർ സം ഒഫീഷ്യൽ പ്രോബ്ലംസ്. അല്ലല്ല, മൈ മോം ഇസ് ബക്ലിംഗ്. അവിടെ ബക്ലിംഗ് കൊടുക്കും കേട്ടോ ആര്യ. കാരണം ഈസിന്റെ കൂടെ, അതായത് ബി ഫോർമുലേഷനോട് ഒരിക്കലും നമ്മൾ V1 കൊടുക്കില്ല. മൈ മോം ഇസ് അറ്റ് ദ ഹെൽം ഓഫ് മൈ ഹൗസ് ബിക്കോസ്, ഐ എം അറ്റ് ദ ഹെൽം ഓഫ് മൈ ഹൗസ് ബിക്കോസ് മൈ മോം ഇസ് ബക്ലിംഗ് അണ്ടർ സം ഒഫീഷ്യൽ പ്രോബ്ലംസ്. വ്യൂ കൂട്ടാൻ വീട്ടിലെ എല്ലാ ഫോണിലും തുറന്നു വെച്ചിരിക്കും. അയ്യോ അല്ലേ, അയ്യോ ഞാൻ വ്യൂ കൂട്ടാൻ വേണ്ടി പറഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അവൻ അറിഞ്ഞുകൊണ്ട് കയറിയത്, ഞാൻ അറിഞ്ഞു പോലും ഇല്ല. രാഹുൽ 2 ഫോണും മിസ്സിന്റെ സൗണ്ട് 4Dയിൽ കേൾക്കാലോ. ഓ അങ്ങനെ, അത് കൊള്ളാം. ഓക്കെ അല്ലേ. റെജിൻ ജോലിക്കൊക്കെ പോയി കാണും. അവൻ ടോയ്ലറ്റിലിരുന്നായിരിക്കും കാണുന്നത്. എന്താ ചെയ്യാ. LIC അപ്ലിക്കേഷൻ കൊടുക്കേണ്ട ഡേറ്റ് വന്നിട്ടുണ്ടല്ലോ. വന്നില്ലേ? 25-ാം തീയതി ആണല്ലോടാ ലാസ്റ്റ് ഡേറ്റ്. ഇന്നാണല്ലോ ലാസ്റ്റ് ഡേറ്റ് വരേണ്ടത്. വന്നിട്ടില്ല. ഞാൻ ചെക്ക് ചെയ്യട്ടെ. ഞാൻ കവി മിസ്സിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിക്കാം. ഞാനിങ്ങനെ അപ്ലൈ ചെയ്യുന്നല്ലോ, നിനക്കറിയാലോ. നോക്കട്ടെ. ഇത് പറയാട്ടോ വിനു, ഇന്ന് ഞാൻ പറയാം. ഈ ചെങ്ങായി വന്നില്ലേ, പ്രശ്നമുള്ളൂ. ഓ, നിന്റെ മലയാളം എനിക്കിത് പറ്റുന്നില്ല കേട്ടാ. ഹി ഈവൻ മാനേജ് ടു കോയേഴ്സ് ദ ചിൽഡ്രൻ ഇൻ ടു ഡൂയിങ് ദ ഡിഷസ്. അത് കൊള്ളാം. ഡു ദ ഡിഷസ് അല്ലേ, പാത്രം കഴിയൊക്കെ പിള്ളേരെ അല്ലേ, അത് കൊള്ളാം. ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ഓൺ. അടുത്ത് നോക്കിയേ, അടുത്തൊരു വാക്ക് നിങ്ങൾ കണ്ടോ. നമ്മൾ ടേൺ ഔട്ട് ഫ്രേസൽ വെർബ് കണ്ടില്ലേ. ടേൺ ഔട്ട് ഒരു നൗൺ ഉണ്ട്. വാട്ട് ഇസ് ദ ടേൺ ഔട്ട് ഓഫ് ദ കമ്പനി? വാട്ട് ഇസ് ദ ടേൺ ഔട്ട് ഓഫ് ദ മീറ്റിംഗ്? ടേൺ ഔട്ട് എന്താ? അറ്റൻഡൻസ്. എത്ര പേര്, ദ നമ്പർ ഓഫ് പീപ്പിൾ ഗ്യാതേർഡ് ഫോർ എൻ ഈവന്റ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ടേൺ ഔട്ട്. എഴുതി വെച്ചോണേ ഇതൊന്ന്. ഇങ്ങനെയും കൂടി ഇത് ടേൺ ഔട്ട് എന്ന് പറയുന്നത് ഒരു നൗൺ ഉണ്ട്. ദ നമ്പർ ഓഫ് പീപ്പിൾ, അതായത് അറ്റൻഡൻസ് അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് പീപ്പിൾ. ഓഡിയൻസ് എത്ര വന്നു, ദ നമ്പർ ഓഫ് പീപ്പിൾ. വൺ വേർഡ് ഒക്കെ ചോദിച്ചാൽ ഓർക്കണം, അറ്റൻഡഡ് എ മീറ്റിംഗ്. അറ്റൻഡഡ് അൻ ഈവന്റ്. ഒരു ഈവന്റ് അറ്റൻഡ് ചെയ്ത ആൾക്കാർ എത്ര ഉണ്ട് എന്നുള്ള എണ്ണത്തിന് പറയുന്ന പേരാണ് ടേൺ ഔട്ട്. വാട്ട് ഇസ് ദ ടേൺ ഔട്ട് ഓഫ് ദി മീറ്റിംഗ് എന്നൊക്കെ പറയാം കേട്ടോ. യെസ്, someone would have turned out other hand അല്ലല്ല, അതർവൈസ് ആയിരിക്കും. a few can be rectified in the light of someone. എടാ, അതർ ഹാൻഡ് പറ്റില്ല, ഓൺ ദ അതർ ഹാൻഡ് ആണ്. ഓക്കെ ആണ്. someone would have turned out on the other hand എന്ന് പറയണം കേട്ടോ. വിദാസേ, ഡേറ്റ് വിൽ ബി നോട്ടിഫൈഡ് എന്നാ കാണിക്കുന്നത്. ആണോ? അപ്പം മാറ്റി വെച്ചു കാണും ചിലപ്പോൾ ഡേറ്റ്. അങ്ങനെയാണെങ്കിൽ ഡേറ്റ് മാറ്റി വെച്ചെന്നാണ് എനിക്ക് തോന്നുന്നതിനും. ഞാനൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ, ഉറപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, നോക്കാതെ പറഞ്ഞിട്ട് ശരിയാവത്തില്ല. ഞാൻ നോക്കിയിട്ട് പറയാം. ദ കോൺസേർട്ട് അട്രാക്റ്റഡ് എ ലാർജ് ടേൺ ഔട്ട്. That's great, Gopika. The band made the turnout groove with its funky pop music. അവിടെ ഇറ്റ്സിലല്ലേ ഉമ, ഇന്നാളെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ ഒരു വിശ്വാസം. ഇറ്റ് എന്ന് പറയുന്നത് ഈ ഇറ്റ്സ് ആണ് ഉമ അവിടെ ഉപയോഗിക്കേണ്ടത്. പൊസസീവ്. കാരണം പൊസസീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പോപ്പ് മ്യൂസിക്, അതിൻ്റെ ഫങ്കി മ്യൂസിക് എന്നല്ലേ ഇപ്പോൾ ഉമ ഉപയോഗിച്ചേ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉമ ഇട്ടേക്കണം ഇങ്ങനെയാ, അപ്പസ്ട്രോഫി ഇട്ടേക്കുന്നത്. അപ്പസ്ട്രോഫി ഇടുമ്പോൾ അതിന് 3 മീനിങ് ഉണ്ട്. ഇറ്റ് ഈസ് എന്ന് പറയാം, കോൺട്രാക്റ്റഡ് ഫോം ഓഫ് ഇറ്റ് ഈസ്. ഇറ്റ് വാസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇറ്റ് ഹാസ് എന്ന് പറയാം. അക്കോർഡിംഗ് ടു ദി വേർബ് ദാറ്റ് വി യൂസ്. അതിന് ശേഷം വരുന്നതനുസരിച്ച് ഹാസ് ആണോ, വാസ് ആണോ, വേർ ആണോ, ഐ മീൻ ഈസ് ആണോ എന്നൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെയാണ് എന്ന് പറയാം. അപ്പം ഈ ഉമ്മ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഇറ്റ്സ് എന്ന് പറയുന്ന പോസസീവ് കേസാണ്. ഒന്ന് ശ്രദ്ധിച്ചോണേ. ഇറ്റ് ഈസ് മാൻഡേറ്ററി ടു റിലേറ്റീവ്ലി ഷെയർ ഫുഡ്, അതർവൈസ് കൊയർഷൻ ഓഫ് ടേൺ ഔട്ട് ഈസ് അണ്ടർ കൊയേഴ്സ്. അണ്ടർ കൊയേഴ്സ് അല്ലടാ, അതിലെ അണ്ടർ കൊയേർഷൻ. കൊയേഴ്സിന്റെ നൗൺ എന്നാ? കൊയേഴ്സിന്റെ നൗൺ എന്താ? കൊയേർഷൻ. നൗൺ കൊടുത്തോ നീ.
അണ്ടർ എന്ന് പറഞ്ഞ പ്രിപ്പോസിഷൻ, ആ പ്രിപ്പോസിന് ശേഷം ഒബ്ജക്റ്റാണ് വേണ്ടത്. വെർബ് ഒരിക്കലും ഒബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കത്തില്ല. ഒബ്ജക്റ്റ് ആയിട്ട് നൗണിനെയോ പ്രൊനൗണിനെയോ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ ആണല്ലോ? എല്ലാവരും അക്കാര്യത്തിൽ ഡൗട്ടൊന്നുമില്ലല്ലോ? നമുക്ക് അടുത്ത ദിവസം അതുപോലെ സെഷൻ ഞാൻ ഡ്യുവൽ സെഷൻ ചെയ്ത് തരാം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങൾ ഓൾറെഡി ഇത് പ്ലാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മോക്ക് ടെസ്റ്റ്, കുറച്ച് ക്വസ്റ്റൻ അധികം തരാം. അപ്പം കുറച്ച് തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ ക്ലാസ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാനും പറ്റും, പഠിക്കാനും പറ്റും. പഠിത്തങ്ങ് പോട്ടെ അല്ലേ? നമുക്ക് അങ്ങനെ പോകാം. യെസ്, അടുത്ത് നോക്കട്ടെ. സീറ്റ് ബെൽറ്റ് ആർ അല്ല മിഥുനെ, സീറ്റ് ബെൽറ്റ്സ്. സിംഗുലർ ആണെങ്കിൽ സീറ്റ് ബെൽറ്റ് എന്നല്ലേ നീ പറഞ്ഞേക്കുന്നത്? സീറ്റ് ബെൽറ്റ്സ് ആണ് അല്ലേ? പ്ലൂറൽ കൊടുക്കുക. സീറ്റ് ബെൽറ്റ്സ് ആർ മാൻഡേറ്ററി ഫോർ പാസഞ്ചേഴ്സ്, അങ്ങനെ കൊടുക്കണേ. അടുത്ത് നോക്കിയേ, കൊഹിഷൻ. എന്താ കൊഹിഷന്റെ അർത്ഥം? കൊഹിഷൻ മീൻസ് യൂണിറ്റി. കൊഹിസീവ് എന്നൊക്കെ നമ്മൾ പറയില്ല, കൊഹിസീവ് ഡിവൈസസ്. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടുണ്ട്. കൊഹിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടോ? കൊഹിസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? കൊഹിഷനിലെ കൊഹിസീവ് ഡിവൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പൈനിങ് എന്നർത്ഥം, അഡ്ജക്റ്റീവ് ആണ് അല്ലേ? അപ്പോൾ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നൗണാണ്. എന്താണ് കൊഹിഷൻ എന്ന് പറയുന്ന നൗണുമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ഉപയോഗിക്കാൻ പറ്റും? അത് കൊഹിസീവ് എന്ന് പറഞ്ഞാൽ കൊഹിസീവ് ഡിവൈസസിലെ അഡ്ജക്റ്റീവ് ആണ്. കൊഹിഷൻ നൗൺ ആണ്. അപ്പോൾ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി അല്ലെങ്കിൽ ടുഗെദർനെസ്, ബോണ്ട്, സോളിഡാരിറ്റി എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. കൊയേഴ്സ് എന്ന് പറഞ്ഞ് പ്രഷറൈസ്. ഇപ്പോൾ നേരത്തെ നമ്മുടെ ബക്കിളുണ്ട് പ്രഷർ എന്ന് പറഞ്ഞിട്ടിപ്പോൾ, അല്ല ബക്കിളുണ്ട് സംതിങ് എന്ന് പറഞ്ഞപ്പോൾ വിനു പറഞ്ഞില്ലേ കൊയേഴ്സ് എന്ന മീനിങ് കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ ഞാൻ ഉണ്ട് പറഞ്ഞില്ലേ? ആണ്. പ്രഷറൈസ് ചെയ്യുക, കൺസ്ട്രെയിൻ ചെയ്യുക, നിർബന്ധിക്കുക, ഫോഴ്സ് ചെയ്യുക, കമ്പൽ ചെയ്യുക, ത്രെറ്റൻ ചെയ്യുക എന്നൊക്കെ. സാഹചര്യം എല്ലാം അല്ലെ ത്രെറ്റൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞത്. Okay, now, question between them made them unique. That is great. The turnout in yesterday's seminar session let the teacher down. All right. Even though there is mandatory laws, alla pravi. Laws എന്ന് പറഞ്ഞ പ്ലൂറല, അതാണ് അവിടുത്തെ സബ്ജക്ട്. there adverb അല്ലേ? സബ്ജക്ട് there അല്ലല്ലോ, മാൻഡേറ്ററി ലോസ് അല്ലേ? അപ്പം even though there are mandatory laws, സബ്ജക്ട് അനുസരിച്ച് വേർബ് കൊടുക്കണേ. ഇത് ഇൻവേർട്ടഡ് സബ്ജക്റ്റിന്റെ എക്സാമ്പിളാണ്. Even though there are mandatory laws, no one is ready to obey the laws. അന്ന് കൊടുക്കാം കേട്ടോ. Cohesion is strength, unity is strength അല്ലേ നന്ദിഷ? Yes. Procedure was quick, relatively speaking. ഓക്കെ, അത് എവിടെ കൊടുക്കണം എന്നറിയോ? അപ്പൊ അത് തുടക്കത്തിൽ കൊടുക്കണം. അങ്ങനെ കൊടുക്കണേ ഗോപിക. എങ്ങനെ കൊടുക്കണം? റിലേറ്റീവ്ലി സ്പീക്കിംഗ് കോമ, അതൊരു ഫ്രേസാ. റിലേറ്റീവ്ലി സ്പീക്കിംഗ് കോമ the procedure was quick എന്ന് കൊടുക്കാം. According to the Congress party, it is mandatory to have a strong president at the top before the 2024 election. സത്യം ആണ്. അത് കോൺഗ്രസ് പാർട്ടിയല്ല, നമ്മളും വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ഇല്ലെങ്കിൽ ഇന്ത്യ വിൽ നോട്ട് ഡെവലപ്പ്. ഇന്ത്യയുടെ അവസ്ഥ അത് അല്ലേ? ആകപ്പാട് അവസ്ഥയോ അത് വേണം അല്ലേ? വേണം. യെസ്. Cohesion and diversity, yes. Diversity, yes. Even though rules and regulations are mandatory, yet it is relatively followed by small number of people. Are the opposite? Even though yet, yes. Cohesion of people and government is essential to overcome the optimal situation. Great. Cohesion in the family is an inevitable part to lead a good life. Yes. Cohesion of traders and exporters definitely paved the way to a strong economic sector. Yes. Endo? കളർ കോമ്പിനേഷൻ കൊള്ളാന്നല്ലേ? അടിപൊളി റെജിന. ഞാൻ വിചാരിച്ചു എന്ത് എന്ന് വിചാരിച്ചു. ഓ അടിപൊളി. പെട്ടെന്ന് ചോദിച്ചു നീ എന്ത് സെന്റൻസ് ഇതെന്ന് ഓർത്തു. കൊള്ളാം അല്ലേ? എന്താ അല്ലേ? അവിചാരിതമായിട്ട് വന്നു പോയതാടാ. എന്ത് ചെയ്യാനാ? വി നീഡ് ടു ലുക്ക് അഹെഡ് അറ്റ് ബിൽഡിംഗ് സോഷ്യൽ cohesion. Yes. Having been coerced, we should be cohesive. Yes. Great. Vikram movie makes a great turnout for Tamil film industry. Then the audience coerce Lokesh for its second part. Yes. The turnout during live class inspired teacher to take more class. Yes. More classes കേട്ടോ. ക്ലാസ് അല്ല, more classes. more എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കൗണ്ടബിൾ നൗണോ അൺകൗണ്ടബിൾ ഉപയോഗിക്കാം. കൗണ്ടബിൾ ഉപയോഗിക്കുകയാണെങ്കിൽ more people പ്ലൂറലേ കൊടുക്കത്തുള്ളൂ. more classes കൊടുക്കണം കേട്ടോ രാഹുലെ, അങ്ങനെ കൊടുക്കണം. കാര്യം മോറിന് ശേഷം നമ്മൾ എപ്പോഴും കൗണ്ടബിൾ എങ്കിൽ മോർ ഷുഗർ എന്നൊക്കെ പറയാം. അൺകൗണ്ടബിൾ എങ്കിൽ ഒരു കുഴപ്പമില്ല, സിംഗുലർ അല്ലേ അത്. പക്ഷെ കൗണ്ടബിൾ ഉപയോഗിക്കുന്നെങ്കിൽ പ്ലൂറൽ കൊടുക്കണം. മോർ മെൻ, മോർ ഗേൾസ്, മോർ പീപ്പിൾ എന്ന് കൊടുക്കണം. യെസ്. ഹി കോൾസ് മീ ഇൻ ടു ഡൂയിങ് ഇറ്റ്. ഓഹോ, ഞാനല്ല അവൻ എന്നെ അവനെന്നെ എന്താ പറയാ എന്നെ പ്രകോപിപ്പിച്ചത് അതൊക്കെ പറയില്ലേ? കൊള്ളാം, അടിപൊളി. വീട്ടിലൊക്കെ ഞാനും പറയുമായിരുന്നു ഞാനല്ല അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്തതാ. ഞാൻ ചേട്ടയും അടിവിടുമ്പം അല്ലെങ്കിൽ ഞാനും റിയമ്മളും അനിയത്തിയും അടിവിടുമ്പോൾ ഞാൻ പറയുമായിരുന്നു ഞാനല്ല അവളെ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചേ. പിന്നെ നിന്റെ കൈ കൊണ്ടല്ലേ ഇടി നീ അടിച്ചെന്നൊക്കെ എന്നോട് ചോദിക്കുമായിരുന്നു. അങ്ങനെ അടിയൊക്കെ കിട്ടുമായിരുന്നു എനിക്ക്. പാവം ഞാൻ പാവമായിരുന്നു വീട്ടിൽ. ഇപ്പോഴും അതെട്ടോ. ക്രാഷ് ഹെൽമെറ്റ്സ് ആർ മാൻഡറ്ററി ഫോർ മോട്ടോർ സൈക്കിൾസ്. യെസ് ഗ്രേറ്റ്. ഈവൻ ദോ ഓൾഡോയുടെ കൂടെ മാത്രമാണോ യെറ്റ് വരിക? ആണ് യെറ്റ് തന്നെ വരാട്ടോ. യെറ്റിന് ഒരിക്കലും തന്നെ വരാട്ടോ, ഒരു പ്രശ്നമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ പറയില്ലേ വെതറും ഇഫും മാറി ഉപയോഗിക്കാം. പക്ഷേ ഓർ ഉണ്ടെങ്കിൽ അവിടെ വെതറേ ഉപയോഗിക്കാവുള്ളൂ. വെതർ ഓർ കോറിലേറ്റീവ് ആണ്. ഇഫ് ഓർ പറ്റത്തില്ല.
വെദർ ഓറേ പറ്റത്തുള്ളൂ. ഇഫും വെദറും മാറി മാറി ഡൗട്ടിന്റെ സിറ്റുവേഷൻ ഉപയോഗിക്കാം, കൺഫ്യൂഷന്റെ സിറ്റുവേഷൻ ഉപയോഗിക്കാം, അൺസർട്ടനിറ്റിയിൽ ഉപയോഗിക്കാം. പക്ഷേ വെദറിന്റെ ഓർ ഉണ്ടെങ്കിൽ വെദർ ഉപയോഗിക്കത്തുള്ളൂ. അവിടെ ഇഫിന് അവിടെ സ്ഥാനമില്ല. അതുപോലെയാ ഓൾദോയും ഇവൻതോയും ദോയും ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് യെറ്റ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത് കോറിലേറ്റീവ്സാ. യെറ്റ് തന്നെ ഉപയോഗിക്കാം, ബട്ട് തന്നെ ഉപയോഗിക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ അവിടെ ഈവൻ ദോ ഓൾദോ ഉണ്ടെങ്കിൽ അവിടെ കയറി ഇടപെടാൻ ബട്ടിന് പറ്റത്തില്ല. ദാറ്റ്സ് ഇറ്റ്. കോറിലേറ്റീവ് ആണ് കേട്ടോ. തീഫ് coerce him to give his purse. coerce അല്ലടാ രാഹുലെ, തീഫ് ഒരാളല്ലേ, അപ്പൊ coerces കൊടുക്കാം. അല്ലെങ്കിൽ past tense കൊടുത്തോ, coerced കൊടുത്തോ, forced. Okay, the turnout of students to avail the scholarships, coerce teachers to look at the issue. Yes, coercive methods are used by the government to levy the fine imposed on the accused. Yes, having been coerced, we should be mandatory coercive. We should be mandatorily coercive. Coercive അവിടെ adjective അല്ലടാ. അപ്പൊ mandatorily adverb കൊടുക്കണം. mandatorily coercive in confused things കേട്ടോ. പിന്നെ the classes relatively getting more views. The classes are verb കൊടുത്തടാ. The classes are relatively getting more views അവിടെ കൊടുക്കണം കേട്ടോ. verb വേണേ. verb ഇല്ലെങ്കിൽ sentence the heart is missing. turnout രാഹുലിനോടാണ്. turnout is important thing in schools. Yes, attendance ആണ്. correlative conjunction ആണോ ഇത്? ആണ് കേട്ടോ. correlative ആണ്. policeman has coerced the culprit to admit his guilt. Yes, live classes by Rintu, Sebastian coerce students to be coercive. That is great. cohesive, that's it. Yes, I need that. എനിക്ക് ആ യൂണിറ്റി ഭയങ്കര താല്പര്യം അതിലെ. യെസ്, I really want it. Even though other countries turn out their vision for the migration to another planet, yet Indians are coerceo. വീണ്ടും ലിൻഡോ ബിയുടെ കൂടെ V1 വരില്ല. coerce ആണോ? ആർ എന്ന് പറയുന്നത് ബി ഫോർമുലേഷൻ അല്ലേ, നമ്മൾ പഠിച്ചാൽ ഈസ്, ആം, ആർ, വോസ്, വേറൊക്കെ. അപ്പോൾ coerced ചെയ്യപ്പെടുന്നു. പാസീവ് വോയിസ്. coerced to move behind cows കൊടുക്കണം കേട്ടോ. It is relatively good watering an electric post than advising MM Mani. അയ്യോ സത്യം, MM മണിയുടെ അടുത്തൊക്കെ ഒന്നും വർത്താനം പറയുന്നത് നമ്മൾ എന്താ പറയാ, വെട്ടാൻ പോകുന്ന പോത്തിനോടോ എങ്ങനെ പറയില്ല, പോത്തിനോട് വേദം ഓതല്, അങ്ങനെ കണ്ടൊരു മലയാളത്തിൽ ചൊല്ലില്ലേ, അത് ഇവിടെ പ്രാക്ടിക്കൽ ആണ് കേട്ടോ. യെസ്, അപ്പോ ഐ ഗെസ് ഇറ്റ്സ് ക്ലിയർ. 51 പേര് ലൈവിലുണ്ട്. ബട്ട് ലൈവ് ഉള്ള ആൾക്കാരുടെ ലൈക്ക് ഭയങ്കര കുറവാണ്. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ജാട പിള്ളേരെ ജാടി ഇടുന്നു അല്ലേ? 55 പേരോളം ലൈവിലുണ്ട്. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുത്തേ. മൂവിങ് ഓൺ. നെക്സ്റ്റ് സെറ്റ്. ഇൻസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിമാൻഡ് ഫോഴ്സ്ഫുള്ളി ഡിമാൻഡ് ചെയ്യ ഒരു കാര്യം. ഇൻസിസ്റ്റ് ചെയ്യുക. ഐ ഡോണ്ട് ഇൻസിസ്റ്റ്, ഞാൻ നിർബന്ധിക്കില്ല, വേണേ നീ ചെയ്തു എന്നൊക്കെ ഒരാൾ പറയില്ലേ. ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ അപ്പനും അമ്മയുടെ ഒരു പ്രത്യേകതയാണ്, എന്താ പറയാ, എന്തെങ്കിലും കാര്യം നേടിയെടുക്കണം. അപ്പൊ പേര് വിളിക്കുമ്പോൾ മോളേന്ന് കൂടെ വിളിക്കും, റിൻറ്റു മോളേ. അപ്പൊ ഞാൻ വിചാരിക്കും എൻ്റെ പൊന്നെ തള്ളേ തന്നി വന്നിട്ടുണ്ട്, ഇന്നെന്തോ വലിയ പണിയാ എനിക്കറിയാം. എന്നിട്ട് പറയും ഞങ്ങൾ ഇൻസിസ്റ്റ് ചെയ്യല്ല, പക്ഷെ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് പറയും. ഇൻസിസ്റ്റ് ചെയ്യല്ല, പക്ഷെ ഇങ്ങനെ ചെയ്താൽ കൊള്ളായിരുന്നു. അപ്പൊ തന്നെ എന്തായാലും ബക്ലിംഗ് മീ ഇല്ല, ബക്ലിംഗ് മീ അണ്ടർ പ്രഷർ ആണ് ബക്ലിംഗ് ചെയ്യാണ്. എനിക്ക് മനസ്സിലായി, എനിക്കറിയാം നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്, ദുരുദ്ദേശം എന്ന് പറയില്ലേ. ദാറ്റ്സ് ഇറ്റ്. ഇൻസിസ്റ്റ് ചെയ്യുക മീൻസ് ഡിമാൻഡ് ഫോഴ്സ്ഫുള്ളി, കമാൻഡ് ചെയ്യുക, പെർസിസ്റ്റ് ചെയ്യുക, എൻട്രീറ്റ് ചെയ്യുക, പുറകെ നടന്ന് ഇങ്ങനെ പറയുക. മനസ്സിലായോ? ദാറ്റ്സ് ഇൻസിസ്റ്റ് കേട്ടോ, ഓർത്ത് വെച്ചോണേ. യെസ്. നമുക്ക് നോക്കാം. ലിൻറ്റോ സൈൻസ് സെൻസസ്. ഓഹോ. Don't coerce to do this. Okay, don't force to do this. All right. It's important cohesion among the Indian. It is important cohesion. It is important unity. It is important. അങ്ങനെ പറയില്ലല്ലോടാ, ഇങ്ങനെ പറയണം. ജസ്റ്റിനെ ഒന്ന് നമുക്ക് തിരുത്താം. cohesion among Indian people. It is important. ഇങ്ങനെ കൊടുക്കണം. It is important that cohesion among Indian people is maintained. അങ്ങനെ കൊടുക്കാം. She coerced me to do that. She coerced me അല്ല, she coerced. ഗോപിക, she coerced me. She forced me. അല്ലേ? പാസ്റ്റ് ടെൻസ് കൊടുക്കുക. ഷീ എന്ന് പറഞ്ഞ സിംഗുലർ. ഞാൻ നേരത്തെ ഹീഡ് കൂടെ പറഞ്ഞില്ലേ, ഹീഡ് കൂടെ സിംഗുലറിന്റെ കൂടെ പാസ്റ്റ് ടെൻസ് കൊടുക്കുക, ഓർ പ്രസന്റ് ടെൻസിൽ എസ് കൊടുക്കണം. സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. ബേസിക് റൂൾ ആണ് നമ്മളെ, അത് നോക്കണേ. ഫ്ലാഷ് ഇസ് റിലേറ്റീവ്ലി ഫാസ്റ്റർ ദാൻ സൂപ്പർമാൻ. അവിടെ പ്രശ്നമാണ്. നീ പറഞ്ഞ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ റിലേറ്റീവ്ലി എന്ന് പറയുമ്പോൾ അതിലൂടെ ഫാസ്റ്റർ കൊടുക്കില്ല. ഒന്ന് കൊടുക്കണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നിന്നൊക്കെ എഴുതാം. ഞാൻ പറയാം. ഫ്ലാഷ് ഇസ് റിലേറ്റീവ്ലി ഫാസ്റ്റ് ദാൻ സൂപ്പർമാൻ. റിലേറ്റീവ്ലിന്റെ അർത്ഥം തന്നെ കമ്പാരിറ്റീവ് ഡിഗ്രി ആണ്. അവിടെ പിന്നെ വീണ്ടും കമ്പാരിസൺ ഇട്ടാൽ ഡബിൾ കമ്പാരിസൺ ആയി, അത് സൂപ്പർഫ്ലോ സെന്റൻസ് ആയി. വി ഡോണ്ട് വാണ്ട് സൂപ്പർഫ്ലോ സെന്റൻസസ്, അതുകൊണ്ട്. അല്ലെങ്കിൽ അർജുന ഇങ്ങനെ എഴുതാം. ഫ്ലാഷ് ഇസ് ഫാസ്റ്റർ ദാൻ സൂപ്പർമാൻ. ആ റിലേറ്റീവ്ലി ഞാൻ കട്ട് ചെയ്തു കേട്ടോ. Nowadays, rainfall in India is relatively high. That's great, Veena, great. Because of mandatory laws, we should relatively obey laws. Yes, it is mandatory to increase turnout in launching ceremony of new vehicle. That makes me more coerce. All right, makes me more coerce. Ole, soap
ഇടാൻ ഒരു പ്രത്യേക കഴിവാണ് പേരൻസിന്. ആണോ എന്ന്? ആടാ, അത് പ്രത്യേക കഴിവാ, അങ്ങനെ പഠിച്ചേക്കും. പക്ഷെ ഞാൻ സോപ്പിട്ട് വീണ് കൊടുക്കൊന്നുമില്ലേ, ഞാൻ അങ്ങനെ വീട്ടിൽ സോപ്പിട്ട് വീണ് കൊടുക്കില്ല. പക്ഷെ ഇവർക്കറിയാവേ ഭയങ്കര ഇമോഷണൽ അത്യാചാരമാണ് വീട്ടിൽ. എൻ്റെ അടുത്ത്, എൻ്റെ ചേട്ടായിയുടെ അടുത്തും ഇമോഷണൽ അടിക്കും. ഞങ്ങൾ രണ്ടുപേരും ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ട്, റിജിനും ഞാനും. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ അടുത്തും എന്താ പറയുക, കുറച്ച് സോപ്പിടൽ നടക്കും. എൻ്റെ അടുത്തും കുറച്ച് സോപ്പിടൽ, കുറച്ച്, പിന്നെ എൻ്റെ അടുത്ത് കുറച്ച്. അവൻ കുറച്ചുകൂടി വീണ് കൊടുക്കും, ഞാൻ കുറച്ചുകൂടി വീണ് കൊടുക്കില്ല. അവൻ കുറച്ചുകൂടി അപ്പനമ്മയോട് ഭയങ്കര റിലേറ്റഡാണ്, ഞാൻ അങ്ങനെയല്ല, കുറച്ചുകൂടി ഡിറ്റാച്ച്ഡ് ആണ്. ഏറ്റവും കുറച്ചുകൂടി ഇളയ രണ്ടുപേരും ഇല്ലേ, അവർ രണ്ടുപേരും മറ്റുള്ള മക്കൾ അവർ മിടുക്കര, അവരാണ് എൻ്റെ പിള്ളേർ, അനിയത്തിമാർ. അതുങ്ങൾ രണ്ടുപേരും മിടുക്കര, സോപ്പിടൽ അധികം നിന്ന് കൊടുക്കാറില്ല. അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അതുകൊണ്ട് നമ്മളെന്തായിടാ, പാട്ടിപ്പടയിൽ പറയുന്ന പോലെ നിനക്ക് നീ എം എ പഠിച്ചു, അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. തമിഴ്നാട്ടുകാർ എം എ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ദാരിദ്ര്യം ഇല്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. ആർബിട്രറി കേട്ടിട്ടുണ്ട്, ബട്ട് അതിന്റെ സിനോണിംസ് ലിസ്റ്റ് ചെയ്ത വേർഡ്സ് കണ്ടപ്പോൾ കണ്ണ് ബൾബായി. യെസ്, പിടിച്ചോ. വോളണ്ടറി എന്ന വാക്കിന്റെ അർത്ഥം ഓപ്ഷണൽ, ഡിസ്ക്രിഷണറി എന്നുണ്ട് അല്ലേ. എന്നാൽ വേറെ ഒരിടത്തൂടെ ഉണ്ട്, വോളണ്ടറി ആയിട്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ അൺപെയ്ഡ് ആണ്, അവിടെ പൈസ ഒന്നും കിട്ടത്തില്ല അല്ലേ, അൺറിവാർഡഡ് ആണെന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് വോളണ്ടറി കേട്ടോ. സൈറ്റ് ചെയ്യുക അറിയാലോ, കോട്ട് ചെയ്യുക, റെഫർ ടു സംതിങ്, അഡ്യൂസ് ചെയ്യുക. അല്ലെങ്കിൽ വേറെ ഒരിടത്തുണ്ട് സൈറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ പ്രൈസ് ചെയ്യുക, കമന്റ് ചെയ്യുക എന്ന് പറയുന്ന വാക്കാണ്. ഇപ്പം എല്ലാ ആഴ്ചയിലും ഒരു 2 തവണയെങ്കിലും പറയും, മുറക്കി പറയും നമ്മൾ. പിന്നെ ആർബിട്രറി ആണെന്ന് പറഞ്ഞാൽ എന്താ പറയുക, റാൻഡം ആണെന്ന് അതിന്റെ അർത്ഥം, റാൻഡം. അപ്പം ഞാൻ വിചാരിച്ചു റാൻഡം അങ്ങ് എഴുതണ്ട, അത് കോമൺ അല്ലേ, ബാക്കിയുള്ളതും കൂടെ പിടിച്ചു. ദാറ്റ് ഇസ് കപ്രീഷ്യസ്, വിംസിക്കൽ കേട്ടോ, അതായത് അവിചാരിതം, ആർബിട്രറി. ദാറ്റ്സ് ഇറ്റ്. റാൻഡം ആയിട്ടുള്ള, വിംസിക്കൽ, കാപ്രീഷ്യസ് എന്നൊക്കെ പറയും. അതാണ് ഒറ്റ മീനിങ്. വേറൊരു ആർബിട്രറി റൂൾ ഓഫ് ഹിറ്റ്ലർ, ഡെസ്പോട്ടിക്, അതായത് ഭരണം എന്ന് പറഞ്ഞാൽ എന്താ പറയാ, സ്വച്ഛാധികാരോ എന്തോ പറയില്ലേ, സ്വച്ഛാധികാരിയോ എന്തോ സാധനം ഉണ്ടല്ലോ, അത് വിട്, മലയാളം അത്ര പറഞ്ഞാൽ ശരിയാകത്തില്ല. ഡെസ്പോട്ടിക് അല്ലെങ്കിൽ ടിറണിക്കൽ, അതായത് പുള്ളി തീരുമാനിക്കും, റൂളർ ആരാണോ ആ പുള്ളി തീരുമാനിക്കും എന്താ ചെയ്യേണ്ടത്. അല്ലാതെ മനുഷ്യർക്കൊന്നും അവിടെ ഒരു പരിഗണന പോലും ഇല്ല. അവിടെ പേഴ്സണൽ ഇതോ അങ്ങനെ കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ ഉള്ളൊരു അതിന് ഡെസ്പോട്ടിക് എന്ന് പറയും. അപ്പോൾ ആർബിട്രറി റൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വളരെ ക്രൂരമായ ഒരു രീതി എന്നുള്ള രീതിയിലാണ് പറയണേ കേട്ടോ. അടുത്തത് അഗ്രവേറ്റ് അല്ലേ, അഗ്രവേറ്റ് വേർഡ്സിനാണ് കൺഫ്യൂസിങ് വേർഡ്സ് വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് ഇത്. നോക്കിക്കോ, അഗ്രവേറ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, അഗ്രവേറ്റ് വേഴ്സ് ചെയ്യുക, കൊളവാക്കുക എന്ന് പറയില്ലേ അല്ലെ, വേർബ്. അഗ്രവേറ്റ് ചെയ്യുക, എക്സാസബേറ്റ് ചെയ്യുക, ഓർമ്മയുണ്ടോ, എക്സാസബേറ്റ് അല്ലെങ്കിൽ വേഴ്സൺ ചെയ്യുക എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് വേറൊരു കൺഫ്യൂസിങ് വേർഡും കൂടെ വരും. നമ്മൾ എല്ലാം അറിഞ്ഞിരിക്കണമല്ലോ. എക്സാസബേറ്റും എക്സാസ്പിറേറ്റും രണ്ടാണ്. എക്സാസ്പിറേറ്റ് ചെയ്യുക, അനോയ് ചെയ്യുക, ഫ്രസ്ട്രേറ്റ് ചെയ്യുക. കണ്ടോ വ്യത്യാസം മനസ്സിലായി? എങ്ങനെയാ കൺഫ്യൂസിങ് വേർഡ്സ് നമുക്ക് വരാമെന്നൊന്ന് നോക്കിയോണേ. ഫ്രസ്ട്രേറ്റ് ചെയ്യുക, ഇറിറ്റേറ്റ് ചെയ്യുക, അനോയ് ചെയ്യുക അല്ലേ, അതിന് പറയും. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോണം. ദാറ്റ് ഈസ് കൺഫ്യൂസിങ് വേർഡ്സിന്റെ കാറ്റഗറി വരുന്ന കുറച്ച്. അപ്പോൾ അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ നൗൺ ആയിട്ട് ഉപയോഗിക്കാം, അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം. അതായത് അഗ്രിഗേറ്റ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ, മാസ് എന്നൊക്കെ പറയും. അഡ്ജക്റ്റീവ് ആണെങ്കിൽ ടോട്ടൽ, അഗ്രിഗേറ്റ് വാല്യൂ എത്രയാ എന്നൊക്കെ ചോദിക്കില്ല, ടോട്ടൽ വാല്യൂ, കമ്പൈൻഡ് വാല്യൂ എന്നൊക്കെ പറയും. അഗ്രിഗേറ്റ് ചെയ്യുക മീൻസ് ഗ്രൂപ്പ് ചെയ്യുക, ക്ലസ്റ്റർ ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ് അല്ലേ, നോക്കട്ടെ. യാ, ഈ റെജിനിറ്റ്സ് ഓഫ് ഫേറ്റ് എന്തായാലേ, വിധിയെ പഠിക്കാൻ ഞാൻ തയ്യാറല്ലല്ലോ. മൈ ഫാമിലി ഇൻസിസ്റ്റ് മീ, ഫാമിലി അല്ലേ വീണ, അപ്പൊ ഫാമിലി സിംഗുലറാ. മൈ ഫാമിലി ഇൻസിസ്റ്റ്, എസ് കൊടുത്തേ, ഇൻസിസ്റ്റ് മീ V5 കൊടുക്കുക ടു കംപ്ലീറ്റ് മൈ ഡ്രൈവിംഗ് ക്ലാസ്സസ്. അത് കൊള്ളാം, അത് നല്ലൊരു കാര്യമാണല്ലോ. ഐ ഇൻസിസ്റ്റഡ് ഹിം, ഞാനാണ് അവൻ ഇൻസിസ്റ്റ് ചെയ്തത്, ആണോ അക്ഷയ്? കൊള്ളാം. ഓൾ സ്റ്റുഡൻസ് ടേൺ ഔട്ട് എക്സാമിനേഷൻ, ഓൾ സ്റ്റുഡൻസ് ടേൺഡ് ഔട്ട് വെൽ ഇൻ ദ എക്സാമിനേഷൻ. അവിടെ ടേൺഡ് ഔട്ട് ഇങ്ങനെ ഒരു കാര്യം ആയിത്തീരുക എന്നാണ് അല്ലേ, അങ്ങനെയാണ്. അപ്പൊ അത് കൊടുക്കണം, ഓൾ സ്റ്റുഡൻസ് ടേൺഡ് ഔട്ട് വെൽ, എന്തെങ്കിലും ഒരു ഇത് കൊടുക്കുക, ഇൻ ദ എക്സാമിനേഷൻ കൊടുക്കണേ ജോമി. ഡോക്ടർ ഇൻസിസ്റ്റഡ് ദ പേഷ്യൻസ്, അതൊരു കോസറ്റീവ് വേർബാ, ടേൺ ഒരു കോസറ്റീവ് വേർബാ, അതുകൊണ്ടാണ്. ഡോക്ടർ ഇൻസിസ്റ്റഡ് ഹിസ് പേഷ്യൻസ് ടു ഡ്രിങ്ക് വാട്ടർ, ദാറ്റ്സ് ഗ്രേറ്റ്. സൈറ്റിംഗ് ഓഫ് KK ശൈലജ, ഇയാൾ നമ്മളെ കുഴപ്പത്തിലാക്കും. ലെറ്റ്സ് ഡൗൺ ദ ലെഫ്റ്റ് പാർട്ടിസൻസ് ഇൻ അസംബ്ലി, ആണ്. കീപ്പിംഗ് ലെമൺ ഇൻ ഫ്രണ്ട് ഓഫ് റോക്കറ്റ്, അല്ല ഞാൻ വയനാട്ടിലാണ്, അനുപമ ആണ്, വയനാട്ടുകാരിയാ, പുൽപ്പള്ളിക്കാരി. ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആണെന്ന്, ഇമോഷണൽ ഹത്യാചാരം ഞാൻ പറഞ്ഞില്ലേ. മിസ് പറഞ്ഞ റെജിൻ ഞാനല്ലെന്നോ? അപ്പൊ പിന്നെ വേറെ ഏത് റെജിന? ഞാൻ പറഞ്ഞ റെജിൻ ഈ റെജിൻ അല്ല, അത് റിജിൻ, എന്റെ ചേട്ടൻ റിജിനാണ്. ആ റിജിൻ ഇവനല്ല കേട്ടോ, അതല്ല. ഷി നെവർ ഫോർഗെറ്റ്സ്, നീ അല്ലേന്ന്. ഷി നെവർ ഫോർഗെറ്റ്സ് ടു സൈറ്റ് മൈ നെയിം വെനെവർ ഐ എം അലോൺ. എന്നെ കൊണ്ട് തോറ്റു. വിശ്വരാജയെ കൊള്ളാം അല്ലേ. ഷി ഇൻസിസ്റ്റഡ് മീ, കൊള്ളാം, അടിപൊളി. ഗോപിക ഗ്രേറ്റ്. When the magician asked the turnout to try his trick, I voluntarily got up to the stage. That's great. Teachers insist adule, teachers plural alle, appo insist V5 kodukkunnathu V1 koduthe, insist s venda, each student to cite examples while answering the test for science subjects. All right, Adira, good morning.
വെൽക്കം. സ്വച്ഛാധിപത്യം, യെസ് ആണ് സ്വച്ഛാധിപത്യം. അത് എൻ്റെ വായിലോട്ട് വന്നില്ല, അതെനിക്ക് സ്വച്ഛാധികാരം. ഓക്കെ, സ്വച്ഛാധിപതി, യെസ്. താങ്ക് യു പിള്ളേരെ. ചില സമയത്ത് സ്ലിപ്പ് ഓഫ് ടങ്. സ്റ്റുഡൻറ് വാസ് ചോസൺ ആർബിട്രറി ഫോർ ദ പ്രസന്റേഷൻ. ദാറ്റ്സ് റൈറ്റ്. രജനുള്ളപ്പോൾ മിസ് എന്തിന് മലയാളം കിട്ടാതെ വിഷമിക്കുന്ന ലിൻഡോ നീ ആക്കി രജന ഒരു ഇതും പറയണ്ട. ഓൾദോ ലിറ്ററസി റേറ്റ് ഇൻക്രീസസ് ഇൻ ഇന്ത്യ, യെറ്റ് വിമൻ ഹാവ് കൊയസ്. സോ ഷൈനി ഹാവിൻ്റെ കൂടെ V3, ഹാവ് കൊയേഴ്സ്ഡ് ടു ഡു മെയിൻറ്റനിങ് ഫാമിലി. കൊയസ് ടു ഡു പറയില്ല, ഡു മെയിൻറ്റനിങ് പറയോ? കൊയസ് ടു മെയിൻറ്റെയിൻ ഫാമിലി എന്ന് പറഞ്ഞു. ഡു വേണ്ട അവിടെ, കൊയസ് ടു മെയിൻറ്റെയിൻ ഫാമിലി മതി. അത് കൊടുത്താൽ മതി. ദേ ഇൻസിസ്റ്റ് മീ ടു ടേക്ക് അപ്പ് ദ റെസ്പോൺസിബിലിറ്റി ബൈ സൈറ്റിംഗ് അൺനെസറിലി, പ്രൈസിങ് അൺനെസറി അല്ലേ സുന്ദര, നീ എന്നെ പുകഴ്ത്തേണ്ടതാ അല്ലേ, എന്നെ നീ സൂപ്പിക്കല്ലേ എന്ന് പറയില്ല. അതുപോലെ നമ്മുടെ പടക്കം നൽകിയല്ലേ. Starting at an arbitrary point, starting. T വേണേ അവിടെ starting is missing. On the wall, he said that God is real. All right. First word written by Rintu Mrs. Insist. Yes. Many Keralites are insisting their children into theist psyche from childhood. Uniform is mandatory in all schools. Yes. Employees in BSNL have taken voluntary retirement recently. Yes. Opposition is aggravated by the arbitrary decision taken by the legal party. Yes. Gandhi cited in every speeches of Congress party. Yes. ഞാനും വള്ളിയൂർക്കാവ് അറിയോ മിസ്സേ? അറിയോന്നോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്ന വള്ളിയൂർക്കാവാണോ അനുപമ? അയ്യോ, നമുക്കൊരു പുൽപ്പള്ളിക്കാരൻ അനൂപുണ്ട്, വള്ളിയൂർക്കാവ് അനുപമയുണ്ട്. അയ്യോ, നമുക്ക് കാണണമല്ലോ. എന്നാൽ പുൽപ്പള്ളിക്കാർക്ക് ഒന്ന് മീറ്റ് ചെയ്യണമല്ലോ നമുക്ക്. അങ്ങനെയാണെങ്കിൽ ഇടയ്ക്ക് ഞാൻ അങ്ങോട്ട് വരുമ്പോൾ വിളിക്കാം അല്ലേ, നമുക്ക് ഇറങ്ങാന്ന്. കൊള്ളാം, ഇടയ്ക്ക് ചുമ്മാ കാണാലോ. My kids have an aggregate of toys. Oh, mass collection of toys. That's great. എൻ്റെ പൊന്നെ, എനിക്ക് വയനാട്ടുകാർ എവിടെ ചെന്നാലും വയനാട്ടുകാരെന്ന് പറയുമ്പോണ്ടല്ലോ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഇങ്ങനെ കിളി ഇങ്ങനെ പറക്കും. ഭയങ്കര ഇഷ്ടമാണ് എനിക്കത് കേൾക്കുന്നത് തന്നെ. അയ്യോ, നമ്മുടെ നാടാണോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അതാണ് കേട്ടോ, അതാണ് ഇപ്പം. My arbitrary preparation helps us to accomplish in some fields, but arbitrary. പിന്നെന്താ arbitrary of reigns? ആർബിട്രറി ഓഫ് റെയിൻസ് പറയില്ല. ആർബിട്രറി എന്ത് ഓഫ് റെയിൻസ്? ആർബിട്രറി അഡ്ജക്റ്റീവ് അല്ലടാ, അത് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ബട്ട് ആർബിട്രറി എന്ത് സംതിങ് ഓഫ് റെയിൻസ്. ഇൻസിസ്റ്റ് വോളണ്ടറിയോ? ഇല്ലില്ല. ഇൻസിസ്റ്റ് വോളണ്ടറി എന്ത്? അവിടെ വോളണ്ടറി അഡ്ജക്റ്റീവ് അല്ലടാ, അവിടെയും വോളണ്ടറി എന്ത് ടു അഗ്രവേറ്റ് പീപ്പിൾസ് ലീവ്. ഫ്രീഡം ഒക്കെ ഓക്കെയാണ്, വോളണ്ടറി എന്ത് അത് കൊടുക്കണം. ദ യൂണിയൻ ഗവൺമെന്റ് ഇൻസിസ്റ്റഡ് ടു യൂസ് ഫാസ്ടാഗ് ഫോർ ഓൾ പേയ്മെന്റ്സ്. യെസ്. Brutal majority to a single party leads to arbitrary rule, which is detrimental to our democracy. Yes, it is. Although I do well in all other subjects, management subjects, turn down my aggravate to a stooping low. Oh, shada pote. വിട്ട് വിശ്വരാജെ, വിട്ട് കളയണം അല്ലേ? യെസ്. പിന്നല്ല, ഞാൻ വയനാട് ഗ്രീൻ ഹിൽസ് പഠിച്ചേ, അറിയോ മിസ്സേ? അർജുൻ ഗ്രീൻ ഹിൽസ് ആണോ നീ പഠിച്ചേ? ചേട്ടായി ഗ്രീൻ ഹിൽസ് ആണ് പഠിച്ചേ, എൻ്റെ ചേട്ടായി റിജിൻ ഗ്രീൻ ഹിൽസ് പഠിച്ചേ. അപ്പം നിങ്ങൾ മിക്കവാറും ജൂനിയർ സീനിയർ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നായിരിക്കുമല്ലോ. അവൻ ഗ്രീൻ ഹിൽസ് ആയിരുന്നു, ഞാൻ അവിടെയല്ല, ഞാൻ സാധാരണക്കാരിയാണ്. ഞാൻ ഗ്രീൻ ഹിൽസ് പോലെ സ്കൂളിൽ പോയില്ല എന്ന് നിർബന്ധിച്ച് 10th കഴിഞ്ഞപ്പം ഞാൻ സെന്റ് മേരീസ് നിന്ന് വിട്ടു, പുൽപ്പള്ളിയിൽ നിന്ന് വിട്ടിട്ട് ഞാൻ പറഞ്ഞു ഇല്ല, ഇനി എനിക്ക് സാധാരണക്കാരുടെ സ്കൂളിൽ പഠിക്കണം. അങ്ങനെ ബുദ്ധിപരമായി ചിന്തിക്കുന്ന ഒരാളായിരുന്നു ഞാൻ പണ്ട് മുതൽ. അതെ, പുൽപ്പള്ളി വഴിയാണ്. ആണ്. അർജുനും ഗ്രീൻ ഹിൽസ് ആണ് പഠിച്ചത്. അപ്പം അർജുൻ്റെ നാട് എവിടെയാ? അത് കൊള്ളാലോ. The mentor insisted me to dictate the presentation paper, which deals with the aggregate population data of the prevailing year. That is great. That's great. അപ്പം മൂവിങ് ഓൺ പീപ്പിൾ, എൻ്റെ പരിചയക്കാരെ കണ്ടതിൻ്റെ സന്തോഷമാണ് എനിക്ക്. ഇനിയിപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു. ലിറ്ററലി ഐ റിയലി ഫീൽ ഐ എം ഹോൾ എന്ന് ഭയങ്കര ഫീൽ ചെയ്യുന്നു. എനിവേസ്, അതായത് വയനാട്ടുകാരെ കണ്ടു കേട്ടോ, എന്തോ എനിക്കത് കേട്ടാൽ പിന്നെ ഭയങ്കര സന്തോഷമാണ് അന്ന ദിവസം. യു മെയ്ഡ് മൈ ഡേ പീപ്പിൾ, യു മെയ്ഡ് മൈ ഡേ. അപ്പോൾ കേരള ഹൈക്കോർട്ടിന്റെ ട്രാൻസ്ലേറ്റർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ഷോഫർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്. ട്രാൻസ്ലേറ്റർ പോസ്റ്റ് നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യുന്ന സെൻസ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. September 1 മുതൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. ട്രാൻസ്ലേറ്ററിന്റെ ഇന്നലത്തെ കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കിയായിരുന്നു, കണ്ടായിരുന്നു? ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കുക ഇൻ ദ സെൻസ് പരിചയപ്പെടുത്തി. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സിമ്പിൾ സാധനമാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരു ചെറിയൊരു എക്സ്ട്രാക്ട് അത് ചെയ്യാനാണ്. അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് എഴുതാം, അല്ലാതെ ഒരു പ്രശ്നവുമില്ല. വലിയ കടുകട്ടി വാക്കുകളൊന്നുമില്ല, ധൈര്യമായിട്ട് ഇടുക. നിങ്ങൾക്ക് 15 മാർക്കിന്റെ ഒരു മലയാളത്തിൽ ഇംഗ്ലീഷ് തർജ്ജിമ ആൻഡ് ഇംഗ്ലീഷിന്റെ ഒരു പാസേജ് മലയാളത്തിലോട്ട് തർജ്ജിമ, മലയാളത്തിൽ ഇംഗ്ലീഷും ഇംഗ്ലീഷ് മലയാളവും. അപ്പോൾ 15, 30, പിന്നെ 20 വേർഡ്സ് 10 മാർക്കിന്റെ ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലോട്ടും, മലയാളത്തിൽ 20 വേർഡ്സ് ഇംഗ്ലീഷിലോട്ടാക്കുക എന്നുള്ളതും 10 മാർക്ക്. അങ്ങനെ 50 മാർക്കിന്റെ ടോട്ടൽ ട്രാൻസ്ലേഷൻ ആണ് ചോദിക്കുന്നത്. നമ്മൾ ഈ കോഴ്സ് 25 അവേഴ്സിന്റെ ക്ലാസ് ആണ്. കൂടുതലും പ്രാക്ടീസ് സെഷൻ ആട്ടോ. നമ്മൾ പഠിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രാക്ടീസ് സെഷൻ ആണ് കൂടുതലായിട്ട് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. ആൻഡ് എക്സ്പേർട്ട് സെഷൻ ഉണ്ട്, റിജിൻ സാറിന്റെ ഇന്റർവ്യൂ സ്കിൽസ് കൂടെ തരുന്നുണ്ട്. അപ്പോൾ പക്കായിട്ട് കംപ്ലീറ്റ് ഈ 60 മാർക്ക് നിങ്ങൾക്ക് എങ്ങനെ, ആ 10 മാർക്ക് ഇന്റർവ്യൂ കൂടെ നിങ്ങൾക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്ത് തരുന്നുണ്ട്. എക്സ്പേർട്സ് ഫാക്കൽറ്റീസിനെ വിളിക്കുന്നുണ്ട്. ഈ ഒരു എന്താ പറയുക, കോഴ്സിന് നമ്മൾ 1952 രൂപയ്ക്ക് കിട്ടും. കോഡ് അറിയാലോ,
Y314, Y314. പിന്നെ എപ്പോഴും പറയുന്നതാണ് ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ അറിയാം. പക്ഷേ ഇംഗ്ലീഷ് കോമ്പറ്റീവ് എക്സാമിലോട്ട് വരുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് ബിഗ്, ഇറ്റ്സ് എ ഹ്യൂജ് ഡീൽ കേട്ടോ. അപ്പോൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോമ്പറ്റീവ് എക്സാമിന് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈസി ഇംഗ്ലീഷ് ബാച്ച് ഉണ്ട്. August 4 സ്റ്റാർട്ട് ചെയ്താണ്. ലൈവ് പൊക്കോണ്ടിരിക്കുകയാണ് ഇപ്പോൾ. റെക്കോർഡും അവൈലബിൾ ആ പഴയ ക്ലാസ്സുകളുടെ. 2 ക്ലാസ്സുകൾ ഡെയിലി വരും. ചില ദിവസങ്ങളിൽ 2 ദിവസം 2 ക്ലാസ് 12-4 മണികളാണ്. റീമ മിസ്സും ഞാനും എടുക്കുന്നുണ്ട്. കൂപ്പൺ കോഡ് അടിച്ചു കൊടുത്താൽ 807 രൂപയ്ക്ക് നിങ്ങൾക്ക് കോഴ്സ് അവൈൽ ചെയ്യാം. ഇറ്റ്സ് വർത്ത് ഇറ്റ് കേട്ടോ, ലിറ്ററലി ഇറ്റ്സ് വർത്ത് ഇറ്റ്. അടുത്ത പോകും ഹൈറ്റൻ. എന്താ ഹൈറ്റൻ? ഹൈറ്റൻ എന്ന് പറഞ്ഞാൽ ഇന്റൻസിഫൈ അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുക എന്നൊക്കെയാ. റേസ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഹൈറ്റൻ അതാണ് കേട്ടോ, ഉയർത്തുക എന്നൊരർത്ഥം കൂടെയുണ്ട്. ഇന്റൻസിഫൈ ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഉയർത്തുക എന്നൊരർത്ഥം കൂടെയുണ്ട്. റേസ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക എന്നൊരർത്ഥം കൂടെ ആർക്കുണ്ട്? നമ്മുടെ ഹൈറ്റൻ ഉണ്ട്. വേർബാണ്, ഓർത്തോണം. ഹൈറ്റൻ, ഹൈറ്റ് അല്ല ഹൈറ്റൻ. പിന്നെ എന്താണ്? നാട് വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുകാരനാണോ? ഓ ശരി ശരി, അവിടെ പഠിച്ചാലേ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, എനിക്ക് അവളെ ഞാൻ എവിടെ വെച്ചാൽ കണ്ടുവെച്ചാൽ അവളെ ഞാൻ CMS വെച്ച് പരിചയപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞത് അവളിവിടെ നമ്മുടെ കൽപ്പറ്റയിലാണ് പഠിച്ചതെന്നൊക്കെ എന്നോട് പറഞ്ഞു. അവളും കോഴിക്കോടുകാരിയാണ്. എനിക്ക് കോഴിക്കോട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവൻ ഇവിടെ എൻ്റെ കൂടെ +2 ഒരുമിച്ച് പഠിച്ചായിരുന്നു. എനിക്ക് കോഴിക്കോടൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, കസിൻസ് ഒക്കെ ഉണ്ട്. കോഴിക്കോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ട്രാവൽ ആളാണ്. യെസ്. റിമൈൻഡ്സ് മീ ഓഫ് ദ ആസിഫ് അലീസ് ഡയലോഗ്. ആറ്റിങ്ങളാണോ വീട്? ആറ്റിങ്ങളാണോ വീട് റെജിന്റെ ഡയലോഗാ. അതിവിടെ സ്ഥിരമുണ്ട് അവന്. ആറ്റിങ്ങൾ അനക. എന്താ ചെയ്യാ എൻ്റെ റെജിനെ ഒന്നും പറയണ്ട. യെസ്, ട്രാൻസ്ലേറ്റ് ജസ്റ്റ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ ആണ്. കംപ്ലീറ്റ് ട്രാൻസ്ലേഷൻ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ജോലി അത് തന്നെയാണ്, അത് മാത്രം അവിടെ ചോദിക്കുള്ളൂ. വേറെ ഒന്നുമില്ല. GK ഇല്ല, സയൻസ് ഇല്ല, ഒന്നുമില്ല. കറണ്ട് അഫയേഴ്സ് ഇല്ല, ഒന്നും വേണ്ട നിങ്ങൾക്ക്. ഷീ ഹൈറ്റഡ് മീ, ഷീ ലിഫ്റ്റഡ് മീ, ലിഫ്റ്റഡ് മീ. ദാറ്റ്സ് ഗ്രേറ്റ്. പിന്നെ എന്തോ ലീഗൽ വേർഡ്സും ഇംഗ്ലീഷ് വേർഡ്സും ഉണ്ട്. ഇംഗ്ലീഷ് ആൻഡ് ലീഗൽ വേർഡ്സ് ബോത്ത് ട്രാൻസ്ലേറ്റ് മലയാളത്തിലോട്ടും മലയാളത്തിൽ ഇംഗ്ലീഷിലോട്ടും. അതാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണ് അതിലുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ നല്ലതാണ്. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത് നോക്കിയേ. അവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഡിക്ലെയർ ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, ക്ലെയിം ചെയ്യുക, അസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്യുക എന്നാണ് അർത്ഥം. ഓർത്തോണേ, ഡിക്ലെയർ, മെയിൻറ്റെയിൻ, ക്ലെയിം, അസേർട്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്. അതാണ് അവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോണം, അതാണ് നമ്മുടെ അവർ എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പം അത് ഫോർമൽ വാക്കാണ് കേട്ടോ. അവർ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള വാക്കാണ്. അത് ഫോർമൽ വാക്കുമാണ്, അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം കേട്ടോ. അതൊരു ഫോർമൽ വാക്കാണ്. നമ്മൾ എന്താ പറയുക, കോമൺ സെൻസിൽ നിങ്ങൾക്ക് ഫോർമലായിട്ട് ഉപയോഗിക്കാം. ഡിക്ലെയർഡ് എന്നൊക്കെ പറയുന്നതിന് പകരമേ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇറ്റ്സ് എ ഫോർമൽ വേർഡ്, ഫോർമൽ. പിന്നെ അലൂഫ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അഡ്ജക്റ്റീവ് ആണ്. അലൂഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റന്റ്, ഡിറ്റാച്ച്ഡ്, അൺറെസ്പോൺസീവ്, റിമോട്ട് എന്നൊക്കെ പറയാം. അലൂഫ്. ഓക്കെ, ഓർത്ത് വെച്ചോണേ. പിന്നെ you must heighten your vocabulary. Yes, you must increase your vocabulary, raise your vocabulary, lift your vocabulary. Yes, that's right. അടുത്ത മെഡ്ലിംഗ്. കേട്ടിട്ടില്ലേ? മെഡിൽ ഇസ് വേർബ് കേട്ടോ. മെഡിൽ എന്ന് പറയുന്നത് ഡോണ്ട് മെഡിൽ വിത്ത് ദം. അവരുമായിട്ട് വെറുതെ ഇടപെടാൻ പോണ്ടേ, പണിവാളും. ഡോണ്ട് ഇന്റർഫിയർ ഇൻ ദർ മാറ്റേഴ്സ്. മെഡിൽ വേർബാണ്. മെഡ്ലിംഗ് അതിന്റെ ING ഫോം വന്നപ്പോൾ അത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നു. മെഡ്ലിംഗ് മീൻസ് ഇൻട്രൂസീവ്, ഇന്റർഫിയറിംഗ്, ഇൻഫ്ലുവൻസിങ്, ഇടപെടുക കേട്ടോ. ദാറ്റ് ഇസ് മെഡ്ലിംഗ്. ചിലർക്കുണ്ട് മെഡ്ലിംഗ് ടെൻഡൻസി, പേരൻസിന് പ്രത്യേകിച്ചുണ്ട്. അനാവശ്യമായിട്ട് കുട്ടികളുടെ കാര്യത്തിൽ കയറി ഇടപെടും. അതായത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ കുട്ടികളൊക്കെ വലിയ കുട്ടികളായി വലുതായി കഴിഞ്ഞാലും നമ്മുടെയൊക്കെ കാര്യത്തിൽ കയറി ഇടപെടില്ലേ? എനിക്കിഷ്ടമല്ല അനാവശ്യമായിട്ട്. ഞാൻ മമ്മിയോട് പറയും, വേണ്ട, അത് വേണ്ട, ഒരു പരിധി ഉണ്ട് മോളെ, എല്ലാത്തിനും ഒരു പരിധി ഉണ്ട്. ഞാൻ ഇടയ്ക്ക് പറയും, സ്ത്രീയെ നിനക്കും എനിക്കും എന്ത്, ബൈബിളൊക്കെ എടുത്ത് പറയും. ഞാൻ പറയും, നിനക്കും എനിക്കും എന്ത്, കുറച്ചൊക്കെ ഗ്യാപ്പ് ഇട്ടുന്ന മതി കേട്ടോ, വേണ്ട, ഒരുപാട് ഇടപെടണ്ട അതൊക്കെ പറയും. അപ്പം മമ്മി പറയും, എന്ത് സ്ത്രീ എന്ന് വിളിക്കുന്നു? ഞാൻ പറയും, മമ്മി സ്ത്രീ എന്ന് പറഞ്ഞാൽ എന്നാ നല്ല വാക്കാ, അതിനെ നിങ്ങൾ എന്തിനാ ഇത്രയും. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ സപ്പൻ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞില്ലേ, നിനക്ക് നല്ല ജോലി കിട്ടിയത് എൻ്റെ ബുദ്ധി കാരണമാണ്. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ? എൻ്റെ കഴിവ് കാരണമല്ലേ, ഞാൻ കഷ്ടപ്പെട്ടല്ലേ എനിക്ക് ജോലി കിട്ടിയത്. അപ്പോൾ എന്നോട് പറയാം, അല്ല എൻ്റെ ബുദ്ധി കാരണമോ നിനക്ക് ജോലി കിട്ടി. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ, ഈ മനുഷ്യനെ കൊണ്ട് തോറ്റല്ലോ, നിങ്ങളെ കൊണ്ട് തോറ്റല്ലോ. ഞാൻ അങ്ങനെ പറയാം, നിങ്ങൾ എന്നൊക്കെ പറയും. റെസ്പെക്റ്റ് ആണ്, അത് റെസ്പെക്റ്റാണ്. അത് നിങ്ങൾ എന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് അല്ലേ. യു എന്ന് ഇംഗ്ലീഷ് പറയില്ല, അത് റെസ്പെക്റ്റ് അല്ലേ. ഞാനത് പറഞ്ഞപ്പോഴേ എന്നോട് അപ്പം ചോദിക്കാം, നിങ്ങൾ. അവൾ വന്ന് അപ്പനെ കയറി ഔസേപ്പേട്ടാന്ന് വിളിക്കാൻ തുടങ്ങിയത്. ഞാനങ്ങ് പ്ലിങ് എപ്പാ. അതായി അവസ്ഥ. വീട്ടിലതാണ് രസമാണ്. വീട്ടിൽ ചില സമയം ഉണ്ടല്ലോ, ചില സമയം നമുക്ക് രസമാണ്, ചില സമയത്ത് രസം കൂടുമ്പോൾ ഇറങ്ങി ഓടാൻ തോന്നും. അതാണ് രസം. അടുത്ത ഡ്രബിങ് ഇസ് എ നൗൺ കേട്ടോ വളരെ. ഡ്രബിങ് ഇസ് എ നൗൺ. ഡ്രബിങ് മീൻസ് ബീറ്റിംഗ്, ത്രാഷിംഗ്, അടിച്ച് ഇഞ്ചപ്പരുവാക്കുക എന്നൊക്കെ പറയും. ബ്ലാക്ക് ആൻഡ് ബ്ലൂ അല്ലേ? ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഇസ് ഇഞ്ചപ്പരുകം, അതിൻ്റെ കരിനീൽച്ചി അടക്കൊക്കെ. അതല്ല, ഡ്രബിങ് മീൻസ് അടി, ബീറ്റിംഗ്, ത്രാഷിംഗ്. അല്ലെങ്കിൽ വേറെ ഒരിടത്തോടുണ്ട് ഡ്രബിങ്ങിന്, ഡിഫീറ്റ്, ലോസ്, തോൽവി അല്ലേ, റൗട്ട്, ഇതൊക്കെ തോൽവിയാണ്. ഡിഫീറ്റ്, ലോസ്, തോക്കുക കേട്ടോ, ഓർത്തോണം. ഫ്യൂൽ പ്രൈസ് ഹൈറ്റൻസ് ഡേ ബൈ ഡേ. ആണ് അയ്യോ കൂടിക്കൊണ്ടേയിരിക്കുമെന്ന്. ഹി ഡിക്ലെയർഡ് ഹിസ് സ്റ്റേറ്റ്മെന്റ്, ദാറ്റ് ഈസ് ഗ്രേറ്റ്. വെൻ ഐ വോക്ക് അപ്പ് ആഫ്റ്റർ ദ സർജറി സെഷൻ മൈ ഇമോഷൻസ് വർ ഹൈറ്റൻഡ്. ഓൾ റൈറ്റ്.
Like the qualification required for translator post, they are just checking for your translating skill rather than the date when Parshiraja was killed. Hope all government jobs tested like this. സത്യം വിശ്വരാജ്, അത് പക്ക ജോലിക്ക് വേണ്ടത് മാത്രമേ ടെസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. അതാണ് സത്യം. എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട അല്ലേ, അത് തന്നെ. മൂവിങ് ഓൺ. അടുത്ത് നോക്കി, പ്ലീ. ഇന്നലെ പറഞ്ഞു പ്ലീ അല്ലേ. എന്താ പ്ലീ? പ്ലീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ്, അപ്പീൽ, എൻറ്റിറ്റി, സപ്ലിക്കേഷൻ, പെറ്റിഷൻ എന്നൊക്കെ പറയും. ദാറ്റ്സ് ഇറ്റ്. അതാണ് നമ്മുടെ പ്ലീ എന്ന് പറയുന്നത്. അടുത്തത് ആർഡന്റ്. ആർഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഐ ആം എൻ ആർഡന്റ് ഫോളോവർ ഓഫ് അല്ലെ, ആർഡന്റ് സപ്പോർട്ടർ ഓഫ്, ആർഡന്റ് ഫാൻ എന്ന് കേട്ടില്ലേ, പാഷനറ്റ് എന്നാണ് ആർഡന്റ് അർത്ഥം. എന്തൂസിയാസ്റ്റിക്, അവിഡ്, ഈഗർ, ഫെർവന്റ് എന്നൊക്കെ നമുക്ക് പറയാം. ദാറ്റ് ഈസ് ആർഡന്റ്. അടുത്ത അഡോപ്റ്റ്. അഡോപ്റ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? ഫോളോ ചെയ്യുക, എംബ്രേസ് ചെയ്യുക, ടേക്ക് ഓൺ ചെയ്യുക, അക്വയർ ചെയ്യുക, എസ്പൗസ് ചെയ്യുക. എസ്പൗസ് ചെയ്യുക പറയുന്നത് എന്താണ്? നമ്മളൊരു കൊച്ചിനൊക്കെ ദത്തെടുക്കുക പോലെ. അഡോപ്ഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, അഡോപ്ഷൻ പോളിസി ഇൻ ഇന്ത്യയെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ, ആ സാധനം അഡോപ്റ്റ് അല്ലേ. ദത്തെടുക്കുക എന്നൊരു അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഓർത്തോണം, അഡോപ്റ്റിനെ ഫോളോ, എൻഹാൻസ്. ഐ വുഡ് ലവ് ടു അഡോപ്റ്റ് ദിസ് ഐഡിയ. ആഹാ, ദിസ് ഇസ് ഗുഡ്, ദിസ് ഇസ് ഗുഡ്, വി വുഡ് ലവ് ടു അഡോപ്റ്റ് യുവർ പ്രപ്പോസൽ എന്നൊക്കെ പറഞ്ഞേ. നിന്റെ പ്രപ്പോസൽ എംബ്രേസ് ചെയ്യാൻ, വെൽക്കം ചെയ്യാൻ ഞങ്ങൾ റെഡിയാണ്. വെൽക്കം ചെയ്യാന്നൊരു അർത്ഥമുണ്ട് കേട്ടോ, അഡോപ്റ്റിനെ ഓർത്തോണം, വെൽക്കം. I would love to welcome your idea, your project എന്നൊക്കെ പറയില്ലേ. മെഡ്ലിംഗ് കിഡ്സ്, ഇന്റർഫിയറിംഗ് കിഡ്സ്. ഓക്കെ, മീ ആൻഡ് മൈ സിസ്റ്റർ ഓൾവേസ് മെഡ്ലിംഗ്. മീ ആൻഡ് മൈ സിസ്റ്റർ പറയില്ല, ഗോപിക അവിടെ തിരുത്തുവാണ് ഞാൻ. മൈ സിസ്റ്റർ ആൻഡ് ഐ ആർ ഓൾവേസ് മെഡ്ലിംഗ്. എവിടെ, എന്തിന് മെഡ്ലിംഗ് ചെയ്യുന്നു? ഇന്റർഫിയർ ചെയ്യുന്നു. ആർ മെഡ്ലിംഗ് ഇൻ others affairs, something like that. എന്തിൽ കൊടുക്കണം. Honorable Court of Kerala asserted that government must take effective measures to heighten. മീ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് കേസ് പോലെ, അതാ ഞാൻ പറയാൻ വേണ്ടി വന്നത്. സോറി കേട്ടോ ആരതി, ഞാൻ ഇവിടെ നിർത്തുവാണേ. മീ എന്ന് പറഞ്ഞ ഒബ്ജക്റ്റീവ് കേസ്, നമുക്ക് ഐ വരണം, അവിടെയാണ് സബ്ജക്ട് വരിക കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണേ. Honorable Court of Kerala asserted that government must take effective measures to heighten the welfare schemes and measures for women, plural, women and children. Even though the accident heightened all other senses of the daredevil, his sight was lost. All right. She requested me. All right, that's great. അടുത്ത വാക്ക് ഫസേഡ്. ഫസേഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, ഫ്രണ്ട്. ഫ്രണ്ട്, ഫേസ്, ആസ്പെക്ട് എന്നൊക്കെ ഫസേഡിന്റെ അർത്ഥമുണ്ട്. അല്ലാതെ വേറെ അർത്ഥമുണ്ട്, ഷോ, ഔട്ട്വേർഡ് അപ്പിയറൻസ് ഇല്ലേ, അതിന് ഷോ അപ്പിയറൻസ് എന്നൊക്കെ ഫസേഡിന്റെ അർത്ഥമുണ്ട് കേട്ടോ. അടുത്ത റിലക്റ്റന്റ്. കേട്ട് പരിചയമാണ്. ഡോണ്ട് ബി റിലക്റ്റന്റ് ആയി നിൽക്കല്ലേടാ, അൺവില്ലിംഗ് ആയിട്ട്. വാടാ നമുക്ക് പോവാം അല്ലേ, നമുക്ക് ഇതിന് പോവാന്നേ പുറത്ത് പോവാന്നേ. അപ്പം റിലക്റ്റന്റ് ആയിട്ട് നിൽക്കെങ്കിൽ എന്താ അർത്ഥം? അൺവില്ലിംഗ് ആണ്, ഹെസിറ്റന്റ് ആണ്, ഡിസ്ഇൻക്ലൈൻഡ് ആണ്, അല്ലെങ്കിൽ അൺഎന്തൂസിയാസ്റ്റിക് ആണ്. താല്പര്യം ഇല്ലാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അത് നമ്മൾ പറയും റിലക്റ്റന്റ് ആയിട്ട്. അതിന് നൗണുണ്ട്, റിലക്റ്റൻസ് നൗണാണ്, ഓർത്തണം. ഹെസിറ്റൻസി പറയില്ല, അതുപോലെ റിലക്റ്റൻസ് നൗണ് പഠിച്ചു വെച്ചു. പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ വളരെ ഇമ്പോർട്ടൻറ്റ്. ANC വാക്കുകളൊക്കെ നൗണാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ സാധനം പഠിച്ചു വെക്കുക കേട്ടോ. meddling between them causes serious issues. Great. അപ്പോൾ ഓക്കെ അല്ലേ? പ്ലീ, ആർഡന്റ്, അഡോപ്റ്റ്, ഫസൈഡ്, റിലക്റ്റന്റ്. അടുത്ത ലാസ്റ്റ് സെറ്റിലോട്ട് പോവാം. അതിന് മുമ്പ് നമ്മുടെ IBPS POയുടെ LIC അസിസ്റ്റന്റിന്റെ, അസിസ്റ്റന്റ് മാനേജറിന്റെ പോസ്റ്റിലോട്ട് 3 എക്സാമിന് വേണ്ടി ഒറ്റ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കുട്ടികളൊക്കെ ക്ലാസ്സിൽ ഉണ്ട്. ഇന്നലെയാണ് ഞാൻ ആദ്യമായിട്ട് ക്ലാസ് എടുത്ത് അനൗൺസ് എടുത്തു. അപ്പം ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓഗസ്റ്റ് 22-ാം തീയതിയാണ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് 2 ദിവസം ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇനി ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഓൾറെഡി നമ്മുടെ കോഴ്സ് ബാങ്കിന്റെ കോഴ്സുള്ളവർ ജോയിൻ ചെയ്യേണ്ട, കാരണം ഓൾറെഡി നമ്മളത് ക്ലാസ് കവർ ചെയ്ത കാര്യം തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള പുതിയ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. 2270 രൂപയാണ് കോഴ്സ് ഫീ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോഡ് അപ്ലൈ ചെയ്താൽ ഈ ഒരു ഡിസ്കൗണ്ട് എമൗണ്ടിൽ കിട്ടും. അതാണ് നമ്മുടെ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ലൈവ് ക്ലാസ് അപ്പോൾ ഓൾറെഡി ലൈവ് ക്ലാസ് ആണ്. ഇനി അതല്ലാതെ നിങ്ങൾക്ക് ഓൾറെഡി ബേസ് ഒന്നും ഇല്ലെങ്കിൽ ബേസിക്സും അതുപോലെ തന്നെ നിങ്ങളുടെ ബേസിക്സ് ആൻഡ് അതുപോലെ നിങ്ങളുടെ ഫൗണ്ടേഷനോട് സെറ്റ് ചെയ്തിട്ട് അഡ്വാൻസ് ലെവൽ പഠിക്കാനായിട്ട് പ്രീ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. അതായത് നമ്മൾ നേരത്തെ നമ്മുടെ ആദ്യത്തെ യജ്ഞ ബാച്ചിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ യജ്ഞ 2.0 ഇല്ലേ, 2ാമത്തെ ബാച്ച്, അഡ്വാൻസ് ലെവൽ ബാച്ച്, ആ 2 ബാച്ചിനെ കൂടെ ഒരുമിച്ച്, അതായത് നിങ്ങൾക്ക് ജനറൽ അവയർനെസ് കിട്ടും, ബാങ്കിങ് അവയർനെസ് കിട്ടും, റീസണിങ്, അതുപോലെ തന്നെ നമ്മുടെ ഇംഗ്ലീഷ് ഒരുമിച്ച്, മാത്ത് ആൻഡ് ഇംഗ്ലീഷ് എല്ലാം കൂടെ കിട്ടുന്ന ഒരു ബാച്ചാണ്. അതിൽ ഫൗണ്ടേഷൻ സെറ്റാണ്, പ്ലസ് നിങ്ങൾക്ക് നമ്മുടെ അഡ്വാൻസ് ലെവൽ ക്ലാസ് കൂടെ ഒരുമിച്ച് കിട്ടുന്ന ക്ലാസ് ആണ്. അത് 2 ബാച്ചുകൾ കമ്പൈൻഡ് ആണ്. പക്ഷെ അത് പ്രീ റെക്കോർഡഡ് ആയതുകൊണ്ട് നമ്മൾ അതിന് എമൗണ്ട് കുറച്ച് നിങ്ങൾക്ക് 1460 രൂപയ്ക്ക് കോഴ്സ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കുക. വേറെ എവിടെയും പോയിട്ട് നിങ്ങൾ എന്താ പറയുക, അന്യായ പൈസയ്ക്ക് മേടിച്ച് ക്ലാസ് ഒന്നിനും കിട്ടാതാവില്ല. ഇത് പക്കയാണ്. വൺസ് ബേസിക്സ് ഇസ് സെറ്റ് ആൻഡ് അഡ്വാൻസിൽ നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ തിരിഞ്ഞു നോക്കണ്ട, ഒരു കോഴ്സ് നിങ്ങൾ എടുക്കേണ്ട കാര്യം വരുന്നില്ല. നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രം മതി. ബാങ്ക് എക്സാമിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, അത് ഓർത്ത് നോക്കുക. വൺസ് യുവർ ഫൗണ്ടേഷൻ ഇസ് സെറ്റ്, പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് സ്പീഡ് ആൻഡ് ആക്യുറസി ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സ് ജോയിൻ ചെയ്യാം കേട്ടോ. എടുത്തോളൂ, കോഴ്സ് എടുത്തോളൂ കേട്ടോ. കോഡ് മറക്കണ്ട, Y314 എടുത്താൽ, Y314 എടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടും.
അപ്പൊ ലാസ്റ്റ് സെറ്റിലോട്ട് പോകാം. ലാസ്റ്റ് സെറ്റ് ഇതാണ്, പിനക്കിൾ. നിങ്ങൾക്കറിയാം പിനക്കിൾ എന്ന് പറഞ്ഞാൽ അറിയാലോ, കമ്പനിയുടെ ഒരു പേരൊക്കെ ഉണ്ട് പിനക്കിൾ. പിനക്കിൾ ഓഫ് സക്സസ് എന്ന് കേട്ടിട്ടില്ലേ? സെനിത്ത് അല്ലെങ്കിൽ പീക്ക്, ഹൈറ്റ്, കൾമിനേഷൻ, സമിറ്റ്, ടോപ്പ്. ഉത്തരത്തിൽ കയറി മിസ്സങ്ങ് പിനക്കിളിൽ എത്തി എന്ന് പറയില്ലേ, ആ സാധനം. ഞാൻ ഉത്തരത്തിൽ കയറി പറഞ്ഞ ആ ഉത്തരം, ദാറ്റ് ഇസ് പിനക്കിൾ. മറ്റേ ഉത്തരമല്ല, ചോദ്യം ഉത്തരമല്ല, പിനക്കിൾ, ആ ഉത്തരം, ദാറ്റ് ഇസ് പിനക്കിൾ. പിന്നെ കോൺട്യോ, ഇന്നലെ പഠിച്ചിരുന്നു കോൺട്യോ മീൻസ് ഔട്ട്ലൈൻ, ഷേപ്പ്, ഫോം, ഫിഗർ എന്നൊക്കെ പറയും കേട്ടോ. അതാണ്. അടുത്ത ഇൻഫ്യൂസ്. എന്താ ഇൻഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യുക, പെർവേഡ് ചെയ്യുക, പെർമിയേറ്റ് ചെയ്യുക, സ്പ്രെഡ് ചെയ്യില്ല. അത് അല്ലെങ്കിൽ വേറെ അർത്ഥമുണ്ട്, സോക്ക് ചെയ്യുക, അല്ലെ കുതിർത്തിടുക പറയില്ല, സ്റ്റീപ്പ് ചെയ്യുക എന്നൊക്കെ അർത്ഥം കൂടെ ഉണ്ട് കേട്ടോ, ഓർത്തോണം. യെസ്, ഇൻ ഓർഡർ ടു ഗ്രാബ് ദ ജോബ് ഹി നീഡ്സ് ടു ardent towards he needs to be ardent. വിനു, ടു എന്ന് പറയുന്നത് ടു ഇൻഫിനിറ്റീവ് അല്ലേടാ, അപ്പൊ അതിന്റെ കൂടെ ബി ഇട്ട് കൊടുക്കണ്ടേ, V1 ഇട്ട് കൊടുക്കണ്ടേടാ. ആർഡന്റ് അഡ്ജക്റ്റീവ് അല്ലേടാ, ടു ബി ആർഡന്റ് കൊടുക്കണം, ടുവേർഡ്സ് സ്റ്റഡീസ് കേട്ടോ. ഐ എം എൻ ആർഡന്റ് ഫാൻ ഓഫ് സൂര്യ, ഐ എം ഇൻസ്പയർഡ് ഓഫ് ഹിസ് റിട്രൈവ്സ് ഫ്രം ഫെയിലിയർ. ദാറ്റ്സ് റൈറ്റ്. ഹിസ് റിട്രൈവ്സ് അല്ല, ഹിസ് റിട്രൈവൽ. നൗൺ റിട്രൈവൽ ആണ് ലിൻറ്റോ. ഐ എമ്മിന് ഒന്നെങ്കിൽ നിനക്ക് ഐ എം എങ്ങനെ ഇട്ട് കൊടുക്കണം എന്നറിയോ? യു ക്യാൻ ഗിവ് ഇറ്റ് ലൈക്ക് ദിസ്, ഐ ആം, അല്ലെങ്കിൽ എന്ത് കൊടുക്കണം? ഐ ആം. രണ്ട് രീതിയിലിടാം, ഇറ്റ്സ് അപ് ടു യു. എങ്ങനെ വേണമെന്ന് നീ തീരുമാനിച്ചോ. രണ്ട് രീതിയിലിടാം. ഐ ആം, വേണ്ട അതിട്ട കുളമാവും. ഇതിപ്പോൾ ഓൾറെഡി കളർ മനസ്സിലാവുന്ന പോലും ഇല്ലെന്ന് തോന്നുന്നു, അല്ലെ? കുളമാക്കും ഞാൻ. അപ്പം അതൊക്കെയാണ് കാര്യങ്ങൾ, ഓർത്ത് വെച്ചോണത്. യെസ്, ഇനി until the end of my 20s, I used to be an ardent fan of Sachin Tendulkar, Lalitan, A. Rahman, Amir Khan, APJ Abdul Kalam and Tom Hanks. Of late, I am reluctant to admit that I used to be a fan. സത്യം, അത് നമുക്കത് ഞാനും അതായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ആൾക്കാർ, നീ പറഞ്ഞ കുറച്ച് ആൾക്കാരുടെ ഫാനൊക്കെ ആയിരുന്നു ഞാൻ. ഫാൻ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നുമല്ല, കുറച്ച് മൂവീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് മനസ്സിലായി, ഇപ്പം അത് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. കാരണം പീപ്പിൾ ആർ ഡിഫറെന്റ്. അപ്പോൾ വലുതായി കഴിയുമ്പോൾ കുറച്ചുകൂടി മെച്ചൂർഡ് ആയി കഴിയുമ്പോഴേക്കും നമുക്ക് മനസ്സിലാവും ഫാൻസ് അല്ലായിരുന്നു നമ്മൾ. വി ലവ് മൂവീസ്, മേ ബി അതുകൊണ്ടായിരിക്കാം. That's great thinking, Vishiraj. Reluctance is not a good behavior. Allah, yes, of the same list above. All right, മനസ്സിലായി. Taking into account my reluctance towards politics, she refused to ask me along for the procession. All right, taking into account my reluctance towards politics. അപ്പൊ taking into account കഴിഞ്ഞിട്ട് കോമ വേണ്ട. Taking into account my reluctance towards politics, കോമ അവിടെ she refused to. കേട്ടോ മാ? High Court turned down the further plea by government. Yes, ardent people warned reluctant അല്ല രാഹുലെ, ardent people won't be reluctant to work hard. Won't be, അവിടെ ബി എന്ന വേർബ് കൊടുത്തേ. റിലക്റ്റന്റ് അഡ്ജക്റ്റീവാ, അഡ്ജക്റ്റീവിന്റെ മുമ്പിൽ നിങ്ങൾ സ്റ്റേറ്റ് വേർബ് കൊടുക്കുക, ബി കൊടുക്കുക. ഐ എം റിലക്റ്റന്റ് ടു മെഡൽ ഇൻ അതേഴ്സ് പേഴ്സണൽ അഫയേഴ്സ്. ദാറ്റ്സ് ഗ്രേറ്റ്. ദ വാട്സ്ആപ്പ് അമ്മാവൻസ് ഓഫർ ടെസ്റ്റ് ദി ഓഫൺ അല്ലേ, ഓഫൺ ടെസ്റ്റ് ദി pinnacle of my patience. ചില സമയത്ത് കൊള്ള, അടിപൊളി. മെറ്റവേഴ്സ് ഈസ് എ pinnacle of technology. യെസ് ആണ് മാം. അഡ്വാൻസ് ക്ലാസ് എന്ത് പേരിലെ ബാങ്ക്? അഡ്വാൻസ് ക്ലാസ് അത് ഒരുമിച്ചാടാ രാഹുലെ, അത് ഒരുമിച്ചാ, ഒറ്റ പാക്കേജാണ്. ബേസിക്സും അഡ്വാൻസും ഒരുമിച്ച്, രണ്ട് കോഴ്സുകൾ ഒരുമിച്ച് കിട്ടും. അതാണ് നിനക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതാ ഞാൻ പറഞ്ഞത്. അതിന്റെ പേര് ഇങ്ങനെ ബാങ്ക് വീഡിയോ കോഴ്സ്, ബാങ്ക് കോംപ്രഹെൻസീവ് വീഡിയോ കോഴ്സ് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അതാ. നിനക്കത് വേണമെങ്കിൽ ഞാനിപ്പോൾ ലിങ്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതാണ് ഒരുമിച്ച് കിട്ടും. അതിൽ അഡ്വാൻസും കിട്ടും. നിനക്ക് ഒറ്റയടിക്ക് സെപ്പറേറ്റ് ആയിട്ട് മേടിക്കണം. ഒറ്റയടിക്ക് 1460 രൂപയ്ക്ക് കിട്ടും. അതല്ലേ നല്ലത്. റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, പക്ഷെ അത് സെറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഷീ ഇൻഫ്യൂസ് എ ജാവ് വിത്ത് പിക്കിൾ. ദാറ്റ്സ് ഗ്രേറ്റ്. സൂര്യയുടെ ആൾക്കാരാണോ ഇവിടെ? കൊള്ളാം. രാഹുൽ വേണമെങ്കിൽ പറയട്ടെ, ഞാനിപ്പോൾ ലിങ്ക് അയച്ചു തരാം. പൊളിറ്റീഷ്യൻസ് ഹാവ് ബീൻ aloof in declaring or aloof distant declaring അല്ലടാ വേണ്ട, അവിടെ പാർട്ടിസിപ്പിൾ കൊടുക്കുക. ഡിക്ലെയറിംഗ് ടു സ്പാം തിങ്സ് വിച്ച് വാസ് ഡ്രബിംഗ് ആൻഡ് മെഡ്ലിംഗ് ആക്ഷൻസ് മെയ്ഡ് റിലക്റ്റന്റ്. അപ്പോൾ വൊക്കാബുലറി സെറ്റ് ആണോ? അത് എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര സങ്കടം. ഒരാളെ തല്ലുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഒരാളെ തല്ലുന്നത്, ഒരാളുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശരിക്കും ലിറ്ററേച്ചറിൽ ഒരു തിയറി തന്നെയുണ്ട് കേട്ടോ. നമുക്കൊരിക്കലും ഒരാളെ തല്ലാൻ പാടില്ല ഇൻ ദ സെൻസ് നമുക്ക് അധികാരമില്ല ഒരാളെ. നമ്മുടെ അച്ഛനും അമ്മയും പോലും മക്കളെ തല്ലാൻ പാടില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഒരിക്കലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരാൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും അയാളെ ഫിസിക്കലി അബ്യൂസ് ചെയ്യാൻ പാടില്ല. ദാറ്റ്സ് റോങ്. ദാറ്റ്സ് ലിറ്ററലി എത്തിക്കലി റോങ് ആയൊരു കാര്യമാണ്. അപ്പോൾ തല്ലുക എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ നീ ഒരു അധികാരം ഇല്ലാതെ ഒരുത്തനെ, നിനക്ക് ദേഷ്യം വന്നു, നിന്റെ ദേഷ്യം തീർക്കാൻ നീ ഒരുത്തനെ മേത്തോട്ട് തല്ലി കയറി ചെയ്യേണ്ട കാര്യം നിനക്കില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ അപ്പം മധുവിൻ്റെ കേസൊന്നും ആലോചിച്ച് നോക്കിയേ. അവനെ തല്ലി കൊന്നു. അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പാടില്ല. ദാറ്റ് ഇസ് അഗൈൻസ്റ്റ് എന്താ പറയുക, മനുഷ്യൻ്റെ സെന്റിമെന്റാലിറ്റിയോട് തന്നെ എതിരാണ്. അതാണ് ഈ പ്രശ്നം. കേരള പാക്കിൽ അതുണ്ടോ? കേരള പാക്കിലുണ്ടെന്നാണ്, മഹാപാക്കിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നീ ഒന്ന് നോക്കിയ മഹാപാക്കിലുണ്ടെന്ന്. മഹാപാക്ക് എടുത്ത പിള്ളേർ ഒന്ന് പറയോ? ഷമാസ നീ ഒന്ന് ചെക്ക് ചെയ്തേടാ. നിനക്കറിയാലോ മഹാപാക്കല്ലേ നീ. മഹാപ്പെടുത്ത പിള്ളേർ ഒന്ന് നോക്കൂ. രാഹുലിന് പറഞ്ഞ പോലെ ആ ബാങ്കിന്റെ കോംപ്രഹെൻസീവ് ബാച്ച് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
അല്ലേ? ഉണ്ടല്ലേ? അതുകൊണ്ട് കോംപ്രഹെൻസീവ് ബാച്ച് ഉണ്ട് കേട്ടോ. യെസ് യെസ്. എൻ്റെ നെറ്റ് ഇവിടെ പ്രശ്നമായിരുന്നല്ലോ പിന്നെയും. ഇപ്പോൾ ഓക്കെ ആയുള്ളൂ അല്ലേ? അലൂഫ് പറയാം. അലൂഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളത് അല്ലേ? അഡ്ജക്റ്റീവ് ആണേ. അലൂഫ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളത്, അത് ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് കേട്ടോ. പണിവാളി അല്ലേ? ഗാന്ധി ഇൻഫ്യൂസ്ഡ് ഹാർട്ട് ഓഫ് ഇന്ത്യൻ പീപ്പിൾ വിത്ത് ദ ഫ്രീഡംസ് ജോയ്. യെസ്. ഞാൻ എൻ്റെ പ്രശ്നം കരുതിയില്ല പിള്ളേർ, ഞാൻ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇപ്പൊ സെറ്റായില്ല, ഞാൻ തിരിച്ചു വന്നില്ലേ? വിരാട് കോഹ്ലി കോൺടോർഡ് ദ ഇന്ത്യൻ ടെസ്റ്റ് ടീം ആൻഡ് മെയ്ഡ് ദം ടു റീച്ച് ബിഗർ പിനക്കിൾ ഇൻ ദ പാസ്റ്റ് 5 years. യെസ്. ഓൾ ഇന്ത്യ സൂര്യ ഫാൻസ്. തുടങ്ങി. ആദർശേ, ഫാൻസിന് അപ്പസ്ട്രോഫി വേണ്ടടാ. സ്റ്റേയിങ് അലോഫ് ഇസ് നോട്ട് എ സൊല്യൂഷൻ, ഇറ്റ് ഈസ് കവേർഡ്ലി ഇവേഷൻ. എലനോർ റൂസ്വെൽറ്റ്. യാ. ആന്റണി ആണ് ഡിസ്റ്റന്റ് ആയിട്ട് നിൽക്കുക, ഫെമിലിയർ ആയിട്ട് നിൽക്കുക. യെസ്. ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുക, ഫെമിലിയർ ആയിട്ട് നിൽക്കുക. ക്ലോസ് ഇല്ലേ? ക്ലോസിന്റെ അലൂഫിന്റെ കറക്റ്റ് ആന്റണിം എന്താ ചോദിച്ചാൽ ഞാൻ പറയാം ക്ലോസ് ആട്ടോ വിനു. ക്ലോസ് ആണ്, അതാണ്. ഓക്കെ ഓക്കെ അല്ലേ പിള്ളേരെ? നമുക്കപ്പോൾ നേരെ ആർട്ടിക്കിളോട്ട് പോയാലോ? ലെറ്റ്സ് ടേക്ക് ജസ്റ്റ് 10 minutes ആർട്ടിക്കിൾ വായിക്കാം. ഓക്കെ, ആർട്ടിക്കിളോട്ട് പോട്ടോ. അപ്പോൾ ആർട്ടിക്കിൾ ഇതാണ്, കീപ് ഇറ്റ് സിമ്പിൾ. സിമ്പിൾ ആയിട്ടൊന്ന് കീപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് കീപ്പ് ഇറ്റ് സിമ്പിൾ എന്ന് നോക്കാം അല്ലേ? കീപ്പ് ഇറ്റ് സിമ്പിൾ നോക്കാം, വായിക്കാം. അപ്പോൾ മനസ്സിലാക്കി എല്ലാവരും തംസപ്പെട്ട് കോമന്റ് സെക്ഷൻ ഒന്ന് സെറ്റ് ആവട്ടെ. എന്നെ നെറ്റ് പോക്കാടാ, നെറ്റ് പോക്ക. എന്നെ സങ്കടപ്പെടുത്തല്ലേ? ഇനിയിപ്പോൾ നെറ്റ് പോക്കാന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമായി. ഇനിയിപ്പോൾ അവന്മാരെ വിളിച്ച് രണ്ടെണ്ണം പറയണമെന്ന്. എന്തായാലും ഒന്ന് പറയണം. ഞാൻ ഇന്ന് എന്തായാലും വഴക്ക് പറയും അവന്മാരെ. എന്നിട്ട് അവന്മാര് നമ്മുടെ അടുത്ത് അഭിനയം ഒന്നും പ്രശ്നമില്ല, ഇവിടെ ഒരു പ്രശ്നമില്ല മിസ്സേ. അല്ല, ഇവിടെ ഒന്നും പ്രശ്നം മിസ്സെന്നല്ല. മിസ് ഇപ്പം ഞാൻ അറിയാതെ എന്നെ വിളിച്ചു പോയതാ. മിസ്സെ ഞാൻ എന്നെ തന്നെ അഡ്രസ്സ് ചെയ്ത് പോയതാ. ഒരു പ്രശ്നമില്ലെന്ന് എന്നോട് പറയും. അതാണ് കള്ളന്മാർ. ശരിയാക്കി കൊടുക്കാൻ ഞാൻ. കീപ് ഇറ്റ് സിമ്പിൾ, അത് നമുക്ക് വായിക്കാം. അപ്പോൾ എഡിറ്റോറിയൽ വൊക്കാബുലറി ഒക്കെ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു കാര്യം ചെയ്താൽ എനിക്കൊരു തംസപ്പെട്ടെ അല്ലേ? എഡിറ്റോറിയൽ വൊക്കാബുലറി മനസ്സിലായെങ്കിൽ എല്ലാവരും തംസപ്പെട്ടെ. ലെറ്റ്സ് മൂവ്. കീപ് ഇറ്റ് സിമ്പിൾ. എനി മാൻഡേറ്ററി ലിങ്കിങ് ഓഫ് ആധാർ ടു ദി വോട്ടർ ID ഇസ് പ്രോബ്ലമാറ്റിക്. അപ്പോൾ ഒരു പ്രശ്നം എന്താ? നമ്മൾ എന്തൊരു മാൻഡേറ്ററി ലിങ്കിങ്ങും നിർബന്ധമായ ലിങ്കിങ്ങും കൊടുക്കുകയാണ് ആധാറുമായിട്ട് വോട്ടേഴ്സ് ID ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പണി പാളും എന്നാണ് ഇവിടെ പറയുന്നത്. ഓതറിന്റെ ഇതാണ്, ഓതർ പറയുന്നതാണ്. ലെറ്റ്സ് സീ എങ്ങനെയാന്ന് നോക്കാം. മാൻഡേറ്ററി മീൻസ് ഒബ്ലിഗേറ്ററി അല്ലെ? നിർബന്ധമായിട്ട് കമ്പൽസറി ആയിട്ടുള്ള ലിങ്കിങ് എന്തെങ്കിലും വോട്ടേഴ്സ് ID ആയിട്ട് കൊടുത്തത് പണി പാളും എന്നാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം എന്താന്ന് അല്ലേ? വിശ്വരാജ് ഓക്കെ, ബൈ ബൈ, ടേക്ക് കെയർ. അപ്പോൾ one of the clear successes of Indian democracy has been the regular conduct of elections and the relatively high participation of electors in the voting process compared to other countries. Besides the fact that the process is relatively simple, relatively കഴിഞ്ഞിട്ട് simple ആണ്, simpler അല്ല അല്ലേ? Simple. With the use of the electronic voting machine, high voter turnout has also been possible due to registration drives by the Election Commission of India (ECI). Periodically, the ECI does face ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, emphasis കൊടുക്കാൻ ഉപയോഗിക്കാം does plus V1, does face the issue of cleaning up of electoral rolls due to increases in migrant populations in urban sprawls, demographic changes due to പറഞ്ഞു വരുന്ന ഇതാണ്. സാധാരണയായിട്ട് മറ്റ് കൺട്രീസിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഒരു മേന്മയുണ്ട്. എന്താ വെച്ചാൽ ഇന്ത്യയുടെ ഡെമോക്രസി ഭയങ്കര സക്സസ്ഫുൾ ആണ്. അതെന്താ വെച്ചാൽ പീരിയോഡിക്കലായിട്ട് ഇലക്ഷൻ നടത്താറുണ്ട്, കറക്റ്റായിട്ട് റെഗുലർ ആയിട്ട്. ഇലക്ഷന്റെ കാര്യത്തിൽ മുറ പോലെ അല്ലേ? സർക്കാരിന്റെ കാര്യം മുറ പോലെ എന്ന് പറയുന്നത് ഇലക്ഷൻ കാര്യം മുറ പോലെ നമ്മൾ നടത്താറുണ്ട്. മാത്രമല്ല റിലേറ്റീവ്ലി സാധാരണ കമ്പാരിറ്റീവ്ലി ഹൈ പാർട്ടിസിപ്പേഷൻ ഉണ്ട് ഇലക്ടേഴ്സിന്റെ കാര്യത്തിൽ, വോട്ട് ചെയ്യുന്ന പ്രോസസ്സിൽ മറ്റ് കൺട്രീസിനെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് പ്രോസസ്സ് റിലേറ്റീവ്ലി സിമ്പിൾ ആണ്. ഇന്ത്യയിൽ കാര്യം നമ്മുടെ ഈ ഒരു നമ്മുടെ ഇതിന് ഉപയോഗത്തിലുണ്ട്. നമ്മുടെ ഈ ഒരു ഇന്ത്യയുടെ ഇലക്ഷന്റെ ഒരു പ്രത്യേകത കാരണം വളരെ സിമ്പിളർ ആയതുകൊണ്ട് ആൾക്കാരൊക്കെ കൂടുതലാണ് ചെയ്യുന്നത്. പീരിയോഡിക്കലി ഇലക്ഷൻ കമ്മീഷൻ എന്ത് ചെയ്തു, ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. കാരണം ക്ലീനപ്പ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്ന് ഇലക്ട്രൽ റോൾസ് തിരിച്ചൊരു റെസ്റ്റോർ ചെയ്ത് ഓർഡറിലോട്ട് തിരിച്ചു വരുന്ന ഇച്ചിരി പ്രശ്നമാണ്. കാരണം മൈഗ്രന്റ് പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അർബൻ ഏരിയയിൽ. മാത്രമല്ല ഡെമോഗ്രഫിക്ക് ചേഞ്ച് ചെയ്യുവാണ് അല്ലേ? വയസ്സ് അല്ലെ? കുട്ടികൾ 18 വയസ്സിന് പെട്ടെന്ന് അല്ലെ, 18 വയസ്സിന് പിള്ളേരും ഇല്ലേ? ഡെമോഗ്രഫി ഓരോ യങ് പോപ്പുലേഷൻ കൂടി വരാണ്. അപ്പോൾ ഏജ് കൂടി വരുമ്പോൾ പെട്ടെന്ന് അതിന്റെ റിവിഷൻ നടത്തിക്കൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം കൂടെ എവിടെയുണ്ട്? നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ കാര്യത്തിലുണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ മാത്രം നമ്മുടെ ഇലക്ഷൻ കമ്മീഷനുണ്ട്. മേഘ അത് റെഡി ആവും കേട്ടോ. മേഘ ആദ്യമായിട്ട് വരുന്നതല്ലേ, മേഘ ഇത് അടുത്ത 2-3 ദിവസത്തിനുള്ളിൽ മേഘ സെറ്റ് ആവും. വൺസ് ഇതിലൊന്ന് സീരിയസ് ആയിട്ട് നമ്മളൊന്ന് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ മേഘ ഇതിലോട്ട് യൂസ് ടു ആവും, മേഘയ്ക്ക് സെറ്റ് ആവും. ദാറ്റ്സ് മൈ വേർഡ്, ട്രസ്റ്റ് മീ കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. To the entry of more eligible voters besides deaths of older people, but
Repeated cycles of elections have allowed for a cohesion in this process, with voters allowed to register based on proofs of their age and current place of residence. With the increase in the school-educated population and most Indian citizens living in houses whose addresses are to be mentioned in several identity documents, registering to vote is a relatively easy process. This begs the question as to why election authorities are coercing citizens to mandatorily link registration in voter rolls with their Aadhaar number, as recent reports have indicated. In December 2021, the Lok Sabha, അങ്ങോട്ട് പോട്ടോ നമുക്ക് നോക്കാം, പറഞ്ഞു വരുന്ന ഇതാണ്. ഒരുപാട് ആൾക്കാർ, ചെറിയ കുട്ടികൾ 18 വയസ്സൊക്കെ ആകുമ്പോഴേക്കും വോട്ടർ എലിജിബിൾ ആവുമല്ലോ. അങ്ങനെ വരും, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ ഡെമോഗ്രഫിക്ക് വരുന്നു എന്ന് ഒഴിച്ച് ബാക്കി ഒന്നുമില്ല. പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഈ പറയുന്ന കാര്യം ഇല്ലെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത്. അത് മാത്രമേ ചെറിയൊരു ബുദ്ധിമുട്ട് വരുന്നുള്ളൂ. അപ്പോൾ പുതിയ കുട്ടികൾ ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. മാത്രമല്ല ഡെത്ത് വരുന്നുണ്ട്, ഓൾഡർ പീപ്പിൾ ഡെത്ത് വരുന്നുണ്ട്, അത് അവരെ മാറ്റുകയും ചെയ്യണം അല്ലേ, അവരെ ആ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റുകയും ചെയ്യണം. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മുടെ വോട്ടിങ്ങിന്റെ ഇലക്ഷന്റെ റിപ്പീറ്റഡ് സൈക്കിൾസ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിന് ഒരു കൊഹിഷൻ കൊണ്ടുവരിക ചെയ്തത്, ഈ ഒരു യൂണിറ്റി കൊണ്ടുവരിക ചെയ്തത്. വളരെ സിമ്പിൾ പരിപാടിയാണ്. അത് മാത്രമല്ല അവർക്ക് രജിസ്റ്റർ ചെയ്യാം ബേസ്ഡ് ഓൺ ദർ പ്രൂഫ്സ് വെച്ചിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാം. അവരുടെ ഏജും അവരുടെ കറന്റ് പ്ലേസും റെസിഡൻസും ഒക്കെ കൂടെ കറന്റ് പ്ലേസും റെസിഡൻസും ഒക്കെ വെച്ചിട്ട് അവർക്ക് രജിസ്റ്റർ ചെയ്യാൻ എളുപ്പമാണ്. പരിപാടി പ്രക്രിയ ഇസ് വെരി സിമ്പിൾ. അതാണ് നമ്മുടെ ഇന്ത്യയിലെ വോട്ടർ പ്രക്രിയയുടെ ഏറ്റവും വലിയൊരു സിമ്പിളായ ഒരു പരിപാടി. അപ്പോൾ അത് ഈസിയാണ്, കമ്പാരിറ്റീവ്ലി ഈസിയാണ് മറ്റ് കൺട്രീസിൽ വെച്ച് നോക്കുമ്പോൾ. മാത്രമല്ല ഇന്ത്യയിൽ വരുമ്പോൾ സ്കൂൾ എഡ്യൂക്കേറ്റഡ് പോപ്പുലേഷൻ ആണ് അല്ലേ. മാത്രമല്ല ഇന്ത്യൻസ് ഒക്കെ എല്ലാവരും അത്യാവശ്യം അവരവരുടെ വീട്ടിൽ താമസിക്കുന്ന ലിവിംഗ് ഇൻ ഹൗസസ്, അവരുടെ അഡ്രസ്സസ് ഇതാണ്, ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ്, അവരുടെ ഐഡന്റിറ്റി ഡോക്യുമെന്റ്സ് കൂടെ കൊടുത്തു വിട്ടിട്ടുണ്ടെങ്കിൽ എളുപ്പ പരിപാടി. അതുകൊണ്ട് വേറെ റിലേറ്റീവ്ലി വോട്ടിങ്ങിലോട്ട് രജിസ്റ്റർ ചെയ്യാന്ന് പറയുന്നത് വലിയ പരിപാടിയുള്ള കാര്യമൊന്നുമല്ല, എളുപ്പ പ്രക്രിയയാണെന്നാണ് പറയുന്നത്. പക്ഷെ അവിടെയാണ് നമ്മുടെ വേറൊരു ക്വസ്റ്റ്യൻ, ദർ ഇസ് എ ക്വസ്റ്റ്യൻ ടു ബി ബെഗ്ഡ്. എന്താണ്? വെദർ ഇലക്ഷൻ അതോറിറ്റീസ് ആർ കോയസിംഗ് സിറ്റിസൺസ് ടു മാൻഡേറ്ററി ലിങ്ക്. അവിടെയാണ് നിർബന്ധിച്ച് നമ്മൾ ആധാറുമായിട്ട് ലിങ്ക് ചെയ്യേണ്ട കാര്യം എന്താ? അവിടെ അങ്ങനെ ഇത്ര ഈസി പ്രക്രിയ ആയിരിക്കുമ്പോൾ, ഇത്രയും അല്ലാതെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടല്ലേ, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാം. പക്ഷെ ഒരു പ്രോബ്ലം ഇല്ലാത്തയിടത്ത് ഇത്ര ഈസി ആയ ഒരു പ്രക്രിയനെ വീണ്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാൻ വേണ്ടി എന്തിനാണ് ആധാർ നമ്പറുമായിട്ട് നമ്മുടെ വോട്ടേഴ്സ് ഐ ഡി ലിങ്ക് ചെയ്യുന്നത്? അത് തന്നെ ഒരു പ്രോബ്ലമാറ്റിക് സിറ്റുവേഷൻ അല്ലേ. അവിടെയാണ്, അതാണ് റീസെന്റ് റിപ്പോർട്ട്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഒരു കാര്യം. അപ്പോൾ 2021 ഡിസംബറിൽ ലോക്സഭ പാസ് ചെയ്തു ഇലക്ഷൻ ലോസ് അമെന്റ്മെന്റ് ബില്ല്. അപ്പൊ 2021 ഡിസംബറിൽ ഓർത്തോണെ, ഇലക്ഷൻ ലോസ് അമെന്റ്മെന്റ് ബില്ല് എന്നാ പാസ് ചെയ്തേ? 2021. ശ്രദ്ധിച്ചോണേ, ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കും. അപ്പോൾ അയ്യോ മിസ് പണ്ട് പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് കിട്ടിയ നിങ്ങൾ പിന്നെ എന്നെ ഓർത്താലോ അല്ലേ. 2021 ഡിസംബർ 2021 ഓർത്തോണേ, ഡിസംബർ 2021 ലോക്സഭ പാസ് ചെയ്തു ഇലക്ഷൻ ലോസ് അമെന്റ്മെന്റ് ബില്ല്. എന്തിനു വേണ്ട? സീക്കിംഗ് ടു ലിങ്ക് ദ വോട്ടേഴ്സ് ഐ ഡി കാർഡ് വിത്ത് ആധാർ നമ്പർ ഇൻ ഓർഡർ ടു അവോയ്ഡ് എറേഴ്സ് സച്ച് ആസ് വോട്ടർ ഡ്യൂപ്ലിക്കേഷൻ ഓൺ ദ ഇലക്ടറൽ റോൾ. ബട്ട് ദ ഗവൺമെന്റ് ആൻഡ് ലേറ്റർ ECI അതോറിറ്റീസ് ഹാവ് ഇൻസിസ്റ്റഡ് ദാറ്റ് ദിസ് പ്രോസസ് വുഡ് ബി വോളണ്ടറി. പറഞ്ഞു. അപ്പൊ ഒരു കാര്യം, അമെന്റ്മെന്റ് ബിൽ എന്തിനാ? ഒരു കാര്യം ചെയ്യാം, ഡ്യൂപ്ലിക്കേഷൻ ഒന്നും ആരും വരുത്തണ്ട അല്ലെ. എന്റെ പേര് ഇപ്പൊ റിന്റു സെബാസ്റ്റ്യൻ എന്ന പേര് പറഞ്ഞ് വേറൊരാൾ വന്ന് വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് സംതിങ് ക്രിമിനൽ അല്ലേ. അത് ക്രിമിനൽ ആയതുകൊണ്ട് അത് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഞാൻ വോട്ടേഴ്സ് ID ലിങ്ക് ചെയ്തേക്കാം, ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തേക്കാം, ആധാർ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തേക്കാം എന്ന് വെക്കാൻ ചെയ്യാം. പക്ഷെ അത് വെറും വോളണ്ടറി ഒരു കാര്യം മാത്രം. ECI പിന്നെ പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ പിന്നെ പറഞ്ഞു, ഗവൺമെന്റും പറഞ്ഞു, അതുപോലെ ECIയും പറഞ്ഞു അത് വേണ്ട, നിനക്ക് വേണമെങ്കിൽ ചെയ്തോ, വേണ്ടെങ്കിൽ വേണ്ട, നമ്മൾ നിർബന്ധിക്കുന്നൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി, ഇറ്റ്സ് ജസ്റ്റ് വോളണ്ടറി. വേണമെങ്കിൽ ചെയ്താൽ മതി, ഇറ്റ്സ് ഓപ്ഷണൽ ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ ഇടയ്ക്ക് അത് കുത്തിപ്പൊക്കി വീണ്ടും വരുന്നുണ്ട്, ആധാർ നമ്പറുമായിട്ട് ചെയ്യണമെന്നുള്ള. അവിടെയാണ് നമുക്ക് എതിർപ്പ് കാണിക്കുന്നത്. എന്തിനാ, അതിന്റെ ആവശ്യം എന്താ എന്നുള്ളത് നോക്കാം. ദ ആധാർ നമ്പർ ഇസ് നോട്ട് എ പ്രൂഫ് ഓഫ് സിറ്റിസൺഷിപ്പ് ആൻഡ് is meant to be issued to residents, while only adults who are resident in India are eligible to vote. Instrumentally speaking, matching the Aadhaar number to the electoral roll in order to perform verification is not a foolproof process. The Internet Freedom Foundation പറഞ്ഞു വരുന്നത് എന്നാ വെച്ചാൽ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാവർക്കും ശരിക്കും പറഞ്ഞാൽ സിറ്റിസൺഷിപ്പിന്റെ പ്രൂഫ് അല്ലല്ലോ ഈ ആധാർ നമ്പർ എന്ന് പറഞ്ഞാൽ. സിറ്റിസൺഷിപ്പിന്റെ പ്രൂഫ് ഒന്നും അല്ലല്ലോ. അല്ല, അത് മാത്രമല്ല നമ്മൾ ഇറ്റ്സ് നോട്ട് സിറ്റിസൺഷിപ്പ് പ്രൂഫ് അല്ല ഒന്ന്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഈ റെസിഡൻസിന് കൊടുക്കുമ്പോൾ ഇഷ്യൂ ചെയ്യുന്ന ഈ ആധാർ നമ്പർ എന്ന് പറയുന്ന സാധനം ഈ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമേ ഇല്ല. ആകപ്പാട് അഡൾട്ട് സിറ്റിസൺസിന് മാത്രമേ റൈറ്റ് ടു വോട്ടുള്ളൂ. അവർ ഇന്ത്യയിലെ 18 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക് 18 or above അല്ലെ, 18 or above മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ ആധാർ കാർഡിന്റെ ആവശ്യം എന്താ? ബാക്കിയുള്ളവർക്കൊക്കെ ആധാർ ഉള്ളതല്ല, അപ്പൊ അതിന്റെ ആവശ്യമില്ല. അപ്പൊ ശരിക്കും ഇൻസ്ട്രുമെന്റലി സ്പീക്കിംഗ്, അതായത് ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കലി സംസാരിക്കുമ്പോൾ, പ്രാക്ടിക്കലി സ്പീക്കിംഗ്, നമ്മൾ പ്രാക്ടിക്കലി ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ആധാർ കാർഡുമായിട്ട് ഇലക്ട്രൽ റോൾ നമ്പർ വെരിഫിക്കേഷന്റെ ആവശ്യമില്ല. അതൊരു ഫുൾ പ്രൂഫ് പ്രോസസ് തന്നെ, അതിന്റെ ആവശ്യമില്ല. ഇറ്റ്സ് നോട്ട് എ ഫുൾ പ്രൂഫ് പ്രോസസ്. അത് ഫുൾ പ്രൂഫ് വരുന്നു എന്നുള്ള രീതിയിലൊന്നും ഇല്ല, അതിന്റെ ആവശ്യമില്ല അവിടെ. അതാണ് പറയുന്നത്. അപ്പോൾ ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ
ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഡേറ്റ കൊണ്ടുവന്നിട്ട് കാണിച്ചു, കൃത്യമായിട്ട് ഡേറ്റ് മുമ്പോട്ട് വെച്ചിട്ട് പറഞ്ഞു that self-reported errors in Aadhaar database are higher than those in electoral database. There is also evidence that Aadhaar linkage with voter ID cards, as in the assembly elections in Telangana and Andhra Pradesh recently, for example, led to the arbitrary deletion of eligible voters on a large scale. Besides, Kudade, with the Aadhaar number now being used to access a variety of services linking to voter IDs, when aggregated from booth level data, can possibly lead to misuse by agencies that can access them to profile voters based on harvested information. The absence of a data protection law heightens the risk of this possibility as അപ്പോൾ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിള്ളേരെ, ചാടിക്കയറി നിങ്ങൾ ലിങ്ക് ചെയ്യാനൊന്നും പോരുത്. കാര്യം ഇവിടെ എക്സാമ്പിൾ വെച്ചിട്ട് സൈറ്റ് ചെയ്ത് കൃത്യമായിട്ട് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്. നമ്മുടെ ഇന്റർനെറ്റ് ഫ്രീഡം സൊസൈറ്റി നോക്കണേ, ഇന്റർനെറ്റ് ഫ്രീഡം സൊസൈറ്റിയിലെ ഫൗണ്ടേഷൻ, ഇന്റർനെറ്റ് ഫ്രീഡം ഫൗണ്ടേഷൻ കഴിഞ്ഞ ദിവസം വിത്ത് പ്രൂഫ് പറയുന്നുണ്ട്. നോക്കി അവരിങ്ങനെ ഡേറ്റ എടുത്ത് അനലൈസ് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി ദാറ്റ് സെൽഫ് റിപ്പോർട്ടഡ് എറേഴ്സ് കുറവാണ്. ആധാർ നമ്പറിന്റെ സെൽഫ് റിപ്പോർട്ടഡ് എറേഴ്സിന്റെ ഡേറ്റാബേസ് ഇല്ലേ, അതെടുത്ത് നോക്കുമ്പോൾ അത് കുറവാണ് ശരിക്കും. ഇലക്ട്രൽ ഡേറ്റാബേസ് വെച്ച് നോക്കുമ്പോൾ ഇലക്ട്രൽ ഡേറ്റാബേസിൽ ഏറ്റവും കൂടുതൽ തെറ്റ് വരുന്നത്. അപ്പോൾ അത് ആദ്യം തിരുത്തട്ടെ, അല്ലാതെ ഇവിടെ കയറി ആധാർ കാർഡിന്റെ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന കാര്യത്തിൽ നിർത്തട്ടെ. ഈ ആധാർ കാർഡിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇലക്ഷനിൽ നിൽക്കുമ്പോൾ എസ്പെഷ്യലി എക്സാമ്പിൾ എടുത്ത് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും കഴിഞ്ഞ ദിവസം ഒരു സെക്കൻഡ്, തെലങ്കാനയിലും ആന്ധ്രാപ്രദേശിലും നമുക്കത് നോട്ട് ചെയ്തേക്കാം. എക്സാമ്പിൾ എടുത്ത് പറയുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എന്താണ് സുപ്രീം കോടതിയെല്ലാം ശ്രദ്ധിച്ചോണം പിള്ളേരെ. എങ്ങനെ പറയുകയാണ്, അസംബ്ലി ഇലക്ഷൻസ് ഇൻ തെലങ്കാന ആന്ധ്രാപ്രദേശ് റീസെന്റ്, ഫോർ എക്സാമ്പിൾ അവിടെ റീസെന്റ് നമുക്ക് കണ്ടാൽ മനസ്സിൽ ഒരു ആർബിട്രറി ഡിലീഷൻ നടക്കുന്നുണ്ട്, ഒരു റാൻഡം ഡിലീഷൻ ഓഫ് ഒന്നും ചോദിക്കാതെ റാൻഡം ആയിട്ട് കുറച്ച് വോട്ടേഴ്സിന്റെ പേര് ഡിലീറ്റ് ചെയ്ത് കളയുന്നതായിട്ട് കാണാൻ പറ്റി. ആധാർ ലിങ്കേജ് ആണെന്ന് പേര് പറഞ്ഞുകൊണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഇരട്ടിപ്പണിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റു ഒരുപാട് സർവീസസുമായിട്ട് ലിങ്ക് ചെയ്യുന്ന സാധനമാണ് ഈ ആധാർ നമ്പർ. അപ്പോൾ അത് വോട്ടേഴ്സ് ഐ ഡി ആയിട്ട് കൂടെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യാൻ പോകണേ, വി ആർ ഗോയിങ് ടു ഗ്രൂപ്പ്, അതിനെ വീണ്ടും ഗ്രൂപ്പ് ചെയ്യണം, മറ്റ് ബൂത്ത് ലെവൽ ഡേറ്റയായിട്ട് ലിങ്ക് ചെയ്യുന്നു. അത് മിസ്യൂസിന് കാരണമാകും, ഏജൻസിക്കാർ അത് മിസ്യൂസിന് കാരണമാകും പ്രൊഫൈൽ വോട്ടേഴ്സിനായിട്ട് അല്ലേ. എന്നിട്ട് അവർക്ക് ഇൻഫർമേഷൻ ഹാർവെസ്റ്റ് ചെയ്യാൻ പറ്റും, കൂട്ടിച്ചേർക്കാൻ പറ്റും. അതൊക്കെ മറ്റൊരു പരിപാടിയാണ്. അപ്പം നമ്മളെ നാട്ടിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ ഇല്ലാത്തത്രയും കാലം നമുക്കിവിടെ ഒരു നല്ലൊരു ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ വരട്ടെ ആദ്യം. അതില്ല, ഡേറ്റ പ്രൊട്ടക്ഷൻ ലോ ഇല്ലാത്തൊരു കാര്യം. ആ സമയത്ത് റിസ്ക് ഹൈറ്റൻ ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ്. ഇറ്റ് ഇസ് റിസ്ക് ഓഫ് പോസിബിലിറ്റി കൂടുതലാണ്. അപ്പോൾ റിസ്ക് ഇങ്ങനെ ഒരു കാര്യത്തിൽ റിസ്ക് ഉള്ള സമയത്ത് നമ്മളത് വോളണ്ടറി ആയിട്ട് ചെയ്യാതിരിക്കുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നാണ് പറയുന്നത്. സ്കോളേഴ്സ് സ്റ്റഡിങ് ഇൻ ഇലക്ഷൻസ് ഒരുപാട് സ്കോളേഴ്സ് ഉണ്ട്, ഇലക്ഷനെ പറ്റി പഠിക്കുന്ന സ്കോളേഴ്സ് ഉണ്ട് അല്ലെ, ഇൻ വേരിയസ് കൺട്രീസ്, പല കൺട്രീസിലുണ്ട്. അവർ സ്റ്റേറ്റഡ് ദാറ്റ്, അവർ പറയുന്നത് ഇങ്ങനെയാണ്: simplicity in design and effectiveness of constitutional institutions such as ECI, Election Commission of India, have gone a long way in easing voting and settling India apart as an electoral democracy. ശരിക്കും പറഞ്ഞാൽ ഇലക്ഷനെ പറ്റി പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സ്കോളേഴ്സ്, ഒരു പറ്റം സ്കോളേഴ്സ് ഉണ്ട്. അവർ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഡെമോക്രസിയെ ഏറ്റവും മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യൽ ആക്കി, ഡിഫറെന്റ് ആക്കി കാണുന്നത്, സെറ്റ് അപ്പാർട്ട് ആക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയുടെ സിംപ്ലിസിറ്റി ഓഫ് ഡിസൈൻ ആൻഡ് ഇഫക്റ്റീവ്നെസ് ആണ്. കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇഫക്റ്റീവ്നെസ്സും എസ്പെഷ്യലി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഇഫക്റ്റീവ്നെസ് കാരണമാണ് ഇന്ത്യയുടെ വോട്ടിംഗ് ഇത്ര സെറ്റ് ആവുന്നത്. ആ വോട്ടിംഗ് ഇത്ര സിമ്പിൾ ആക്കിയതുകൊണ്ടാണ് ഇന്ത്യ ഈസ് ഡിഫറെന്റ് ആൻഡ് സ്പെഷ്യൽ ആയിട്ട് നിൽക്കുന്നത്. മറ്റ് ഇലക്ട്രൽ ഡെമോക്രസിയിൽ നിന്ന് സ്പെഷ്യൽ ആയിട്ട് ഇന്ത്യ കാണപ്പെടുന്ന ഇന്ത്യയുടെ ഈ സിംപ്ലിസിറ്റിയാണ്. ഈ സിംപ്ലിസിറ്റി മാറ്റിക്കളഞ്ഞാൽ ഇന്ത്യയുടെ ആ സോൾ അങ്ങ് പോകും. എന്തിനാ വെറുതെ ഇന്ത്യ ഉള്ള പേരൂടെ കളയുന്നേ? നാറ്റിക്കണോ അല്ലേ? നാറ്റിക്കേണ്ട കാര്യമുണ്ടോ? ദ ഇൻസിസ്റ്റൻസ് ഓൺ, എന്തിനാ നിർബന്ധിക്കുന്നത്? ഇൻസിസ്റ്റൻസ്, നിർബന്ധം, കമ്പൽഷൻ. Compulsion on link other with voter ID militates against these principles. ഇതിനെതിരാ the ECI should limit itself to utilizing existing proofs for voter authentication and Aadhaar declaration should remain voluntary. ഉറപ്പായിട്ടും പറയാണ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ പറയുന്ന നമ്മുടെ ആധാറിന്റെ ലിങ്കിച്ച് വേണോ വേണ്ടോ എന്നുള്ളത് നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കാര്യമാണ്. എനിക്ക് തീരുമാനിക്കാം എനിക്ക് ലിങ്ക് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. അത് നിങ്ങൾ നിർബന്ധമാക്കാൻ പാടില്ല. മിലിറ്റേറ്റ് ഇപ്പൊ ഈ പ്രിൻസിപ്പിൾസിന് മിലിറ്റേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, മിലിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെതിരെയാണ് കേട്ടോ. മിലിറ്ററി എന്താ ചെയ്യുന്നത്? അതിനെതിരെയല്ലേ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രിവെന്റ് ചെയ്യാന്നാണ് കേട്ടോ. മിലിറ്റേറ്റ് ചെയ്യുക, പ്രിവെന്റ് ചെയ്യുക. ഞാൻ എഴുതാൻ വിട്ടു, ഞാൻ ഇട്ടേക്കാം, നോട്ടിലിട്ടേക്കാം കേട്ടോ. പ്രിവെന്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആധാറിന്റെ ലിങ്കേജ് വോളണ്ടറി ആയിട്ട് തന്നെ വെക്കേണ്ട ഒരു കാര്യമാണ്. വേണമെങ്കിൽ എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട എന്നുള്ള അർത്ഥത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. റെജിനെ കൊള്ളാം,
നെറ്റ് പോകുന്നുണ്ടല്ലേ? ബൈ 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 സനി, അല്ല ഗോപിക ബൈ. രജനി ഫോട്ടോ കാണുമ്പോൾ സങ്കടം വരുമോ? ആധാർ കാർഡ് അത് കൊള്ളാം, നമുക്കും ഉണ്ടടാ, എല്ലാവർക്കും ഇത് തന്നെ അവസ്ഥ, എല്ലാവരും ഒരേ ദുഃഖിതരായി കാര്യത്തിൽ, അതുകൊണ്ട് പേടിക്കണ്ട. ഓക്കെ, അപ്പൊ നമുക്ക് ആർട്ടിക്കിൾ മനസ്സിലായോ? ഇറ്റ്സ് അനലിറ്റിക്കൽ, ഒരു ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമുക്ക് കുറ്റപ്പെടുത്തുമല്ല, ശരിക്കും പറഞ്ഞാൽ ഇതൊരു അനലിറ്റിക്കൽ ആയ ആർട്ടിക്കിളാണ്. കൃത്യമായിട്ട് എന്താണ് അതിന്റെ പോരായ്മ എന്ന് നോക്കി അനലിറ്റിക്കൽ ആയിട്ട് പറഞ്ഞിട്ട് ഒരു കാര്യം, ഇഷ്യൂ മുന്നോട്ട് വെക്കുന്നു എന്നാണ്. ക്ലിയർ അല്ലേ? ലിൻഡോ കൊള്ളാം, ഞാൻ ഇപ്പോഴും കാണിക്കില്ല, എന്താ ചെയ്യാ. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? മൂവിങ് ഓൺ, പോവാലോ. ഇന്നത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാം ബാച്ച് തുടങ്ങിയിട്ടുണ്ട്. 1070 രൂപയാണ് കോഴ്സ് ഫീ. അവസാന ഘട്ട പരീക്ഷയിൽ നിങ്ങൾക്ക് 29 തീയതി മുതൽ ദേവസ്വം ബോർഡിന്റെ ഹോൾ ടിക്കറ്റ് വന്നു തുടങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും അവനവന്റെ പ്രൊഫൈലിൽ കയറിയിട്ട് 29 തീയതി, ഈ മാസം 29 തീയതി മുതൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക, എവിടെ സ്ഥലം എന്നൊക്കെ നോക്കി വെക്കാം. അപ്പോൾ പ്രിപ്പറേഷൻ മുറുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്സാം ബാച്ച് ഉണ്ട്. ഇനിയും പ്രിപ്പയർ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം കേട്ടോ. ഐ മീൻ അവസാന ഘട്ട പ്രിപ്പറേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, അടിപൊളിയാക്കാം. എക്സാം പ്രിപ്പറേഷൻ ബാച്ച് ഉണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക. Y314 ആണ് കോഡ്. Y314 ഉപയോഗിച്ച് ഡിസ്കൗണ്ടോട് കിട്ടും. 10th മെയിൻസിന്റെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2350 രൂപയാണ് കോഴ്സ് ഫീ. അപ്പോൾ ജോയിൻ ചെയ്യാൻ ഇനിയും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതുപോലെ ഒക്ടോബർ മാസം നടക്കാൻ പോകുന്ന ഡിഗ്രി പ്രിൻസ് 4th ബാച്ചും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ 2350 രൂപയാണ് കോഴ്സ് ഫീ. കോഡ് അറിയാലോ, Y314, Y314. അപ്പൊ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു പിള്ളേരെ, ഓർമ്മയുണ്ടല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ. There are apprehensions that the disbanding of COA will have an impact in other sports such as hockey and table tennis, which are also functioning under court appointed committees. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ പറയാമോ? നെറ്റ് നമ്മൾ ഇങ്ങനെ തളർത്തു എന്ന്, അതുകൊണ്ടാണ് ഇത്ര പ്രശ്നം വന്നത്. പറയൂ, ആൻസർ പറയൂ. വേഗം പറ കേട്ടോ, ആൻസർ പറ, വേഗം പറ. ഇമ്പാക്റ്റ് ആണ്. ഇമ്പാക്റ്റ് നൗൺ ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്, വേർബും ഉണ്ട്. സാധാരണ ഇമ്പാക്റ്റ് ചെയ്യുക എന്ന് പറയും. ദിസ് ഇമ്പാക്റ്റഡ് ദാറ്റ് എന്നൊക്കെ പറയും. ഇത് അതിന് ഇമ്പാക്റ്റ് ചെയ്തു, കാരണമായി എന്ന് പറയും. അപ്പോൾ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ എപ്പോഴും ഇമ്പാക്റ്റിൻ്റെ കൂടെ കൊടുക്കേണ്ടത് ഇന്നല്ല, ഇമ്പാക്റ്റ് ഓൺ സംതിങ് ആണ്. അതാണ് ഇവിടുത്തെ എറർ. ഇമ്പാക്റ്റ് ഇന്നല്ല, ഇൻസ്റ്റെഡ് ഇമ്പാക്റ്റ് ഓൺ സംതിങ് എന്ന് പറയണം. അതാണ് ഇവിടുത്തെ എറർ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസർ കുറച്ച് പേരൊക്കെ തന്നിട്ടുണ്ട്, കുറച്ച് പേര് തന്നിട്ടില്ല. അപ്പോൾ ആലോചിക്കുക, ദാറ്റ് ഇസ് ഇമ്പാക്റ്റ് ഓൺ. അത് ഇന്നത്തെ ക്വസ്റ്റ്യൻ പിടിച്ചോ. ദ കോൺഗ്രസ് ഇസ് ലുക്കിംഗ് അറ്റ് എ ന്യൂ ലീഡർഷിപ്പ്, but the Gandhis must neither be aloof nor meddling. ഇതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ശരിക്കും ഒന്ന് നോക്കണേ, എന്നെ ഒന്ന് ശരിക്കും നോക്കിയാടാന്ന് പറയുന്ന പോലെ ശരിക്കും ക്വസ്റ്റ്യൻ നോക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് തരണം. ഇവിടെ ഒരു തെറ്റുണ്ടോ തെറ്റില്ലയോ, ഓർ സ്പോട്ട് എററിൽ നോ എറർ ആയിരിക്കാം, നിങ്ങൾ നോക്കിയിട്ട് എനിക്ക് പറയണേ. The Congress is looking at a new leadership, but the Gandhis must neither be aloof nor meddling. ഇതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്, എനിക്ക് ആൻസർ കോമന്റ് സെക്ഷൻ തരാൻ മറക്കണ്ട. അപ്പോൾ സി യു ടുമോറോ 8:30 കാണാം. ഇന്നിപ്പോൾ വേറെ സെഷൻ ഒന്നുമില്ല. ഇനിയും നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊരു ജോയിൻ ചെയ്യണം കേട്ടോ. ടെലിഗ്രാം ചാനലിന്റെ പേര് KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ്. അപ്പോൾ വീണ്ടും കാണാം എല്ലാവർക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന Adda247 മലയാളം ചാനൽ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ബി വിത്ത് us, എപ്പോഴും ബി കണക്റ്റഡ് വിത്ത് us. അതുപോലെ എൻ്റെ പേര് റിൻറ്റു സെബാസ്റ്റ്യൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, കോമന്റ് സെക്ഷനിൽ നിങ്ങൾ ആൻസർ തരാൻ മറക്കണ്ട. സജഷൻസ് ആർ വെൽക്കം. ഡൗട്ട്സ് ഉണ്ട് ചോദിക്കാം, ഐ വിൽ ബി ദേർ ടു ഹെൽപ്പ് യു ഔട്ട്. അതുപോലെ മറ്റുള്ളവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രിപ്ഷൻ മറക്കണ്ട അല്ലേ. അപ്പോൾ താങ്ക് യു എവ്രി വൺ. ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട്. ലൈക്ക് ഇട്ടിട്ട് പോകുക. അപ്പോൾ നാളെ കാണാം രാവിലെ 8:30 മണിക്ക്. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, സ്റ്റേ സേഫ്.